എല്ലാ കൊല്ലവും പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഷുവർ ക്വസ്റ്റ്യന്റെ വീഡിയോ അല്ലേ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. പക്ഷെ ഈ വട്ടം ഞാൻ ചിന്തിച്ചു, ഈ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു പോയാൽ രക്ഷപ്പെടുന്ന പേപ്പറാണോ മക്കളെ വരുന്നത്? നിങ്ങൾ നല്ല ഭാഗ്യമുള്ള മക്കളായതുകൊണ്ട് തന്നെ നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ചിന്തിച്ചു, കുറഞ്ഞ സമയം കൊണ്ട് സകല ചാപ്റ്റേഴ്സും അങ്ങ് പഠിപ്പിച്ചു കൊടുക്കാം. അതിലെ ഓരോ പോയിന്റും അത്ര പ്രാധാന്യമുള്ള എല്ലാ പോയിന്റുകളും കവർ ചെയ്ത് 9 ചാപ്റ്ററുകൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാ. എന്റെ പഞ്ചാര മുഞ്ചാരകളെ, മൊഞ്ചമര മൊഞ്ചത്തുകളെ, എന്റെ തക്കുടുകളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഷുവർ ക്വസ്റ്റ്യൻ അല്ല, ഓൾ ചാപ്റ്റർ റിവിഷനാ മക്കളെ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ എന്താ പഠിക്കാൻ പോണേ? ഓൾ ചാപ്റ്റർ റിവിഷനാ. ആരും കട്ടാക്കി പോകല്ലേ. ഒരുപാട് എഫേർട്ട് എടുത്ത് ഞാൻ എഴുതി ഉണ്ടാക്കിയ നോട്ടുകളാണ് ഇനി വരാൻ പോകുന്നത്. ആ എഫേർട്ടിനെ മാനിച്ചെങ്കിലും എന്റെ മക്കളെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓരോ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോകാൻ നോക്കുക. പറ്റുമെങ്കിൽ നോട്ട് എഴുതുക, സമയമുണ്ടെങ്കിൽ. ഓരോന്നും പഠിച്ച് അടുത്ത ഭാഗത്തേക്ക് പോയാൽ മതി. ഒരു സ്ലൈഡ് പഠിക്കുന്നു, അടുത്ത സ്ലൈഡ് വരുമ്പോൾ അത് പഠിക്കുന്നു, അങ്ങനെ മതി. പതുക്കെ എൻ്റെ ഒപ്പം തന്നെ പഠിച്ചു വരിക. എങ്ങനെ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉപകാരപ്പെട്ടു എന്ന് അവസാനം ഒന്ന് കമന്റ് കൂടി ചെയ്തേക്കണേടാ. അപ്പൊ വേഗം വാ മക്കളെ, ഞാൻ വേഗം പഠിപ്പിക്കും. എൻ്റെ ഒപ്പം നിങ്ങൾ പതുക്കെ വന്നാൽ മതി. മനസ്സിലായെങ്കിൽ വീണ്ടും ബാക്ക് അടിക്കുക, വീണ്ടും പഠിക്കുക. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താന്ന് ചോദിച്ചാൽ പ്ലാന്റ് ഗ്രോത്ത്. പ്ലാന്റ് ഗ്രോത്തിലെ മെയിൻ ഭാഗം പ്ലാന്റ് ഗ്രോത്തിലെ ഹോർമോണുകളുടെ ഫംഗ്ഷനാ. ഹോർമോൺസിന്റെ ഫംഗ്ഷൻസിൽ എപ്പിക്കൽ ഡോമിൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നവരാരാ? എപ്പിക്കൽ ഡോമിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്ലാന്റിന്റെ മുകൾ ഭാഗം മാത്രം വളരുന്നു, അതാ എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഈ എപ്പിക്കൽ ഡോമിൻസിനെ കൂട്ടുന്നത് ഓക്സിൻ ആണ്. എപ്പിക്കൽ ഡോമിൻസിനെ കുറയ്ക്കുന്നത് ആരാ? സൈറ്റോകൈനിൻ ആണ്. അടുത്ത പൈനാപ്പിളിൽ ഫ്ലവർ ഉണ്ടാക്കുന്ന ആരാ? ഓക്സിനും കഴിയും, എഥിലീനും കഴിയും മക്കളെ. അടുത്ത വീഡിസൈഡ്, കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത് ഏത് ഹോർമോണാ? ഓക്സിന്. ഓക്സിനിൽ ഏതാ? 2,4-D. വീഡിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് 2,4-D ആണ് മക്കളെ. അടുത്ത ഫ്രൂട്ട് സെനിസെൻസ് പതുക്കെയാക്കുന്നു. ഫ്രൂട്ട് വയസ്സാകുന്നതിനെ, ഫ്രൂട്ട് അഴുക്കാകുന്നതിനെ നമ്മൾ സെനിസെൻസ് എന്ന് വിളിക്കാം. അത് ഡിലേ ആക്കുന്നു. പതുക്കെ ഫ്രൂട്ടിനെ വയസ്സാക്കിപ്പിക്കുള്ളൂ. അത് ചെയ്യുന്നത് ആരാ? ഗിബർലിക് ആസിഡാ. ലീഫ് സെനിസെൻസ് ഡിലേ ആക്കുന്നു. പതുക്കെ ലീഫിനെ വയസ്സാക്കിപ്പിക്കുള്ളൂ. ആ ഹോർമോൺ ആരാ? സൈറ്റോകൈനിനാ. ഫ്രൂട്ടിനെ പതുക്കെ വയസ്സാക്കിപ്പിക്കുന്നത് ഗിബർലിക് ആസിഡാ. ലീഫിനെ പതുക്കെ വയസ്സാക്കിപ്പിക്കുന്ന ആരാ? സൈറ്റോകൈനിനാ മക്കളെ. അടുത്ത നോക്ക്, ആപ്പിളിന്റെ ഷേപ്പ് ഇംപ്രൂവ് ആക്കും ആര്? ഗിബർലിക് ആസിഡ്. റൈപ്പനിങ് ഹോർമോൺ, പഴുപ്പിക്കുന്ന ഹോർമോൺ ആരാ? എഥിലീൻ ആണ്. ഷുഗർ കെയിന്റെ സ്റ്റെമ്പിന്റെ ലെങ്ത് കൂട്ടും ആര്? ഗിബർലിക് ആസിഡ്. മാൾട്ടിങ് ബോൾട്ടിങ് മക്കളെ എഴുതി വെച്ചോ. മാൾട്ടിങ് എന്നോ ബോൾട്ടിങ് എന്നോ പരീക്ഷ പേപ്പറിൽ കണ്ടാൽ എഴുതി വെച്ചോ, ഗിബർലിക് ആസിഡാ മക്കളെ. ഇൻക്രീസ് ഫീമെയിൽ ഫ്ലവർ ഇൻ കുക്കുംബർ. കുക്കുംബർ വെള്ളരിക്കയില് കൂടുതൽ ഫീമെയിൽ ഫ്ലവർ ഉണ്ടാകും. കൂടുതൽ ഫീമെയിൽ ഫ്ലവർ ഉണ്ടായാലാ കൂടുതൽ ഫ്രൂട്ട് ഉണ്ടാകാം. അതാരുടെ പണിയാ മക്കളെ? എഥിലീന്റെ പണിയാ സാറേ. അടുത്തത് വെരി ഇമ്പോർട്ടന്റ്. എന്താ? ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റിൽ. എന്താ ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റ്? വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന റൈസ് പ്ലാന്റ്. നെൽച്ചെടികൾ. നെല്ല് പാടത്തൊക്കെ വെള്ളം കയറുമ്പോൾ നെൽച്ചെടികൾ വെള്ളത്തിനടിയിലായി മാറും. വെള്ളത്തിനടിയിൽ നിൽക്കുന്ന നെൽച്ചെടികൾ ഉണ്ടല്ലോ, അതിന്റെ പേരാ ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റ്. ഇങ്ങനെയുള്ള നെൽച്ചെടികളുടെ ഇന്റർനോഡിന്റെയോ പീറ്റിയോളിന്റെയോ നീളം കൂട്ടും, ഇലോങ്ങേഷൻ നടത്തും. ഇന്റർനോഡ് ഓർ പീറ്റിയോൾ ഇലോങ്ങേറ്റഡ് ആക്കും. എവിടെ? വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന റൈസ് പ്ലാന്റിന്റെ. ഈ പണി ചെയ്യുന്നത് ആരാ? എഥിലീന സാറേ. ഗ്യാസ് ഹോർമോൺ എന്ന് വിളിക്കുന്ന ആരെയാ? എഥിലീനയാ. സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കുന്ന ആരെയാ? അബ്സസിക് ആസിഡിനെയാ മക്കളെ. അടുത്ത ആക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡാക്കുന്നു, സ്പീഡാക്കുന്നു. എന്ത്? സീഡ് പ്രൊഡക്ഷൻ ജുവനൈൽ കോണിഫർ. ജുവനൈൽ കോണിഫർ എന്ന് പറഞ്ഞാൽ ചെറിയ കോണിഫർ ചെടികൾ. ചെറിയ കോണിഫർ ചെടികളിൽ വേഗം സീഡ് ഉണ്ടാക്കുന്നു. ആക്ഷൻ, വേഗം, ഫാസ്റ്റ് ആയിട്ട്, സ്പീഡിൽ തന്നെ സീഡ് ഉണ്ടാക്കും ചെറിയ കോണിഫർ ചെടികളിൽ. ആരുടെ പണിയാ അത്? ഗിബർലിക് ആസിഡിന്റെ പണിയാ. പ്രൊമോട്ട് സീഡ് ഡോർമൻസി. സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞാൽ എന്താ? സീഡ് മുളയ്ക്കാതെ കിടക്കുന്ന അവസ്ഥ. അതിനെ പ്രൊമോട്ട് ചെയ്യും. സീഡിനെ മുളയ്ക്കാനേ സമ്മതിക്കില്ല. സീഡ് മുളയ്ക്കാതിരിക്കുന്ന അവസ്ഥയുടെ പേരെന്താ? സീഡ് ഡോർമൻസിയ. അതിനെ പ്രൊമോട്ട് ചെയ്യും. അതിനെ കൂട്ടുന്ന ഹോർമോൺ ആരാ? അബ്സസിക് ആസിഡാ മക്കളെ. ഇത്രയുമാണ് വരാൻ ചാൻസ് ഉള്ള ഹോർമോണുകൾ, അതിന്റെ ഫംഗ്ഷൻ. ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല. നമ്മൾ ഓൾറെഡി പ്ലാന്റ് ഗ്രോത്തിന്റെ ഒരു 14 മിനിറ്റ്സിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ മക്കളെ, ഇതാണ് ഹോർമോൺസ്. ഹോർമോൺസിന്റെ ഫംഗ്ഷൻ വരാൻ ചാൻസ് ഉള്ളത്. ഇതിൽ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക ഫംഗ്ഷനും വരിക. ഓക്കെ, അടുത്ത് രണ്ട് ഹോർമോണിന് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ, രണ്ട് ഹോർമോൺസിന് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഹോർമോണുകളെ വിളിക്കുന്ന പേരെന്താ?
ആന്റഗോണിസ്റ്റിക് ഹോർമോൺ. എന്താ വിളിക്കും നമ്മൾ പറ? ആന്റഗോണിസ്റ്റിക് ഹോർമോൺ. ഏതൊക്കെയാ ആന്റഗോണിസ്റ്റിക് ഹോർമോൺ? ഓക്സിനും സൈറ്റോകൈനിനും. ഓക്സിൻ എപ്പിക്കൽ ഡൊമെയ്ൻസ് കൂട്ടുമ്പോൾ സൈറ്റോകൈനിൻ കുറയ്ക്കാനാ നോക്കുക. ഓപ്പോസിറ്റ് ഫംഗ്ഷനാ, ആന്റഗോണിസ്റ്റിക് ഹോർമോണാ. ഗിബർലിക് ആസിഡും അബ്സിസിക് ആസിഡും. ഗിബർലിക് ആസിഡ് സീഡ് ജെർമിനേഷൻ, സീഡ് മുളയ്ക്കാനാ ശ്രമിക്കുക. എന്നാൽ അബ്സിസിക് ആസിഡോ സീഡ് മുളയ്ക്കാതിരിക്കാനാ നോക്കുക. ഓപ്പോസിറ്റ് ഫംഗ്ഷനാ, അവരും ആന്റഗോണിസ്റ്റിക് ഹോർമോണാ. ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആന്റഗോണിസ്റ്റിക് ഹോർമോൺ എന്നാ വിളിക്കുക. അടുത്ത മക്കളെ, ഡിഫറൻഷിയേഷൻ, ഡീഡിഫറൻഷിയേഷൻ, റീഡിഫറൻഷിയേഷൻ. ഇതിൽ നിന്ന് ഞാൻ ചോദ്യം പ്രതീക്ഷിക്കുന്നു. ഇതിൽ നിന്ന് ഈ വട്ടം ഞാൻ ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. മോഡൽ ഓർ മെയിൻ എക്സാം ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരും മക്കളെ. മെരിസ്റ്റമാറ്റിക് സെല്ല് പെർമനന്റ് ആകുന്നതാണ് ഡിഫറൻഷിയേഷൻ. എക്സാമ്പിൾ പറ. ഒരു മെരിസ്റ്റമാറ്റിക് സെല്ല എപ്പിക്കൽ മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റം ഡിഫറൻഷിയേഷൻ നടന്നുണ്ടാകുന്ന പെർമനന്റ് സെല്ലാണ് ആര്? പാരങ്കൈമ. മെരിസ്റ്റമാറ്റിക് സെല്ല് പെർമനന്റ് ആകുന്ന ഡിഫറൻഷിയേഷൻ. എക്സാമ്പിൾ എപ്പിക്കൽ മെരിസ്റ്റം, പാരങ്കൈമ ആകുന്നു. ഡിഫറൻഷിയേഷനാ. ഈ പെർമനന്റ് സെല്ലുകൾ ഒരിക്കൽ കൂടി വീണ്ടും മെരിസ്റ്റമാറ്റിക് ആകും. അതിന്റെ പേരെന്താ? ഡി ഡിഫറൻഷിയേഷനാ. എക്സാമ്പിൾ പറസാറെ. ഇപ്പം ഉണ്ടായ പെർമനന്റ് സെല്ലാണ് ആര്? പാരങ്കൈമ. ഇവര് ഡി ഡിഫറൻഷിയേഷൻ നടന്നുണ്ടാകുന്ന മെരിസ്റ്റമാറ്റിക് സെല്ലാണ് ആര്? കാമ്പിയം. ആര്? പറ. കാമ്പിയം. അടുത്ത സാറേ, മെരിസ്റ്റമാറ്റിക് പെർമനന്റ് ആയാൽ ഡിഫറൻഷിയേഷൻ, പെർമനന്റ് വീണ്ടും മെരിസ്റ്റമാറ്റിക് ആയാൽ ഡി ഡിഫറൻഷിയേഷൻ. ചില ഡൈക്കോട്ട് പ്ലാന്റുകളിൽ മാത്രം ഇപ്പം ഉണ്ടായ മെരിസ്റ്റമാറ്റിക് സെൽ ഒരിക്കൽ കൂടി പെർമനന്റ് ആകും. ഇനി വീണ്ടും മെരിസ്റ്റമാറ്റിക് ആകില്ല കേട്ടോ. ഈ പെർമനന്റ് കൊണ്ട് നിന്നു. ഈ മെരിസ്റ്റമാറ്റിക് സെൽ ഒരിക്കൽ കൂടി പെർമനന്റ് ആകുന്നതാണ് റീഡിഫറൻഷിയേഷൻ. മെരിസ്റ്റമാറ്റിക് പെർമനന്റ് ആയാൽ ഡിഫറൻഷിയേഷൻ, പെർമനന്റ് മെരിസ്റ്റമാറ്റിക് ആയാൽ ഡി ഡിഫറൻഷിയേഷൻ, മെരിസ്റ്റമാറ്റിക് വീണ്ടും പെർമനന്റ് ആയാൽ റീഡിഫറൻഷിയേഷൻ. റീഡിഫറൻഷിയേഷൻ അവിടെ മാത്രമേ കാണുള്ളൂ, ഡൈക്കോട്ടുകളിൽ മാത്രമേ കാണുള്ളൂ. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എക്സാമ്പിൾ ആ പരീക്ഷയ്ക്ക് വരിക. എപ്പിക്കൽ മെരിസ്റ്റം പാരങ്കൈമ ആകുന്നത് എങ്ങനെ? ഡിഫറൻഷിയേഷൻ വരിക. ഈ പാരങ്കൈമ വീണ്ടും മെരിസ്റ്റമാറ്റിക് ആയ കാമ്പിയമായിട്ട് മാറും. അത് ഡി ഡിഫറൻഷിയേഷനാ. ഈ മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാമ്പിയം ഒരിക്കൽ കൂടി എന്താകും? ഡിവൈഡ് ചെയ്യാത്ത, ഫംഗ്ഷൻ ചെയ്യുന്ന പെർമനന്റ് സെല്ലായിട്ട് മാറി സെക്കൻഡറി സൈലം, സെക്കൻഡറി ഫ്ലോയം പോലുള്ള പെർമനന്റ് സെല്ലായിട്ട് മാറും. അതാ റീഡിഫറൻഷിയേഷൻ. ഇതിന്റെ ഓരോന്നിന്റെ താഴെ അതിന്റെ എക്സാമ്പിൾ ആട്ടോ ഞാൻ കൊടുത്തേക്കുന്ന മഞ്ഞ ലെറ്ററിൽ. എന്താ മെരിസ്റ്റമാറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ? ഡിവൈഡ് ചെയ്യുന്ന സെല്ലാ. എന്താ പെർമനന്റ് സെൽ എന്ന് പറഞ്ഞാൽ? ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സെല്ലുകളാ. ഇത് പഠിച്ചു വെക്കണ മക്കളെ, പരീക്ഷയ്ക്ക് വരും. അടുത്തയാ ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്താ? AGR എന്നാ വിളിക്കുക. എങ്ങനെ ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് കാണുക? ഫൈനൽ സൈസ് മൈനസ് ഇനിഷ്യൽ സൈസ്. റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എങ്ങനെ മക്കളെ കാണുക? റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് പറഞ്ഞാൽ RGR. ഇപ്പൊ കിട്ടിയ AGR ബൈ ഇനീഷ്യൽ സൈസ് ഇൻറ്റു 100. ഇത് വെച്ച് പ്രോബ്ലം വരും. NCERT ഡയഗ്രാം കൊണ്ട് നോക്കണം കേട്ടോ. AGR ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എങ്ങനെ കാണാം? ഫൈനൽ സൈസ് മൈനസ് ഇനീഷ്യൽ സൈസ്. റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എങ്ങനെ കാണാം? ഈ കിട്ടിയ AGR ബൈ ഇനീഷ്യൽ സൈസ് ഇൻറ്റു 100. ഒന്നും അറിയില്ലെങ്കിലും ഈ ഇക്വേഷൻ എങ്കിലും എഴുതി വെക്കണം ചോദ്യം വന്നാൽ. ഗ്രോത്ത് റേറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, അരിത്തമെറ്റിക്, ജോമെട്രിക്. അരിത്തമെറ്റിക് എങ്ങനെ? ഒരു മെരിസ്റ്റമാറ്റിക് സെല്ല് രണ്ടാകും, അതിലൊന്ന് മെരിസ്റ്റമാറ്റിക്, മറ്റേത് പെർമനന്റ്. എന്താ ജോമെട്രിക് എന്ന് പറഞ്ഞാൽ? ഒരു മെരിസ്റ്റമാറ്റിക് രണ്ടാകും, രണ്ടും വീണ്ടും മെരിസ്റ്റമാറ്റിക്. ഒന്ന് മെരിസ്റ്റമാറ്റിക്കും ഒന്ന് പെർമനന്റ് ആണെങ്കിൽ അരിത്തമെറ്റിക്, രണ്ടും മെരിസ്റ്റമാറ്റിക് ആയാൽ ജോമെട്രിക്. അരിത്തമെറ്റിക്കിന്റെ ഇക്വേഷൻ LT = L0 + RT. ഗ്രാഫ് കണ്ടോ? ഇങ്ങനെ നേരെ പോകുന്ന ഗ്രാഫാ, ലീനിയർ ഗ്രാഫ്. ഏത് ഗ്രാഫാ കിട്ടുക? ലീനിയർ ഗ്രാഫാ കിട്ടുക. ജോമെട്രിക്കിന്റെ ഇക്വേഷൻ എന്താ? W1 = W0 × e⁻⁻t. അരിത്തമെറ്റിക് പറയുന്നത് ലെങ്തിന്റെ ടൈമില, എന്നാൽ ജോമെട്രിക് ഗ്രോത്ത് റേറ്റ് പറയുന്നതോ വെയിറ്റിന്റെ ടൈമില. ആ ഗ്രാഫിന്റെ പേരെന്താ? എസ് ഷേപ്ഡ് ഗ്രാഫ്. എസ് ഷേപ്ഡ് ഗ്രാഫ് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, എന്താ? സിഗ്മോയിഡ് കർവ് അല്ലെങ്കിൽ സിഗ്മോയിഡ് ഗ്രാഫ്. സിഗ്മോയിഡ് കർവ് എന്നാ വിളിക്കുക. എസ് ഷേപ്പ് ഉണ്ടോ ആ ഗ്രാഫുകളെ വിളിക്കുന്ന പേരാ സിഗ്മോയിഡ് കർവ്. ഈ ഫേസിന്റെ പേരെന്താ? ലാഗ്. ഈ ഫേസ് ലാഗ്. ഈ ഗ്രോത്ത് കൂടുതലുള്ള ഫേസിന്റെ പേരെന്താ? എക്സ്പോണൻഷ്യൽ. വീണ്ടും ഗ്രോത്ത് കുറയും, അതിന്റെ പേരെന്താ? സ്റ്റേഷനറി. ഈ ഗ്രാഫ് തന്നിട്ട് ഇതിന്റെ 3 ഫേസുകൾ ചോദിക്കും മക്കളെ. ലാഗ്, എക്സ്പോണൻഷ്യൽ, സ്റ്റേഷനറി. ലാഗ്, എക്സ്പോണൻഷ്യൽ, സ്റ്റേഷനറി. നോക്കി വെക്കണം. ഇത്രയാണ് പ്ലാൻ ഗ്രോത്തിൽ നിന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യങ്ങൾ. പിന്നെ എൻ്റെ പ്ലാൻ ഗ്രോത്തിന്റെ പ്രോപ്പർട്ടി എന്താ, പ്ലാൻ ഗ്രോത്തുകൾ എങ്ങനെ അളക്കാം, പ്ലാൻ ഗ്രോത്തിന്റെ ഫേസുകൾ എന്താ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ വന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കി പഠിക്കണം. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. കുറെ കുട്ടികൾ ചോദിച്ചാൽ എന്താ സാർ റെസ്പിറേഷനിൽ പഠിക്കാനുള്ളത്? റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കോശത്തിൽ വരുന്ന ഫുഡ് ഉണ്ടല്ലോ, ആഹാരം, ആ ആഹാരത്തെ ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കുക, അതാ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ. റെസ്പിറേഷന്റെ സമയത്ത് ഏത് സാധനമാണോ, ഏത്
ഫുഡാണോ നമ്മൾ മുറിക്കുന്നത്, ഓക്സിഡൈസ് ചെയ്യുന്നത്, ആ ഫുഡിന്റെ പേരാണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. എന്താ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്? സബ്സ്റ്റൻസ് ഓക്സിഡൈസ് ഡ്യൂറിംഗ് റെസ്പിറേഷൻ. റെസ്പിറേഷന്റെ സമയത്ത് ഏത് സാധനമാണോ മുറിച്ചത്, ഏതാണോ ഓക്സിഡേഷന് പോയത്, ആ സാധനത്തിന്റെ പേരാ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. എക്സാമ്പിൾ ഗ്ലൂക്കോസ്, ഫാറ്റ്, പ്രോട്ടീന്, ഓർഗാനിക് ആസിഡ്, ഇതൊക്കെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റാ. മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ഗ്ലൈക്കോളൈസിസ് ആണ്. ഇതില് എന്താ ഗ്ലൈക്കോളൈസിസ്? ഗ്ലൂക്കോസിനെ പൊട്ടിച്ച് പൈറുവിക് ആസിഡ് ആക്കുക, ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് പൈറുവിക് ആസിഡ് ആക്കുന്നതാ ഗ്ലൈക്കോളൈസിസ്. ഗ്ലൈക്കോളൈസിന് വേറൊരു പേരും കൂടെ ഉണ്ട്. എന്താ? EMP പാത്വേ, എംബഡൻ മേയർ ഓഫ് പർനാസ് പാത്വേ, EMP പാത്വേ എന്ന് വിളിക്കും. ഗ്ലൈക്കോളൈസിസ് എവിടെ വെച്ച നടക്കുക? സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തെക്കാൾ എന്റെ മക്കളെ ഏറ്റവും നല്ല ഉത്തരം ഏതാണെന്നറിയാമോ? സൈറ്റോസോൾ എന്ന് എഴുതുന്നതാ. ഗ്ലൈക്കോളൈസിസ് എവിടെ വെച്ച് നടക്കാൻ ചോദിച്ചാൽ സൈറ്റോപ്ലാസത്തെക്കാൾ എഴുതാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉത്തരം ഏതാ? സൈറ്റോസോളാ. ഇവിടെ എന്താ പറ്റുക മക്കളെ? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആകും, അത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആകും, അത് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആകും. അത് നേരെ മുറിഞ്ഞിട്ട് രണ്ട് സാധനമാകും. ഒന്നിന്റെ പേര് ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റ്, DHAP എന്ന് വിളിക്കും. ഫുൾ നെയിം എഴുതാൻ ചോദിക്കും. എന്താ DHAP? ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റ് ആകും. മറ്റേ ആളുടെ പേരാണ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി, അത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയി, ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആയി. അത് നേരെ മുറിഞ്ഞ് രണ്ടെണ്ണമായി, ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റും ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും. ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിനെ നോക്ക് നിങ്ങൾ. അത് നേരെ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡായി, 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡായി, 2 ഫോസ്ഫോഗ്ലിസറിക് ആസിഡായി, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആയി, ലാസ്റ്റ് എന്തായി മാറി? പൈറുവിക് ആസിഡായി മാറി. ഈ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഈ സ്റ്റെപ്പിലൂടെ ഒക്കെ പോയിട്ട് എന്തായി? പൈറുവിക് ആസിഡായി. അതേപോലെ ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റും ഇതേ സ്റ്റെപ്പിലൂടെ പോയിട്ട്, ഇതേ സ്റ്റെപ്പുകളിൽ കൂടെ കടന്നു പോയിട്ട് ലാസ്റ്റ് എന്തായിട്ട് മാറും? അടുത്ത പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. ഇവനിൽ നിന്നും ഒരു പൈറുവിക് ആസിഡ് കിട്ടും, ഇവനിൽ നിന്നും ഒരു പൈറുവിക് ആസിഡ് കിട്ടും. ടോട്ടൽ 2 പൈറുവിക് ആസിഡ് കിട്ടും നമുക്ക് എവിടെ? ഗ്ലൈക്കോളൈസിസ് നടത്തിയാൽ. ഗ്ലൈക്കോളൈസിസ് എവിടാണ് നടക്കുക? EMP പാത്വേ എന്നുള്ള പേരോർത്ത് വെക്കണം. അതിലെ സ്റ്റെപ്പുകൾ അടയാളപ്പെടുത്താൻ ചോദിക്കും മക്കളെ. ഇതാ പരീക്ഷയ്ക്ക് വരിക. അടുത്ത രണ്ടാമത്തതാണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷന്റെ വേറൊരു പേരാണ് ലിങ്ക് റിയാക്ഷൻ. ഈ റിയാക്ഷൻ നടക്കുന്ന കാരണമാ ഗ്ലൈക്കോളൈസിസും ക്രെബ്സ് സൈക്കിളും തമ്മിൽ ലിങ്ക് ആകുന്നത്. ഈ റിയാക്ഷൻ നടന്നില്ലെങ്കിൽ ഗ്ലൈക്കോളൈസിസും ക്രെബ്സ് സൈക്കിളും തമ്മിൽ ലിങ്ക് ആകില്ല. അതുകൊണ്ട് ഇതിനെ വിളിക്കുക, ലിങ്ക് ആക്കുന്നത് കൊണ്ട് ഇതിനെ ലിങ്ക് റിയാക്ഷൻ എന്നാ വിളിക്കുക. ഇത് എവിടെ വെച്ച നടക്കുക? മൈറ്റോകോൺട്രിയയ്ക്ക് 2 മെമ്പറൈൻ, ഒന്ന് ഇന്നർ മെമ്പറൈൻ, ഒന്ന് ഔട്ടർ മെമ്പറൈൻ. ഉള്ളിലത്തെ സ്ഥലം സെൻട്രൽ ഭാഗം. മൈറ്റോകോൺട്രിയന്റെ ഉള്ളിലുള്ള സ്ഥലത്തിന്റെ പേരെന്താ? മാട്രിക്സ് എന്നാ വിളിക്കുക. ഈ മാട്രിക്സിലാണ് മക്കളെ എന്ത് നടക്കുക? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കുക. ഇതേ മാട്രിക്സിലാണ് എന്ത് നടക്കുക? ക്രെബ്സ് സൈക്കിൾ നടക്കുക. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനിൽ എന്താ പറ്റുക? 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് 2 മോളിക്യൂൾ അസെറ്റൈൽ കോഎൻസൈം A ആയിട്ട് മാറും. ഗ്ലൈക്കോളൈസിസ് വഴി 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ഉണ്ടായല്ലോ. ഇവർ നേരെ മാട്രിക്സിൽ ചെന്നിട്ട് 2 മോളിക്യൂൾ അസെറ്റൈൽ കോഎൻസൈം A ആകും. ഒരു പൈറുവിക് ആസിഡ് ഒരു അസെറ്റൈൽ കോഎൻസൈം A ആയി, അടുത്ത പൈറുവിക് ആസിഡ് അടുത്ത അസെറ്റൈൽ കോഎൻസൈം A ആയി, 2 പൈറുവിക് ആസിഡുകൾ 2 അസെറ്റൈൽ കോഎൻസൈം A ആയി. ഇതിനെ സഹായിക്കുന്ന ഒരു എൻസൈം ഉണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഏത് എൻസൈമാ? പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ്. സാറേ, ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനിലെ എൻസൈമിന്റെ പേരെന്താ? പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്നാ വിളിക്കുക. ഈ പ്രക്രിയ നടക്കുമ്പോൾ എന്ത് പുറത്തു പോകുന്നുണ്ട്? 2 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ പോകുന്നുണ്ട്. ഈ പ്രക്രിയ നടക്കുമ്പോൾ തന്നെ എന്ത് പറ്റും? 2 മോളിക്യൂൾ NAD+ എന്തായിട്ട് കൺവേർട്ട് ആകും? 2 മോളിക്യൂൾ NADH2 ആയിട്ട് മാറുന്നുണ്ട്. ഓർത്ത് വെക്കുക, ഇത് നടക്കുമ്പോൾ 2 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ പോകുന്നുണ്ട്. ഇത് നടക്കുമ്പോൾ തന്നെ 2 മോളിക്യൂൾ NAD+, 2 മോളിക്യൂൾ NADH2 ആയിട്ട് മാറുന്നുണ്ട് മക്കളെ. NADH2. അടുത്തൊരു സ്പെഷ്യൽ പ്രവർത്തനമാണ് ഫെർമെന്റേഷൻ. ഫെർമെന്റേഷൻ എവിടെ വെച്ച നടക്കുക? സെല്ലിൽ സൈറ്റോപ്ലാസത്തിൽ വെച്ച നടക്കുക. എപ്പോഴാണ് നടക്കുക? സെല്ലിൽ ഓക്സിജൻ ഇല്ലെങ്കിൽ. സെല്ലിൽ ഓക്സിജൻ ഉണ്ടെങ്കിലാ ഏതൊക്കെ നടക്കുക? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷന്, ക്രെബ്സ് സൈക്കിൾ, ETS, ഇതൊക്കെ ഓക്സിജൻ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഓക്സിജൻ ഇല്ലെങ്കിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ഏത്? ഫെർമെന്റേഷൻ. ഓക്സിജൻ ഇല്ലെങ്കിൽ എന്താ പറ്റാന്നറിയാമോ? ഗ്ലൈക്കോളൈസിസ് വഴി ഉണ്ടായ പൈറുവിക് ആസിഡുകൾ അസെറ്റൈൽ കോഎൻസൈം A ആയിട്ട് മാറില്ല. പകരം പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും. പൈറുവിക് ആസിഡുകൾ ഓക്സിജൻ ഇല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും. ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറുന്ന ഫെർമെന്റേഷന്റെ പേരാണ് ആസിഡ് ഫെർമെന്റേഷൻ. ഇനി പൈറുവിക് ആസിഡ് ചില സെല്ലുകളിൽ ഓക്സിജൻ ഇല്ലെങ്കിൽ എഥനോളും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. എഥനോളും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്ന ഫെർമെന്റേഷന്റെ പേരെന്താ? ആൽക്കഹോൾ ഫെർമെന്റേഷൻ. ഫെർമെന്റേഷൻ 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് ആസിഡ്, ഒന്ന് ആൽക്കഹോൾ. ആസിഡ് ഫെർമെന്റേഷനിൽ എന്താ പറ്റുക? പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ആകും. ആൽക്കഹോൾ ഫെർമെന്റേഷനിലോ
പൈറുവിക് ആസിഡ് എഥനോളും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും. ഈ ആസിഡ് ഫെർമെന്റേഷൻ എവിടെ വെച്ച് നടക്കുക? മസിൽ സെൽസിൽ വെച്ച് നടക്കുക. മസിൽ സെല്ലിൽ നടക്കുക മക്കളെ, മസിൽ സെൽസിലാണ് നടക്കുക. എന്നാൽ ആൽക്കഹോൾ ഫെർമെന്റേഷൻ എവിടെ നടക്കുക? ഈസ്റ്റ് സെല്ലിൽ. മസിൽ സെല്ലിൽ നടക്കുന്നതാണ് ആസിഡ് ഫെർമെന്റേഷൻ, ഈസ്റ്റ് സെല്ലിൽ നടക്കുന്നതാണ് ആൽക്കഹോൾ ഫെർമെന്റേഷൻ. എപ്പോഴാ ഫെർമെന്റേഷൻ നടക്കുക? ഓക്സിജൻ ഇല്ലെങ്കിൽ. സെല്ലിൽ എവിടെ വെച്ച് നടക്കുക? സൈറ്റോപ്ലാസത്തിൽ. അടുത്ത മക്കളെ, ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന അടുത്ത സ്റ്റെപ്പ്, അതിന്റെ പേരെന്താ? ക്രെബ്സ് സൈക്കിൾ എന്ന് വിളിക്കുക. ക്രെബ്സ് സൈക്കിളിന്റെ വേറൊരു പേരാ സിട്രിക് ആസിഡ് സൈക്കിൾ, അല്ലെങ്കിൽ വേറൊരു പേരാ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, TCA സൈക്കിൾ. ഇതിൽ ഏത് പേര് ചോദിച്ചാലും ആരാ? ക്രെബ്സ് സൈക്കിളാ. ഹാൻസ് ക്രെബ് കണ്ടുപിടിച്ചോണ്ടാ ക്രെബ്സ് സൈക്കിൾ എന്ന് വിളിച്ചത്. ഇതെവിടെ വെച്ച നടക്കുക? മൈറ്റോകോൺട്രിയന്റെ ഉള്ളിലത്തെ സ്ഥലം, അതിന്റെ പേരെന്താ? മാട്രിക്സ്. മൈറ്റോകോൺട്രിയന്റെ മാട്രിക്സ് ക്രെബ്സ് സൈക്കിൾ നടക്കുക. മൈറ്റോകോൺട്രിയന്റെ മാട്രിക്സിൽ തന്നെ ലിങ്ക് റിയാക്ഷൻ നടക്കുക. എന്താണ് ഇവിടെ പറ്റുക? ഇവിടെ ഓൾറെഡി ലിങ്ക് റിയാക്ഷൻ നടത്തിയിട്ട് എന്തുണ്ടാക്കിയിട്ടുണ്ട്? ലിങ്ക് റിയാക്ഷൻ നടന്നിട്ട് എന്തുണ്ടായി? 2 മോളിക്യൂൾ അസെറ്റൈൽ കോഎൻസൈം എ ആയി. ഒരു പൈറുവിക് ആസിഡിലെ 3 കാർബൺ, ഒരു അസെറ്റൈൽ കോഎൻസൈം എയിൽ 2 കാർബണേ ഉള്ളൂ കേട്ടോ. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒരു കാർബൺ കുറയുന്നത്. എന്താ പറ്റുക? ഈ ലിങ്ക് റിയാക്ഷൻ വഴി ഉണ്ടാക്കിയ അസെറ്റൈൽ കോഎൻസൈം എ നേരെ ഓക്സാലോ അസെറ്റിക് ആസിഡുമായിട്ട് ചേരും. എന്നിട്ട് എന്തുണ്ടാകും? സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡിൽ 6 കാർബൺ ഉണ്ട്. അത് നേരെ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡായി. അതിൽ 5 കാർബണേ ഉള്ളൂ. അത് നേരെ സക്സിനിക് ആസിഡായി. അതിൽ 4 കാർബണേ ഉള്ളൂ. സക്സിനിക് ആസിഡ് നേരെ മാലിക് ആസിഡായി. മാലിക് ആസിഡ് വീണ്ടും എന്താകും? ഓക്സാലോ അസെറ്റിക് ആസിഡായിട്ട് മാറും. ഇതാണ് മക്കളെ ക്രെബ്സ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഓക്സാലോ അസെറ്റിക് ആസിഡ് അസെറ്റൈൽ കോഎൻസൈം എയുമായിട്ട് ചേർന്ന് സിട്രിക് ആസിഡായി. സിട്രിക് ആസിഡ് അടുത്ത് എന്താകും? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആകും. ആ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ പോകുന്നുണ്ട്. NAD+ എന്തായി മാറും? NADH2 ആയിട്ട് മാറുന്നുണ്ട് ഈ സ്റ്റെപ്പിൽ. ഇനി ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എന്താകും? സക്സിനിക് ആസിഡ് ആകും. ഈ സ്റ്റെപ്പിൽ എന്താ പറ്റുക? കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ പോകുന്നുണ്ട്. അവിടെയും NAD+ എന്താകും? NADH2 ആകും. കൂടാതെ എന്തും ഉണ്ടാകുന്നുണ്ട്? GTP ഉണ്ടാകുന്നുണ്ട്. ക്രെബ്സ് സൈക്കിളിൽ എവിടെയാ GTP ഉണ്ടാകുക? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആകുമ്പോഴാ. സക്സിനിക് ആസിഡ് മാലിക് ആസിഡ് ആകുമ്പോഴോ FAD+ എന്താകും? FADH2 ആകും. ഈ മാലിക് ആസിഡ് വീണ്ടും എന്താകും? ഓക്സാലോ അസെറ്റിക് ആസിഡ് ആയിട്ട് മാറും. അടുത്ത ക്രെബ്സ് സൈക്കിൾ നടക്കാൻ ആര് വേണം? ഓക്സാലോ അസെറ്റിക് ആസിഡ് വേണം. മാലിക് ആസിഡ് ഓക്സാലോ അസെറ്റിക് ആസിഡ് ആകുമ്പോഴോ NAD+ എന്തായി മാറുന്നുണ്ട്? NADH2 ആയിട്ട് മാറുന്നുണ്ട്. ഇതാണ് മക്കളെ ക്രെബ്സ് സൈക്കിളിലെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. നോക്കി വെച്ചേക്കണേ. അടുത്ത ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്തിനാണെന്നറിയാമോ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എവിടെ വെച്ചാൽ നടക്കുക? മൈറ്റോകോൺട്രിയക്ക് 2 മെമ്പറൈൻ ഉണ്ട്. ഒന്ന് ഔട്ടർ, ഒന്ന് ഏതാ സാറേ? ഇന്നർ. ഈ ഇന്നർ മെമ്പറൈനിൽ നടക്കുന്നതാണ് ആര്? ഇന്നർ മെമ്പറൈനിൽ നടക്കുന്ന പരിപാടിയാണ് ഏത്? ETS. ഗ്ലൈക്കോളൈസിസ് സൈറ്റോപ്ലാസത്തില, ഫെർമെന്റേഷൻ സൈറ്റോപ്ലാസത്തില, ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ അല്ലെങ്കിൽ ലിങ്ക് റിയാക്ഷൻ മാട്രിക്സില. അടുത്തത് ഏതാ? മാട്രിക്സ് പറഞ്ഞാൽ ഈ സ്ഥലം, ഇതാണ് മാട്രിക്സ്. ക്രെബ്സ് സൈക്കിൾ എവിടെ? മാട്രിക്സാ. എന്നാൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എവിടെ? ഇന്നർ മെമ്പറൈനില. മൈറ്റോകോൺട്രിയന്റെ ഇന്നർ മെമ്പറൈനിൽ എന്ത് നടക്കുക? ETS നടക്കുക. ETSന്റെ പണി എന്താ? ഈ ഗ്ലൈക്കോളൈസിസ് നടക്കുമ്പോഴും ഈ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കുമ്പോഴും അതേപോലെ ക്രെബ്സ് സൈക്കിളൊക്കെ നടക്കുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട്? NADH2 FADH2 ഒക്കെ ഉണ്ടാകുന്നുണ്ട്. NADH2 FADH2 ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. ഈ NADH2 FADH2 ഒന്നും കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എനർജി ഏതാ? ATP ആ. NADH2 FADH2 ഒക്കെ എന്തായിട്ട് മാറ്റുക? ATP ആയിട്ട് മാറ്റുക. ETSന്റെ പണി എന്താ? NADH2 FADH2 ഒക്കെ എന്താക്കി മാറ്റുക? ATP ആക്കി മാറ്റുക. NADH2 FADH2 ATP ആക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. അപ്പോൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്താ? NADH2 FADH2 ATP ആക്കുക. ഇത് ചെയ്യുന്നത് ആരാ? ETS ആ. പരീക്ഷയ്ക്ക് വരും, സാർ എവിടെയാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ നടക്കുക? ETSലാണ് മക്കളെ നടക്കുക. ETS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? 5 പ്രോട്ടീനുകൾ കൊണ്ടുണ്ടാക്കിയ കോംപ്ലക്സുകളാ. 5 പ്രോട്ടീൻ കോംപ്ലക്സ് ചേർന്നാൽ ETS ആയി. കോംപ്ലക്സ് 1ന്റെ പേര് NADH ഡീഹൈഡ്രോജിനേസ്. കോംപ്ലക്സ് 2ന്റെ പേര് സക്സിനേറ്റഡ് ഡീഹൈഡ്രോജിനേസ്. കോംപ്ലക്സ് 3ന്റെ പേര് സൈറ്റോക്രോം BC1 കോംപ്ലക്സ്. കോംപ്ലക്സ് 4ന്റെ പേര് സൈറ്റോക്രോം C ഓക്സിഡേസ്. കോംപ്ലക്സ് 5ന്റെ പേര് ATP സിന്തേസ്. ഈ 5 പ്രോട്ടീൻ കോംപ്ലക്സുകൾ ചേർന്നാൽ എന്തായി? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റമായി. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഇലക്ട്രോണുകൾ ഫ്ലോ ചെയ്യും കേട്ടോ. കോംപ്ലക്സ് 1ന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ കോംപ്ലക്സ് 2 കിട്ടും. കോംപ്ലക്സ് 2ന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ കോംപ്ലക്സ് 3 കിട്ടും. 3ന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ ആർക്ക് കിട്ടും? കോംപ്ലക്സ് 4 കിട്ടും. 4ന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നത് ആരാ? ഓക്സിജനാ. 5 ഇലക്ട്രോണിനെ വാങ്ങിക്കില്ല. കോംപ്ലക്സ് 1
3 4 2 അങ്ങനെ ഇലക്ട്രോൺ പാസ് ചെയ്യും. ഈ 4 കോംപ്ലക്സിന്റെ ഉള്ളിൽ കൂടി ഇലക്ട്രോൺ പോകും. എന്നിട്ട് ആ ഇലക്ട്രോണിന് ലാസ്റ്റ് ആരെ വാങ്ങിക്കുക? ഓക്സിജനെ വാങ്ങിക്കുക. ഇലക്ട്രോണുകൾ പാസ് ചെയ്യാത്ത കോംപ്ലക്സ് ഏതാ? ATP സിന്തേസ്. ATP സിന്തേസിന്റെ ഉള്ളിൽ കൂടി ഇലക്ട്രോൺ അല്ല പാസ് ചെയ്യുക, പ്രോട്ടോണുകളാണ് പാസ് ചെയ്യുക. എന്താ പ്രോട്ടോൺ? H+. ബാക്കി 4 കോംപ്ലക്സിന്റെ ഉള്ളിൽ കൂടെയും ഇലക്ട്രോൺ പാസ് ചെയ്യുക. എന്നാൽ കോംപ്ലക്സ് 5 ATP സിന്തേസിന്റെ ഉള്ളിൽ കൂടെ ഇലക്ട്രോൺ അല്ല പാസ്സാകുക, പ്രോട്ടോണുകളാ പാസ്സാകുക. അടുത്ത ഇവിടുത്തെ ചോദ്യമാ, ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാ? അവസാനമായിട്ട് ഇലക്ട്രോണെ വാങ്ങിക്കുന്നത് ആരാ? ഓക്സിജനാ. അവസാനമായിട്ട് ഈ കോംപ്ലക്സിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകളല്ല, ഇലക്ട്രോണുകൾ കിട്ടുന്നത് ആർക്കാ? ഓക്സിജനാ മക്കളെ. റെസ്പിറേഷനെ ആംഫിബോളിക് പാത്വേ എന്ന് വിളിക്കുക. ആംഫി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ബോളിക്, 2 ബോളിസും ഉള്ള പാത്വേ. കാരണം എന്താ? ഇതിൽ കാറ്റബോളിസും ആനബോളിസും ഉണ്ട്. റെസ്പിറേഷൻ നടക്കുമ്പോൾ കാറ്റബോളിസും ആനബോളിസും ഉണ്ട്. രണ്ടും ഉള്ളതുകൊണ്ട് വിളിക്കുന്ന പേരാണ് റെസ്പിറേഷൻ ഈസ് എ ആംഫിബോളിക് പാത്വേ. ആർക്യു എന്ന് പറഞ്ഞാൽ എന്താ? റെസ്പിറേറ്ററി കോഷ്യന്റ്. എങ്ങനെ റെസ്പിറേറ്ററി കോഷ്യന്റ് കാണുക? റെസ്പിറേഷൻ നടക്കുമ്പോൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ പോയി ബൈ റെസ്പിറേഷൻ നടക്കാൻ എത്ര ഓക്സിജൻ ഉപയോഗിച്ചു. റെസ്പിറേഷന്റെ പ്രത്യേകത എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ പോകും, പകരം ഓക്സിജൻ ഉപയോഗിക്കും. ഓക്സിജൻ ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ പോകുന്നതാണ് റെസ്പിറേഷൻ. റെസ്പിറേഷന്റെ സമയത്ത് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ പോയി ഡിവൈഡ് ബൈ എത്ര ഓക്സിജൻ ഉപയോഗിച്ചു. ഈ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് റെസ്പിറേറ്ററി കോഷ്യന്റ്. ഫാറ്റിന്റെ റെസ്പിറേറ്ററി കോഷ്യന്റ് എത്ര? 1 കുറവാ. ട്രൈപാൽമിറ്റിൻ ഒരു ഫാറ്റാ, അതിന്റെ എത്ര റെസ്പിറേറ്ററി കോഷ്യന്റ്? ആർക്യു എത്ര? 0.7. ഗ്ലൂക്കോസിന്റെ ആർക്യു എത്ര? 1. പ്രോട്ടീൻ ആർക്യു എത്ര? 0.9. ഞാൻ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ ട്രൈപാൽമിറ്റിനാ. ട്രൈപാൽമിറ്റിന്റെ ആർക്യു എത്ര? ട്രൈപാൽമിറ്റിനെ റെസ്പിറേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന ആർക്യു എത്ര? എത്ര കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ പോയി ബൈ എത്ര ഓക്സിജൻ ഉപയോഗിച്ചു. ആ റേഷ്യോ നമുക്ക് എത്ര കിട്ടുക? 0.7 കിട്ടുക മക്കളെ, 0.7. അടുത്ത ചാപ്റ്ററിന്റെ പേരെന്താ? അടുത്താണ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിൽ ആദ്യം പറഞ്ഞ എന്താ? എക്സ്പീരിമെന്റ്സാ. പലരും ചോദിക്കും, സാറേ ഈ എക്സ്പീരിമെന്റ്സ് ഒക്കെ പഠിച്ചു വെക്കണോ? സമയമില്ലാത്തതുകൊണ്ട് പഠിക്കാൻ ഞാൻ പറയാറില്ല, പക്ഷെ ഇതൊക്കെ ഓർത്ത് വെക്കണം. ആക്ഷൻ അബ്സോർപ്ഷൻ സ്പെക്ട്രം കണ്ടുപിടിച്ചത് ആരാ? എഞ്ചൽമാൻ അസാറെ, മാലാക മനുഷ്യൻ അസാറെ. ബെൽജാർ എക്സ്പെരിമെന്റ് ചെയ്തതാരാ? പ്രീസിലി തന്നെയാണ് മക്കളെ ഓക്സിജൻ കണ്ടുപിടിച്ചത്. ഹൂ ഡിസ്കവേർഡ് ഓക്സിജൻ? ജോസഫ് പ്രീസിലി. NCERT പറയുന്നുണ്ട്. കോർണീലിയസ് വാൻ നീൽ എക്സ്പെരിമെന്റ് ഓർത്ത് വെക്കണം. വാട്ടറിൽ നിന്നുള്ള ഓക്സിജൻ ഫോട്ടോസിന്തസിസ് സമയത്ത് എന്ത് പുറത്തു വരും? ഓക്സിജൻ. എവിടെ നിന്ന് ഓക്സിജൻ പുറത്തു വരിക? വാട്ടറിൽ നിന്നാണ് ഓക്സിജൻ പുറത്തു വരിക. അടുത്ത ജൂലിയസ് വോൺ സാഷ പറഞ്ഞ് ഓർക്കണം, ക്ലോറോപ്ലാസ്റ്റിലാണ് എന്ത് നടക്കുക? ഫോട്ടോസിന്തസിസ് നടക്കുക. അതാണ് ആര് പറഞ്ഞത്? ജൂലിയസ് വോൺ സാഷ്. കോർണീലിയസ് വാൻ നീൽ എന്താ പറഞ്ഞേ? വാട്ടറിന്റെ ഉള്ളിലുള്ള ഓക്സിജൻ ആണ് പുറത്തേക്ക് പോകുക. ജൂലിയസ് വോൺ സാഷ് എന്താ പറഞ്ഞേ? ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ആര് വേണം? ക്ലോറോപ്ലാസ്റ്റ് വേണം. ഇതാണ് മക്കളെ ക്ലോറോപ്ലാസ്റ്റ് എന്നിരിക്കട്ടെ. ക്ലോറോപ്ലാസ്റ്റിലെ മെയിൻ 2 ഭാഗങ്ങൾ, ഒന്ന് ഗ്രാന, ഒന്ന് ഏതാ? സ്ട്രോമ. ഗ്രാനയിൽ ലൈറ്റ് റിയാക്ഷൻ നടക്കും, സ്ട്രോമയിൽ ഡാർക്ക് റിയാക്ഷൻ നടക്കും. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഗ്രാനയിൽ വെച്ച്, ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിൽ വെച്ച്. ഈ ലൈറ്റ് റിയാക്ഷനെ 2ആയിട്ട് മാറ്റാം. ഏതൊക്കെയാ? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. സൈക്ലിക് എന്ന് വിളിക്കാൻ കാരണം എന്താ? ഇലക്ട്രോണുകൾ ഇങ്ങനെ വട്ടത്തിലാണ് കറങ്ങുക. നോൺ സൈക്ലിക് എന്ന് വിളിക്കാൻ കാരണം എന്താ? ഇലക്ട്രോൺ വട്ടത്തിലല്ല കറങ്ങുക, പകരം ഇലക്ട്രോൺ ഏത് ഷേപ്പിലാണ് കറങ്ങാന്നറിയാം മക്കളെ? ഒരു ഇസഡിന്റെ ഷേപ്പിലാണ്. ഇലക്ട്രോൺ വട്ടത്തിൽ കറങ്ങുന്നത് കൊണ്ട് സൈക്ലിക് എന്ന് വിളിച്ചു, വട്ടത്തിൽ അല്ലാത്തത് കൊണ്ട് നോൺ സൈക്ലിക് എന്ന് വിളിച്ചു. വട്ടത്തിൽ അല്ലെങ്കിൽ പിന്നെ ഏതാ സാറേ? ഇസഡിന്റെ ഷേപ്പിലാ സാർ. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. നോൺ സൈക്ലിക്കിൽ എന്താ പ്രത്യേകത? ഇലക്ട്രോൺ ഇസഡിന്റെ ഷേപ്പിലാണ് പോവാ. ഇസഡിന്റെ ഷേപ്പിൽ പോകുന്നുണ്ട്, അതിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട് സെഡ് സ്കീം. നോൺ സൈക്ലിക് എന്ന് പരീക്ഷയ്ക്ക് വരണമെന്നില്ല, സെഡ് സ്കീമിനെ കുറിച്ച് പറയാനാ വരിക. ഏതാ സെഡ് സ്കീം? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ മക്കളെ സെഡ് സ്കീം. എന്താണ് സൈക്ലിക് നോൺ സൈക്ലിക് നമ്മളെ വ്യത്യാസം? സൈക്ലിക് നോൺ സൈക്ലിക് എന്തിന്റെ ടൈപ്പാ? ലൈറ്റ് റിയാക്ഷന്റെ 2 ടൈപ്പുകളാ. സൈക്ലിക് നടക്കാൻ ഫോട്ടോ സിസ്റ്റം 1 മാത്രം മതി. നോൺ സൈക്ലിക് നടക്കാനോ ഫോട്ടോ സിസ്റ്റം 1ഉം 2ഉം 2ന്റെയും ആവശ്യമുണ്ട്. സൈക്ലിക് എവിടെ വെച്ച് നടക്കുക? സ്റ്റോമലാമല്ല. നോൺ സൈക്ലിക് എവിടെ വെച്ച് നടക്കുക? തൈലക്കോഡിൽ വെച്ച് നടക്കുക. സൈക്ലിക് നടക്കുമ്പോൾ ഏത് എനർജി മാത്രമേ ഉണ്ടാകൂ? ATP മാത്രമേ ഉണ്ടാകൂ. നോൺ സൈക്ലിക്കിലോ ATPയും NADPH2 2 എനർജിയും ഉണ്ടാകും. നോൺ സൈക്ലിക്കില് വാട്ടർ സ്പ്ലിറ്റ് ആകാറില്ല എവിടെ? സൈക്ലിക്കില്. എന്നാൽ വാട്ടർ സ്പ്ലിറ്റ് ആകാറുണ്ട് എവിടെ? നോൺ സൈക്ലിക്കില്. സൈക്ലിക്ക് നോൺ സൈക്ലിക് നമ്മളെ വ്യത്യാസം പരീക്ഷയ്ക്ക് വരാറുണ്ട് മക്കളെ, എഴുതി വെക്കണം. ഇനി അടുത്ത വേണമെങ്കിൽ പറയാം. സൈക്ലിക്കിൽ എങ്ങനെ ഇലക്ട്രോൺ ഫ്ലോ സൈക്ലിക് മാനർ, വട്ടത്തിലാണ്. ഇവിടെയോ നോൺ സൈക്ലിക് മാനർ. ഏത് ഷേപ്പിലാ? സെഡിന്റെ ഷേപ്പിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? സെഡ് സ്കീം എന്ന് വിളിക്കും. അടുത്ത പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്,
ഇത് തൈലക്കോട്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലുള്ള ഒരു ഭാഗമാണ് തൈലക്കോട്. ഇത് ക്ലോറോപ്ലാസ്റ്റ് ഞാൻ തെറ്റിദ്ധരിക്കില്ല കേട്ടോ. ഇതാണ് ക്ലോറോപ്ലാസ്റ്റ്. അതിന്റെ ഉള്ളിലുള്ള ഒരു ഭാഗമാണ് ആര്? തൈലക്കോട്. ഈ തൈലക്കോടാണ് ഞാൻ വരച്ചേക്കുന്നത്, അല്ല ക്ലോറോപ്ലാസ്റ്റ് അല്ല. തൈലക്കോടിന്റെ ഉൾഭാഗത്തെ വിളിക്കുന്ന പേരെന്താ? ലൂമൻ എന്നാ വിളിക്കുക. പുറം ഭാഗത്തെ വിളിക്കുന്ന പേരെന്താ? സ്ട്രോമ എന്നാ വിളിക്കുക. സ്ട്രോമേന്റെ ഭാഗമാണ് പുറം ഭാഗം. തൈലക്കോടിന്റെ ഉൾഭാഗം ലൂമൻ, പുറം ഭാഗം സ്ട്രോമ. ഈ ലൂമനിൽ എന്ത് അടിഞ്ഞുകൂടാറുണ്ട്? ഈ ലൂമനിലെ പ്രോട്ടോണുകൾ പറഞ്ഞാൽ H+. ഈ ലൂമനിലെ H+ അടിഞ്ഞുകൂടാറുണ്ട്. കാരണങ്ങൾ എന്തൊക്കെ? പരീക്ഷയ്ക്ക് വരുന്നതാ. ലൂമന്റെ ഉള്ളിൽ H+ അടിഞ്ഞുകൂടാൻ കാരണങ്ങൾ എന്തൊക്കെ? ഒന്നാമത്തെ കാരണം എന്താ? ഈ ലൂമനിൽ വെച്ച് എന്ത് സ്പ്ലിറ്റ് ആകും? വാട്ടർ സ്പ്ലിറ്റ് ആകും. എന്തുണ്ടാകുന്നുണ്ട്? പ്രോട്ടോണുകൾ. അതവിടെ അടിഞ്ഞുകൂടും. അപ്പൊ ഒന്നാമത്തെ കാരണം എന്താ? ഡ്യൂ ടു വാട്ടർ സ്പ്ലിറ്റിംഗ്. ഒന്നാമത്തെ കാരണം വാട്ടർ സ്പ്ലിറ്റിംഗ് ആണ്. രണ്ടാമത്തെ കാരണം എന്താ അറിയാമോ? ഈ തൈലക്കോടിന്റെ മെമ്മറൈനിൽ ഒരാൾ ഇരിപ്പുണ്ട്. ഈ മെമ്മറയിൽ ഇരിക്കുന്ന ആളുടെ പേരാണ് PQ. PQ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് അറിയാം. എന്താ PQ എന്ന് പറഞ്ഞാൽ മക്കളെ? പ്ലാസ്റ്റോക്വിനോൺ എന്നാ വിളിക്കുക. എന്താ PQ വിളിക്കുന്ന പേര്? പ്ലാസ്റ്റോക്വിനോൺ. ഈ തൈലക്കോടിന്റെ മെമ്മറയിൽ ഇരിക്കുന്ന ആളാണ് ആര്? പ്ലാസ്റ്റോക്വിനോൺ. പ്ലാസ്റ്റോക്വിനോന്റെ പണി എന്താ? പുറത്ത് സ്ട്രോമയാണല്ലോ. ഈ സ്ട്രോമയിൽ നിന്ന് കുറെ H+ ഉണ്ട്. സ്ട്രോമയിൽ കുറെ H+ ഉണ്ട്. ഈ പ്ലാസ്റ്റോക്വിനോൺ ഈ സ്ട്രോമയിൽ നിന്ന് 2 H+ എടുത്തുകൊണ്ട് വന്ന് ഉള്ളിൽ കൊണ്ടുവന്നിടും. പ്ലാസ്റ്റോക്വിനോൺ 2 H+ ഉള്ളിൽ കൊണ്ടുവന്നിട്ടു. അടുത്തോട്ടം പ്ലാസ്റ്റോക്വിനോൺ 2 H+ ഉള്ളിൽ കൊണ്ടുവന്നിട്ടു. ഇങ്ങനെ പ്ലാസ്റ്റോക്വിനോൺ എപ്പോഴും സ്ട്രോമയിൽ നിന്ന് H+ ഉള്ളിൽ കൊണ്ടുവന്നിടും. അങ്ങനെ അത് കാരണം എന്തു പറ്റി? ഈ ഉൾഭാഗത്തെ ലൂമനിൽ H+ കൂടി. ലൂമനിൽ H+ കൂടെ 2 കാരണങ്ങൾ. ഒന്ന്, ലൂമന്റെ ഉള്ളിൽ വാട്ടർ മുറിയുന്നുണ്ട്, അങ്ങനെ H+ ഉണ്ടാകും. രണ്ടാമത്തെ എന്താ? പ്ലാസ്റ്റോക്വിനോൺ ഈ തൈലക്കോടിന്റെ മെമ്മറയിൽ ഇരിക്കുക. ഈ മെമ്മറയിൽ ഇരിക്കുന്ന പ്ലാസ്റ്റോക്വിനോൺ സ്ട്രോമയിൽ നിന്ന് 2 H+ എടുത്തുകൊണ്ട് വന്ന് ഉള്ളിൽ കൊണ്ടിടും. പ്ലാസ്റ്റോക്വിനോൺ ട്രാൻസ്പോർട്ട് 2 H+ ഫ്രം സ്ട്രോമ ടു ലൂമൻ. സ്ട്രോമയിൽ നിന്ന് 2 H+ ഉള്ളിൽ കൊണ്ടുവന്നിടും. അങ്ങനെ ലൂമന്റെ ഉള്ളിൽ എന്ത് കൂടി? പ്രോട്ടോണുകളുടെ അളവ് കൂടി. അടുത്തയാണ് മക്കളെ കാൽവിൻ സൈക്കിളിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെ? കാൽവിൻ സൈക്കിളിലെ സ്റ്റെപ്പുകൾ: ഒന്ന്, കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. കാൽവിൻ സൈക്കിൾ നടക്കണമെങ്കിൽ ഒരു എൻസൈം വേണം. ആ എൻസൈമിന്റെ പേര് റുബിസ്കോ. റുബിസ്കോന്റെ ഫുൾ നെയിം എന്താ? റുബിലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എന്നാ വിളിക്കുക. ഒരു കാൽവിൻ സൈക്കിൾ നടക്കണമെങ്കിൽ, ഒരു വട്ടം കാൽവിൻ സൈക്കിൾ നടക്കണമെങ്കിൽ 3 ATP വേണം, 2 NADPH വേണം. ഒരു വട്ടം കാൽവിൻ സൈക്കിളിലെ സ്റ്റെപ്പുകൾ ആലോചിക്കണം. NCERT ഒരു ഡയഗ്രാം ഉണ്ട്, അത് നോക്കി വെച്ചോ. കാൽവിൻ സൈക്കിൾ നടക്കണമെങ്കിൽ, ഒരു വട്ടം നടക്കണമെങ്കിൽ 3 ATP 2 NADPH വേണം മക്കളെ. പക്ഷെ എന്താ പ്രശ്നം? ഒരു വട്ടം ഒരു ഗ്ലൂക്കോസ് ഉണ്ടാക്കണമെങ്കിൽ ഒരു കാൽവിൻ സൈക്കിൾ നടന്നാൽ പോരാ, 6 കാൽവിൻ സൈക്കിൾ നടക്കണം. ഒരു കാൽവിൻ സൈക്കിൾ നടക്കാൻ 3 ATP 2 NADPH അല്ലേ മക്കളെ വേണ്ടേ? പക്ഷേ ഒരു ഗ്ലൂക്കോസ് ഉണ്ടാക്കണമെങ്കിൽ 6 കാൽവിൻ സൈക്കിൾ നടക്കണം. ഒരു ഗ്ലൂക്കോസ് ഉണ്ടാകാൻ ഒരു കാൽവിൻ സൈക്കിൾ അല്ല നടക്കേണ്ടത്. ഒരു ഗ്ലൂക്കോസ് ഉണ്ടാകാൻ 6 കാൽവിൻ സൈക്കിൾ നടക്കണം. 6 കാൽവിൻ സൈക്കിളിന് എത്ര എനർജി ചെലവാകും? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഒരു കാൽവിൻ സൈക്കിൾ നടക്കാൻ 3 ATP. അപ്പൊ 6 കാൽവിൻ സൈക്കിളിനോ 3 × 6 അപ്പൊ എത്ര വരിക? 18 ATP വേണം. ഒരു കാൽവിൻ സൈക്കിൾ നടക്കാൻ 2 NADPH. അപ്പൊ 6 കാൽവിൻ സൈക്കിൾ നടക്കാനോ 2 × 6 എത്ര വരിക? 12 NADPH വേണം. ഒരു കാൽവിൻ സൈക്കിളിന്റെ എനർജി ഓർത്ത് വെക്കണം. ഒരു ഗ്ലൂക്കോസ് ഉണ്ടാകണമെങ്കിൽ 6 കാൽവിൻ സൈക്കിൾ അടുപ്പിച്ച് നടക്കണം. അപ്പോൾ വേണ്ട എനർജിയും ഓർത്ത് വെക്കണം മക്കളെ. അടുത്ത വേറൊരു സൈക്കിളാണ് ഹാച്ച്-ചാൻസ്-ലാക്ക് പാത്വേ അല്ലെങ്കിൽ C4 സൈക്കിൾ എന്ന് വിളിക്കും. കാൽവിൻ സൈക്കിളിന്റെ വേറൊരു പേര് C3 സൈക്കിൾ. ഹാച്ച്-ചാൻസ്-ലാക്ക് പാത്വേന്റെ വേറൊരു പേരെന്താ? C4 സൈക്കിൾ. അതിൽ 5 സ്റ്റെപ്പുകൾ ഉണ്ട്. കാൽവിൻ സൈക്കിളിൽ 3 സ്റ്റെപ്പേ ഉള്ളൂ, എന്നാൽ ഇതിൽ 5 സ്റ്റെപ്പ് ഉണ്ട്. ഏതൊക്കെയാ? കാർബോക്സിലേഷൻ അല്ലെങ്കിൽ ഫിക്സേഷൻ എന്നാ വിളിക്കുക. രണ്ടാമത്തെ ട്രാൻസ്പോർട്ട്, മൂന്നാമത്തെ ഡീകാർബോക്സിലേഷൻ, നാലാമത്തെ ട്രാൻസ്പോർട്ട്, അഞ്ചാമത്തെ റീജനറേഷൻ. ഇത് 5 മക്കളെ ഹാച്ചും സ്ലാക്കും കണ്ടുപിടിച്ച ഹാച്ച്-ചാൻസ്-ലാക്ക് പാത്വേന്റെ സ്റ്റെപ്പുകൾ. ഹാച്ച്-ചാൻസ്-ലാക്ക് പാത്വേന്റെ വേറൊരു പേരെന്താ? C4 സൈക്കിളാ. കാൽവിൻ സൈക്കിൾ മെൽവിൻ കാൽവിൻ കണ്ടുപിടിച്ചതാ കാൽവിൻ സൈക്കിൾ. അതിന്റെ വേറെ പേരെന്താ? C3 സൈക്കിൾ എന്നാ വിളിക്കുക. ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ, ഇതൊന്ന് ഓർത്ത് വെക്കണേ. ചില പ്ലാന്റ്സ് എടുത്താൽ ആ പ്ലാന്റ്സിലെ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതു മാത്രമേ ഉള്ളൂ? കാൽവിൻ സൈക്കിൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള പ്ലാന്റിന്റെ പേരാ C3 പ്ലാന്റ്. ചില പ്ലാന്റ്സിന്റെ ഡാർക്ക് റിയാക്ഷനിൽ എന്തു മാത്രമേ ഉള്ളൂ? കാൽവിൻ സൈക്കിൾ മാത്രമേ ഉള്ളൂ. എങ്കിൽ ആ പ്ലാന്റ് C3 പ്ലാന്റ്സാ. എന്നാൽ വേറെ ചില പ്ലാന്റ്സ് ഉണ്ട്, ആ പ്ലാന്റ്സിന്റെ ഡാർക്ക് റിയാക്ഷനിൽ കാൽവിൻ സൈക്കിളും ഉണ്ട്, ഹാച്ച്-ചാൻസ്-ലാക്ക് പാത്വേ ഉണ്ട്, C3 സൈക്കിളും ഉണ്ട്, C4 സൈക്കിളും ഉണ്ട്. രണ്ടും വരുന്നെങ്കിൽ, 2 സൈക്കിളും വരുന്നെങ്കിൽ ആ പ്ലാന്റ്സിന്റെ പേര് C4 പ്ലാന്റ്സ്. ചില പ്ലാന്റ്സിന്റെ ഡാർക്ക് റിയാക്ഷനിൽ കാൽവിൻ സൈക്കിൾ മാത്രമേ ഉള്ളൂ, അതാണ് C3 പ്ലാന്റ്. വേറെ ചില പ്ലാന്റ്സിന്റെ ഡാർക്ക് റിയാക്ഷനിൽ കാൽവിൻ സൈക്കിളും ഹാച്ച്-ചാൻസ്-ലാക്ക് പാത്വേയും രണ്ടുമുണ്ട്, എങ്കിൽ അത് C4 പ്ലാന്റ്സ്.
C3 C4 കണ്ടുപിടിക്കാനുള്ള മനസ്സിലായോ? അപ്പൊ ഇത് എന്തു മനസ്സിലായി സാറേ? C3 പ്ലാന്റ്സിലും കാൽവിൻ സൈക്കിൾ നടക്കും, C4 പ്ലാന്റ്സിലും എന്ത് നടക്കും? കാൽവിൻ സൈക്കിൾ നടക്കും. രണ്ട് പ്ലാന്റിലും ആര് നടക്കും? കാൽവിൻ സൈക്കിൾ നടക്കും. കാൽവിൻ സൈക്കിള് C3 പ്ലാന്റിലും C4 പ്ലാന്റിലും രണ്ട് പ്ലാന്റിലും നടക്കും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. C3 പ്ലാന്റിൽ കാൽവിൻ സൈക്കിൾ നടക്കുന്നത് ഏത് സെല്ലിൽ വെച്ചാ? മീസോഫിൽ സെല്ലിൽ വെച്ചാ. C4 പ്ലാന്റിൽ കാൽവിൻ സൈക്കിൾ നടക്കുന്നത് ഏത് സെല്ലിൽ വെച്ചാ? ബണ്ടിൽ ഷീത്ത് സെല്ലിൽ വെച്ചാ. C3 പ്ലാന്റിൽ കാൽവിൻ സൈക്കിൾ നടക്കുന്ന മീസോഫിൽ സെല്ലിൽ വെച്ച്, C4 പ്ലാന്റിൽ കാൽവിൻ സൈക്കിൾ നടക്കുന്നത് ബണ്ടിൽ ഷീത്ത് സെല്ലിൽ വെച്ചാ. അടുത്ത മക്കളെ ഫോട്ടോ റെസ്പിറേഷൻ. ഫോട്ടോ റെസ്പിറേഷൻ എന്താ? C3 പ്ലാന്റിൽ മാത്രം മെയിൻ ആയിട്ട് കാണും. C3 പ്ലാന്റിലെ മെയിൻ ആയിട്ട് കാണുക. C4 പ്ലാന്റിൽ അങ്ങനെ മെയിൻ ആയിട്ട് കാണാറില്ല. കാരണം എന്താ? C4 പ്ലാന്റ്സിൽ ക്രാൻസ് അനാട്ടമി ഉള്ളത് കൊണ്ടാ. പരീക്ഷയ്ക്ക് വരും ഫോട്ടോ റെസ്പിറേഷൻ എന്തുകൊണ്ട് C4 പ്ലാന്റിൽ കാണുന്നില്ല? എന്തുകൊണ്ടാ? ക്രാൻസ് അനാട്ടമി ഉള്ളത് കൊണ്ടാണ് കാണാത്തത്. എന്താ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ? RUBP എന്ന് പറഞ്ഞാൽ എന്താ? റുബുലോസ് ബിസ്ഫോസ്ഫേറ്റ്. RUBP കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് പ്രവർത്തിക്കാതെ പകരം ഓക്സിജനുമായിട്ട് ചേരും, കമ്പൈൻ ചെയ്യും. ഏത് എൻസൈമാ സഹായിക്കുക? റുബിസ്കോ. കാൽവിൻ സൈക്കിളിലും ഈ എൻസൈം വേണം, ഫോട്ടോ റെസ്പിറേഷനിലും ഈ എൻസൈം വേണം. രണ്ടിടത്തും വരുന്ന ഒരേ എൻസൈം റുബിസ്കോ പരീക്ഷയ്ക്ക് വരും. വിച്ച് എൻസൈം is common in Calvin cycle and photo respiration? എന്താ വിളിക്കുക? റുബിസ്കോ. ഹാച്ച്-ഹാൻസ്-ലാക്ക് പാത്വേയിലെ എൻസൈമിന്റെ പേരുണ്ട്. ഹാച്ച്-ഹാൻസ്-ലാക്ക് പാത്വേയിലെ എൻസൈമിന്റെ പേരാണ് മക്കളെ പെപ്കേസ്. ഹാച്ച്-ഹാൻസ്-ലാക്ക് പാത്വേയിലെ എൻസൈമിന്റെ പേരെന്താ? പെപ്കേസ് എന്ന മക്കളെ നമ്മൾ വിളിക്കുക. അടുത്ത് നോക്ക്. RUBP ഓക്സിജനുമായിട്ട് ചേരും, റുബിസ്കോ സഹായിക്കും. എന്നിട്ട് എന്താ ഉണ്ടാകുക? 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡും 2-ഫോസ്ഫോഗ്ലൈക്കോലേറ്റും. ഇത് നടക്കുമ്പോൾ, ഫോട്ടോ റെസ്പിറേഷൻ നടക്കുമ്പോൾ എനർജി ആയ ATP ഉണ്ടാകില്ല, ഫുഡായ ഷുഗർ ഉണ്ടാകില്ല. എനർജി ആയ ATPയോ ഫുഡായ ഷുഗറോ ഒന്നും ഉണ്ടാകില്ല. ഒന്നും ഉണ്ടാകാത്ത കാരണം ഫോട്ടോ റെസ്പിറേഷൻ നമ്മൾ എന്താ വിളിക്കുക? വേസ്റ്റ് പ്രോസസ് എന്നാ വിളിക്കുക. കാരണം ATP ഉണ്ടാകുന്നില്ല, ഷുഗർ ഉണ്ടാകുന്നില്ല, എനർജി ഇല്ല, ഫുഡും ഇല്ല. പിന്നെ അത് വേസ്റ്റ് അല്ലേ? എന്താ നടത്തിയിട്ട് കാര്യം? വേസ്റ്റ് പ്രോസസ് എന്നാ വിളിക്കുക. അടുത്ത ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്. ഇന്റേണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെ? നമ്പർ ഓഫ് മീസോഫിൽ സെൽ, എമൗണ്ട് ഓഫ് ക്ലോറോഫിൽ, നമ്പർ ഓഫ് സൊമാറ്റ, പൊസിഷൻ ഓഫ് ലീഫ്. ഇതൊക്കെ എന്താ? ഇന്റേണൽ ഫാക്ടറാ. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കിട്ടേണ്ട ഫാക്ടർ ഏതൊക്കെയാ? ലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, ടെമ്പറേച്ചർ, വാട്ടർ. ഇതാണ് എക്സ്റ്റേണൽ ഫാക്ടറുകൾ. ഏത് ഫാക്ടർ ആണോ, കേട്ടോ ഞാൻ പറഞ്ഞ കേട്ടോ, ഏത് ഫാക്ടർ ആണോ പ്ലാന്റിൽ കുറവ് കിട്ടുന്നത് ആ ഫാക്ടറിന്റെ പേരാണ് മക്കളെ എന്ത്? ലിമിറ്റിംഗ് ഫാക്ടർ. ഏത് ഫാക്ടർ ആണോ പ്ലാന്റിൽ കുറവുള്ളത് അതിന്റെ പേരാ ലിമിറ്റിംഗ് ഫാക്ടർ. ഇതൊന്ന് ഓർത്ത് വെച്ചോ. ഫോട്ടോസിന്തസിന്റെ റേറ്റ് എന്ന് പറയാൻ എന്താ? സ്പീഡ്. ഫോട്ടോസിന്തസിന്റെ സ്പീഡ് വിൽ ഡിപ്പെൻഡ്സ് ഓൺ ലിമിറ്റിംഗ് ഫാക്ടർ. ഏറ്റവും കുറവുള്ളവൻ ആരാ? ലിമിറ്റിംഗ് ഫാക്ടറാ. ലിമിറ്റിംഗ് ഫാക്ടറിനെ ആയിരിക്കും ഫോട്ടോസിന്തസിന്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുക. ഇതിനെ വിളിക്കുന്ന പേരാ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. എന്താ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്? ഫോട്ടോസിന്തസിന്റെ റേറ്റ്, സ്പീഡ് ആരെയാ ഡിപ്പെൻഡ് ചെയ്യുക? കുറവുള്ള ഫാക്ടറിനെ. ഫോട്ടോസിന്തസിന്റെ സ്പീഡ് വിൽ ഡിപ്പെൻഡ് ഓൺ ലിമിറ്റിംഗ് ഫാക്ടർ. കുറവുള്ള ഫാക്ടറിനെ ആയിരിക്കും ഫോട്ടോസിന്തസിന്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുക. ഇതിനെ വിളിക്കുന്ന പേരാ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. ഇത് കണ്ടുപിടിച്ചതാരാ മക്കളെ? ബ്ലാക്ക്മാൻ. ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരെന്താ? ബ്ലാക്ക്മാൻ എന്നാ വിളിക്കുക. ബ്ലാക്ക്മാന്റെ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ ചോദിക്കും. എന്താ? റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് വിൽ ഡിപ്പെൻഡ്സ് ഓൺ ലിമിറ്റിംഗ് ഫാക്ടർ. ലിമിറ്റിംഗ് ഫാക്ടറിനെ ആശ്രയിച്ചിട്ടായിരിക്കും പ്ലാന്റിലെ ഫോട്ടോസിന്തസിന്റെ സ്പീഡ് നിർണ്ണയിക്കപ്പെടുക, മാറുക. ഓക്കെ. ഇനി അടുത്തതാ മക്കളെ സെൽ സൈക്കിൾ. കുഞ്ഞു ചാപ്റ്റർ. സെൽ സൈക്കിൾ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാ. ഏത് സെല്ല് ഡിവൈഡ് ചെയ്യണമെങ്കിലും രണ്ട് ഫേസിൽ കൂടെ കയറണം മക്കളെ. ഒന്നാമത്തത് ഇന്റർഫേസ്, രണ്ടാമത്തത് എം ഫേസ്. ഇന്റർഫേസിനെയാണ് പ്രിപ്പറേറ്ററി ഫേസ് എന്ന് വിളിക്കുക, എം ഫേസിനെയാണ് ഡിവൈഡിങ് ഫേസ് എന്ന് വിളിക്കുക. ഇന്റർഫേസ് മൂന്നായി തിരിക്കാം. G1, S, G2. ഗ്യാപ്പ് 1 ഫേസ്, സിന്തസിസ് ഫേസ്, ഗ്യാപ്പ് 2 ഫേസ്. ഇനി ഇതല്ലാതെ വേറൊരു ഫേസ് ഉണ്ട്, G0 ഫേസ് അല്ലെങ്കിൽ ക്യൂസെന്റ് ഫേസ് എന്ന് വിളിക്കുക. ആ ഫേസിൽ സെല്ലിന് എന്താ? മെറ്റബോളിക്കലി സെൽ ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ ഗ്രോത്ത് കാണില്ല. ഇനാക്റ്റീവ് ആയിട്ട് സെൽ ഇരിക്കുന്ന ഫേസ് ആണ് ഇത് G0 ഫേസ്. G1 ഫേസിൽ എന്താ സംഭവിക്കുക? സെൽ ഗ്രോത്ത് ഉണ്ടാകും, മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും. S ഫേസിൽ എന്താ സംഭവിക്കുക? DNA റെപ്ലിക്കേഷൻ. G2 റൈബോസോമുകളും RNAകളും പ്രോട്ടീനുകളൊക്കെ ഉണ്ടാക്കുന്ന എവിടാ? G2 ഫേസിലാ. DNA റെപ്ലിക്കേഷൻ നടക്കുന്ന ഫേസ് ഏതാ? എസ് ഫേസാ. എം ഫേസ് രണ്ടായി തിരിക്കാം. കാരിയോഗൈനസിസ്, സൈറ്റോഗൈനസിസ്. കാരിയോഗൈനസിസ് വീണ്ടും നാലായി തിരിക്കാം. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്.
പ്രോഫേസ് രണ്ടുണ്ട്, എർലി പ്രോഫേസ് ഉണ്ട്, ലേറ്റ് പ്രോഫേസ് ഉണ്ട്. മെറ്റാഫേസിലാണ് ക്രോമസോം സെൻട്രലിലേക്ക് വരിക. കണ്ടോ, ക്രോമസോം സെൻട്രലിലേക്ക് വരുന്ന ഒരു ഫേസ് തന്നാൽ അത് മെറ്റാഫേസാ. അനാഫേസിൽ എന്താ പറ്റുക? ഓരോ ക്രോമസോമുകളും സ്പ്ലിറ്റ് ആകും, നടുക്ക് വെച്ച് സ്പ്ലിറ്റ് ആകും, എന്നിട്ട് ഓരോ കഷ്ണങ്ങൾ ഓരോ എൻഡിലേക്ക് പോകും. ക്രോമസോം നടുക്ക് വെച്ച് സ്പ്ലിറ്റ് ആകും, ഓരോ കഷ്ണങ്ങൾ ഓരോ എൻഡിലേക്ക് പോകും. ഒരു ക്രോമസോം നടുക്ക് വെച്ച് മുറിഞ്ഞ് രണ്ട് കഷ്ണങ്ങളാകും, രണ്ട് കഷ്ണങ്ങൾ രണ്ട് അറ്റത്തേക്ക് പോകുന്ന ഒരു ഫിഗർ തന്നാൽ അത് അനാഫേസാ മക്കളെ. പിന്നെ ടീലോഫേസ്. ഇത് നാലും ചേർന്നാൽ കാരിയോഗെനിസിസ് ആയി. കാരിയോഗെനിസിസും സൈറ്റോഗെനിസിസും ചേർന്നാൽ എന്തായി? എംഫേസ് ആയി. ഇന്റർഫേസ് G1 G2 തിരിക്കാം, എംഫേസ് കാരിയോഗെനിസിസ് എന്നും സൈറ്റോഗെനിസിസും തിരിക്കാം. കാരിയോഗെനിസിസ് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, സീലോഫേസ്. ക്രോമസോം നടുക്കുണ്ടെങ്കിൽ മെറ്റാഫേസ്, ക്രോമസോം പൊട്ടി രണ്ടറ്റത്തേക്ക് പോയാൽ അനാഫേസ്. സൈറ്റോഗെനിസിസ് രണ്ട് ടൈപ്പ് ഉണ്ട്. പ്ലാന്റ് സെല്ലിൽ എങ്ങനെ സൈറ്റോഗെനിസിസ് നടക്കുക? സെൽ പ്ലേറ്റ് ഉണ്ടായിട്ടാ. സെല്ലിന്റെ നടുക്ക് സെൽ പ്ലേറ്റ് ഉണ്ടാകും. ഇതാണ് സെൽ എന്നിരിക്കട്ടെ, ഇതാണ് ഒരു പ്ലാന്റ് സെൽ എന്നിരിക്കട്ടെ. നടുക്കൊരു സ്ട്രക്ചർ ഉണ്ടാകും. നടുക്കുണ്ടാകുന്ന സ്ട്രക്ചറിന്റെ പേരാണ് സെൽ പ്ലേറ്റ്. സെൽ പ്ലേറ്റ് ഉണ്ടായാലോ സെല്ല് രണ്ടായിട്ട് മാറും. അതാണ് സൈറ്റോഗെനിസിസ്. ഒരു സെല്ല് രണ്ടായിട്ട് മാറുന്നതാ സൈറ്റോഗെനിസിസ്. പ്ലാന്റ് സെല്ലിൽ സൈറ്റോഗെനിസിസ് എങ്ങനെ നടക്കുക? നടുക്ക് സെൽ പ്ലേറ്റ് ഉണ്ടായിട്ടാ. ആനിമൽ സെല്ലിൽ എങ്ങനെ സൈറ്റോഗെനിസിസ് നടക്കുക? സെൽ മെമ്മറി രണ്ടറ്റത്തേന്ന് കുഴിയും, രണ്ടറ്റത്തുനിന്ന് കുഴികളാകും. കുഴിന്റെ പേരാണ് ഫറോ. കുഴികൾ ഉണ്ടാകുന്നതിന്റെ പേരെന്താ? ഫറോ ഉണ്ടാകും. ഈ ഫറോ ഇവിടുന്ന് ഒരു ഫറോ, ഇവിടുന്ന് ഒരു ഫറോ, അങ്ങനെ ഫറോ നടുക്ക് വെച്ച് മീറ്റ് ചെയ്യും. മീറ്റ് ചെയ്യുമ്പോൾ ഇതൊരു സെല്ലായി, ഇത് വേറെ സെല്ലായി. ഫറോ ഉണ്ടായിട്ടാണ്. എവിടെ ഫറോ ഉണ്ടാകുക? സെൽ മെമ്മറിയിൽ രണ്ടറ്റത്തുനിന്ന് ഫറോ ഉണ്ടാകും. ഫറോ നടുക്ക് വെച്ച് മീറ്റ് ചെയ്യും, അപ്പൊ രണ്ട് സെല്ലായി മാറും. സെൽ പ്ലേറ്റ് ഉണ്ടായിട്ടാണ് പ്ലാന്റ് സെല്ലിൽ സൈറ്റോഗെനിസിസ് നടക്കുക. സെൽ മെമ്മറിയിൽ കുഴികൾ ഉണ്ടായിട്ടാണ് ആനിമൽ സെല്ലിൽ സൈറ്റോഗെനിസിസ് നടക്കുക. മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? പ്രാധാന്യം എന്താ? സെൽ ഗ്രോത്ത് നടക്കാന്, സെല്ല് റിപ്പയർ, സെല്ലിന് എന്തെങ്കിലും കേടുപാട് പറ്റിയാൽ അത് റിപ്പയർ ചെയ്യാന്. പിന്നെന്താ? ന്യൂക്ലിയസിന്റെ സൈസും സൈറ്റോപ്ലാസത്തിന്റെ സൈസും നമ്മൾ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാം. അതാണ് ന്യൂക്ലിയോ സൈറ്റോപ്ലാസം റേഷ്യോ. ന്യൂക്ലിയസിന്റെ സൈസ് ബൈ സൈറ്റോപ്ലാസത്തിന്റെ സൈസിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോ സൈറ്റോപ്ലാസം റേഷ്യോ. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാ? മൈറ്റോസിസ്. സെൽ ഗ്രോത്ത്, സെൽ റിപ്പയർ, മെയിൻറ്റെയിൻ ന്യൂക്ലിയോ സൈറ്റോപ്ലാസം റേഷ്യോ. മൈറ്റോസിസിനെ എപ്പോഴും ചോദിക്കില്ലേ, പക്ഷെ എന്തിന്റെയും വരാം, മിയോസിസിന്റെയും വരാം. മിയോസിസിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? പ്രൊഡ്യൂസ് ഗമേറ്റ്, ബീജങ്ങൾ ഉണ്ടാക്കുന്നു. മെയിലാണെങ്കിൽ സ്പേം, ഫീമെയിൽ ആണെങ്കിൽ എഗ്. ബീജങ്ങൾ, ഒരു ജീവിയിൽ ബീജങ്ങൾ ഉണ്ടാക്കുന്ന ആരാ? ഗമേറ്റ് ഉണ്ടാക്കുന്ന ആരാ? മിയോസിസ്. മിയോസിസ് നടന്നാലേ ഗമേറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അടുത്തെന്താ? പ്രൊഡ്യൂസ് വേരിയേഷൻ. വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. ഞാൻ എൻ്റെ അച്ഛനെ പോലാണോ കറക്റ്റ് കാണാൻ? അല്ല, ഞാൻ എൻ്റെ അച്ഛൻ നിന്ന് കുറെ വ്യത്യാസങ്ങളുണ്ട്, എനിക്ക് വേരിയേഷൻ ഉണ്ട്. എനിക്ക് എൻ്റെ അമ്മേനെ പോലാണോ ഞാൻ കറക്റ്റ് കാണാൻ? അല്ല, എൻ്റെ അമ്മേനില്ലാത്ത കുറെ പ്രോപ്പർട്ടി എനിക്കുണ്ട്, അമ്മയിൽ ഉണ്ടായിരുന്ന പഠിത്തം എനിക്ക് കിട്ടിയിട്ടുമില്ല. വ്യത്യാസങ്ങളുണ്ട്, ഓരോ കുട്ടികൾക്കും വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ കാരണം എന്താ? കുട്ടികളിൽ പേരൻസിലുള്ള പലതും കുട്ടികളിലില്ല, എന്നാൽ പേരൻസിൽ ഇല്ലാത്ത പലതും കുട്ടികളിലുണ്ട്. ഈ വ്യത്യാസം വരുത്താൻ കാരണം ആരാ? മിയോസിസ് മക്കളെ. പ്രൊഡ്യൂസ് വേരിയേഷൻ, വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. അടുത്ത മക്കളെ, മൈറ്റോസിസ് എന്താ? മൈറ്റോസിസിൽ ഒരു സെല്ല് രണ്ടായിട്ടാ മാറുക. മിയോസിസിൽ ഒരു സെല്ല് നാലായിട്ട് മാറും. മൈറ്റോസിസിന്റെ പ്രത്യേകത എന്താ? ഒരു സെല്ല് രണ്ടായിട്ട് മാറി എന്നിരിക്കട്ടെ, ഇവന്റെ ക്രോമസോം നമ്പർ 46 ആണെങ്കിൽ ഈ രണ്ട് കുട്ടികൾക്കും എത്ര തന്നെ? 46 തന്നെ. ക്രോമസോം നമ്പർ മാറില്ല. പേരന്റ് സെല്ല് 46 ആണെങ്കിൽ ഡോക്ടർ സെൽ, ഡോക്ടർ പറഞ്ഞ കുട്ടികൾ, കുട്ടി സെല്ലുകൾക്ക് 46 തന്നെ. ക്രോമസോം നമ്പർ മാറാത്ത കാരണം അവനെ നമ്മൾ എന്താ വിളിക്കുക? ഇക്വേഷണൽ ഡിവിഷൻ. ക്രോമസോം നമ്പർ മാറാത്ത കാരണം മൈറ്റോസിസിനെ വിളിക്കുന്ന പേരാ ഇക്വേഷൻ ഡിവിഷൻ. മിയോസിസിൽ എന്താ? ഒരു സെല്ല് നാലായിട്ടാ മാറുക. പക്ഷെ വ്യത്യാസമുണ്ട്. ഇവന്റെ ക്രോമസോം നമ്പർ 46 ആണെങ്കിൽ ഈ കുട്ടികളിൽ ഓരോ ആൾക്കാർക്കും എത്രയേ ഉള്ളൂ? അതിന്റെ പകുതിയെ കാണുള്ളൂ, 23 കാണുള്ളൂ. 46 ആണെങ്കിൽ രണ്ടുപേർക്ക് 46 ഈക്വൽ ആയിരിക്കും. ഇവിടെ അങ്ങനല്ല, ഇവിടെ 46 ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ കാണുക. ക്രോമസോം നമ്പർ പകുതിയായിട്ട് മാറും. ക്രോമസോം നമ്പർ പകുതിയാവുന്നതുകൊണ്ട്, ക്രോമസോം നമ്പർ കുറയുന്നത് കൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡക്ഷണൽ ഡിവിഷൻ. എന്താ? റിഡക്ഷണൽ ഡിവിഷൻ. മൈറ്റോസിസിന്റെ വേറൊരു പേര് ഇക്വേഷണൽ ഡിവിഷൻ, മിയോസിസിന്റെ വേറൊരു പേര് റിഡക്ഷണൽ ഡിവിഷൻ. മിയോസിസ് രണ്ടായി തിരിക്കാം. ആദ്യം നടക്കുന്നത് മിയോസിസ് 1, പിന്നെ നടക്കുന്ന മിയോസിസ് 2. മിയോസിസ് 2 എന്തിനെ പോലെ തന്നെ നടക്കുക? മൈറ്റോസിസിനെ പോലെ തന്നെ മക്കളെ നടക്കുക. മൈറ്റോസിസ് ബോഡിയിൽ എപ്പോഴും നടക്കാറുണ്ട്, മിയോസിസ് അങ്ങനെ എപ്പോഴും നടക്കാറില്ല. മിയോസിസ് ഒരു സ്പെഷ്യൽ ഡിവിഷനാണ്.
മിയോസിസ് 1 2 എന്തിനെ പോലെ തന്നെ നടക്കുക, മൈറ്റോസിസിനെ പോലെ തന്നെ നടക്കുക. മിയോസിസ് 1 വീണ്ടും രണ്ടായി തിരിക്കാം, കാരിയോഗെനസിസ് 1 സൈറ്റോഗെനസിസ് 1. മിയോസിസ് 2 രണ്ടായി തിരിക്കാം, കാരിയോഗെനസിസ് 2 സൈറ്റോഗെനസിസ് 2. കാരിയോഗെനസിസ് 1 വീണ്ടും നാലായി തിരിക്കാം, പ്രൊഫേസ് 1 മെറ്റാഫേസ് 1 അനാഫേസ് 1 ടീലോഫേസ് 1. കാരിയോഗെനസിസ് 2 നാലായി തിരിക്കാം, പ്രൊഫേസ് 2 മെറ്റാഫേസ് 2 അനാഫേസ് 2 ടീലോഫേസ് 2. പ്രൊഫേസ് 1 വീണ്ടും നാലായി തിരിക്കാം, ഏതാ, ലിസിപാഡി ഡൈലാമോ ഡൈലാമോ ഡൈലാ ഡൈലാ ഡൈലാമോ, ലെപ്റ്റോട്ടീൻ സൈഗോട്ടീൻ പാക്കറ്റീൻ ഡിപ്ലോട്ടീൻ ഡയാകൈനസിസ്. ഇത് 5-6 സ്റ്റേജാ, പ്രോഫേസ് 1 സ്റ്റേജാ. സൈഗോട്ടിയിലെ മക്കളെ ക്രോമസോം പെയർ ആകുക, അതിന്റെ പേരാ സിനാപ്സിസ്. അത് മാത്രമല്ല സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എവിടെ കാണുക, സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഉണ്ടാകുന്നതും എവിടെ തന്നെ, സൈഗോട്ടീൻ. സൈഗോട്ടീനിലെ സിനാപ്സിസ് നടക്കുക, സിനാപ്റ്റോണിമൽ കോംപ്ലക്സും ഫോം ചെയ്യുക. പാക്കറ്റിൽ നടക്കുന്നതാണ് മെയിൻ സാധനം, ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവറിന്റെ വേറൊരു പേരും കൂടെ പഠിച്ചു വെച്ചോ, റീകോമ്പിനേഷൻ. ക്രോസിംഗ് ഓവറിന്റെ വേറൊരു പേരെന്താ, റീകോമ്പിനേഷൻ. ഈ ക്രോസിംഗ് ഓവറിനെ സഹായിക്കുന്ന എൻസൈമിന്റെ പേരും കൂടെ ഓർത്ത് വെച്ചോ. ക്രോസിംഗ് ഓവറിനെ സഹായിക്കുന്ന എൻസൈമിന്റെ പേരാ മക്കളെ റീകോമ്പിനേസ്. എന്താ വിളിക്കുക, പറ, റീകോമ്പിനേസ് എന്നാ വിളിക്കുക. ഡിപ്ലോട്ടീനിൽ കയാസ്മേറ്റ് ഉണ്ടാകും, ഫോർമേഷൻ നടക്കും. ഡയാകൈനസിസിലോ ആ കയാസ്മേറ്റ് ഇല്ലാതെയാകും. ഇല്ലാതാകുന്നതിന്റെ പേര് ടെർമിനലൈസേഷൻ. സിനാപ്സിസ് സൈഗോട്ടീൻ, സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഉണ്ടാകുന്നതും സൈഗോട്ടീൻ. ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ റീകോമ്പിനേഷൻ പാക്കറ്റീൻ, അതിന് സഹായിക്കുന്ന എൻസൈം റീകോമ്പിനേസ്. ഡിപ്ലോട്ടീനിൽ കയാസ്മേറ്റ് ഉണ്ടാകും, ഡയാകൈനസിസ് കയാസ്മേറ്റ് ഇല്ലാതെയാകും. ഇല്ലാതാകുന്നതിന്റെ പേര് ടെർമിനലൈസേഷൻ. മിയോസിസ് 1 2 ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് ഉണ്ട്. മിയോസിസ് 1 കഴിഞ്ഞാൽ ഉടനെ മിയോസിസ് 2 നടക്കില്ല. 1 ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, 1 2 ഇടയ്ക്ക്. മിയോസിസ് 1 2 ഇടയ്ക്കുള്ള ഇന്റർവെൽ അല്ലെങ്കിൽ ആ ഗ്യാപ്പിന്റെ പേരെന്താ, ഇന്റർകൈനസിസ്. 1 മാർക്കിന് ചോദിക്കും, what is the name of interval between meiosis 1 and meiosis 2? meiosis 1 2 ഇടയ്ക്കുള്ള ഇന്റർവെല്ലിന്റെ പേരെന്താ, ഇന്റർകൈനസിസ് എന്നാ സാറേ വിളിക്കുക, ഇന്റർകൈനസിസ് എന്നാ വിളിക്കുക. ഇത്രയാണ് സെൽ സൈക്കിൾ പഠിക്കാനുള്ള. അടുത്ത സെൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ആദ്യത്തെ ചോദ്യം, സെൽ തിയറി എന്താ? സെൽ തിയറി 2 പോയിന്റുകളുണ്ട്. എന്നെന്താ, ഒന്നാമത്തെ, ഓൾ ഓർഗാനിസം ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ. ഓൾ ഓർഗാനിസം അല്ല, ഓൾ ലിവിംഗ് ഓർഗാനിസം ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ. എല്ലാ ജീവനുള്ള ആൾക്കാരും സെല്ല് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. ആ പോയിന്റ് കണ്ടുപിടിച്ചത് ആരൊക്കെയാ, സ്ലീഡനും ഷ്വാനും കൂടാ. രണ്ടാമത്തെ പോയിന്റ്, ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. പുതിയ സെൽ ഉണ്ടാകുന്നത് പഴയ സെല്ലിൽ നിന്നാണ്. പുതിയ സെല്ലുകൾ എവിടെ നിന്നുണ്ടാകുക, പഴയ സെല്ലുകൾ. പഴയ സെല്ലുകൾ വിളിക്കുന്ന പേരാ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഓൾ ഓർഗാനിസം ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ, കണ്ടുപിടിച്ചത് സ്ലീഡനും ഷ്വാനുമാ. പുതിയ സെൽ ഉണ്ടാകുന്നത് പഴയ സെല്ലിൽ നിന്നാ, കണ്ടുപിടിച്ചത് ആരാ, റുഡോൾഫ് റിഷോ. ഈ രണ്ടാമത്തെ പോയിന്റിനെ ലാറ്റിനിൽ വിളിക്കുന്ന പേരാണ് ഏത്, ഒമ്നിസെല്ലുല ഈ സെല്ലുല. പരീക്ഷയ്ക്ക് ചോദിക്കും, ഒമ്നിസെല്ലുല ഈ സെല്ലുല എന്ന് പറഞ്ഞാൽ എന്താ. ഈ രണ്ടാമത്തെ പോയിന്റ് തന്നെ എന്താ, പുതിയ സെല്ല് പഴയ സെല്ലിൽ നിന്ന് ഉണ്ടാകുക, കണ്ടുപിടിച്ചത് റുഡോൾഫ് റിഷോയാ മക്കളെ. സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന അവയവങ്ങൾ, നമ്മുടെ ഉള്ളിൽ അവയവമുണ്ട്, ലിവർ, പാങ്ക്രിയാസ്, സ്റ്റൊമക്ക്, അതൊക്കെ അവയവമാണ്. അതുപോലെ സെല്ലിനും അവയവങ്ങളുണ്ട്. സെല്ലിന്റെ ഓർഗൻസിന്റെ പേരാ സെൽ ഓർഗണൽ. ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലം, ഗോൾജി അപ്പാരറ്റസ്, ലൈസോസോം, വാക്യൂൾ, മൈക്രോബോഡി, റൈബോസോം, സെൻട്രോസോം. ഈ 10 പേരും എന്താ, ഓർഗണല. ആദ്യത്തെ 3 പേരുണ്ടല്ലോ, ഇവർക്ക് എത്ര മെമ്പറൈൻ ഉണ്ട്, 2 മെമ്പറൈൻ ഉണ്ട്. 2 മെമ്പറൈൻ ഉള്ള 3 സെൽ ഓർഗണൽ ഉണ്ട്. ഈ 5 പേർക്കും എത്ര മെമ്പറൈനേ ഉള്ളൂ, 1 മെമ്പറൈൻ കൊണ്ടാ കവർ ചെയ്തേക്കണേ. ഈ 2 പേരും ഒരു മെമ്പറൈൻ വെച്ച് കവർ ചെയ്യാത്തവരാ. 3 പേര് 2 മെമ്പറൈൻ വെച്ച് പൊതിഞ്ഞവരാ. ഈ 5 പേര് 1 മെമ്പറൈൻ വെച്ച് പൊതിഞ്ഞവരാ. 1 മെമ്പറൈൻ വെച്ച് പൊതിയാത്തവരാരാ, റൈബോസോമും സെൻട്രോസോമും മക്കളെ. ബാക്ടീരിയ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കണം. ബാക്ടീരിയക്ക് 3 കവറിംഗ് ഉണ്ട്. ഏറ്റവും പുറത്തത് ഗ്ലൈക്കോകാലിക്സ്, നടുക്കുള്ളത് സെൽ വോൾ, ഏറ്റവും ഉള്ളിലുള്ളതാണ് സെൽ മെമ്പറൈൻ. ഈ 3 ലെയറിനെ കൂടെ ചേർത്ത് വിളിക്കുന്ന പേരെന്താ, സെൽ എൻവലപ്പ് എന്നാ വിളിക്കുക. ബാക്ടീരിയന്റെ സെൽ എൻവലപ്പിലെ ലെയറുകൾ ഏതൊക്കെ, പരീക്ഷയുടെ ക്വസ്റ്റ്യനാ, പ്രീവിയസ് ഇയർ. ഗ്ലൈക്കോകാലിക്സ്, സെൽ വോൾ, സെൽ മെമ്പറൈൻ ചേർത്ത് വിളിക്കുന്ന പേര് സെൽ എൻവലപ്പ്. ഗ്ലൈക്കോകാലിക്സ് ചില ബാക്ടീരിയയിൽ കട്ടി കൂടിയിട്ട് കാണാം. കട്ടി കൂടി കണ്ടാൽ ഗ്ലൈക്കോകാലിക്സിനെ എടുത്തു വിളിക്കുന്ന പേര് ക്യാപ്സ്യൂൾ എന്നാ. കട്ടി കുറവായിട്ട് കാണുകയാണെങ്കിൽ വിളിക്കുന്ന പേര് സ്ലൈം ലെയർ. ഗ്ലൈക്കോകാലിക്സ് 2 ഉണ്ട്. കട്ടി കൂടിയ ഗ്ലൈക്കോകാലിക്സ് ക്യാപ്സ്യൂള്, കട്ടി കുറഞ്ഞ ഗ്ലൈക്കോകാലിക്സ് സ്ലൈം ലെയർ. സെൽ മെമ്പറൈൻ ഏറ്റവും ഉള്ളിലത്തെ ലെയറാ. ഈ സെൽ മെമ്പറൈൻ ചിലപ്പോൾ ഉന്തി നിൽക്കും അകത്തേക്ക്. സെൽ മെമ്പറൈൻ അകത്തേക്ക് ഉന്തി നിൽക്കും. ഈ എക്സ്റ്റെൻഡഡ് ഇൻവേർഡ് അകത്തേക്ക് ഉന്തി നിൽക്കും സെൽ മെമ്പറൈൻ. സെൽ വോൾ അല്ല, ഗ്ലൈക്കോകാലിക്സും അല്ല. സെൽ മെമ്പറൈൻ അകത്തേക്ക് ഉന്തി നിൽക്കും. ഈ ഉന്തലുകളെ, ഈ എക്സ്റ്റൻഷനുകളെ വിളിക്കുന്ന പേരാണ് ഏത്, മീസോസോംസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക, പറ, മീസോസോംസ് എന്ന് വിളിക്കുക. 2 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാ, മീസോസോം. അതിന്റെ ടൈപ്പുകൾ എന്തൊക്കെ, അതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെ. മീസോസോം എന്ന് പറഞ്ഞാൽ എന്താ, സെൽ മെമ്പറൈൻ എക്സ്റ്റെൻഡഡ് ആയി നിൽക്കുന്നു, ഉന്തി നിൽക്കുന്നു. എങ്ങോട്ടേക്ക്, ഇൻവേർഡ്, ഉള്ളിലേക്ക്.
സെൽ മെമ്പറൈൻ ഉള്ളിലേക്ക് ഉന്തി നിന്നാൽ ആ ഉന്തലിന്റെ പേരാണ് മീസോസോം. 3 ടൈപ്പ് ഉണ്ട് മക്കളെ. ഏതൊക്കെ? വെസിക്കിൾ ട്യൂബ്യൂൾസ് ലാമെല്ല. 3 മീസോസോമുകൾ ഏതൊക്കെ? വെസിക്കിൾ ട്യൂബ്യൂൾസ് ലാമെല്ല. ഇതാണ് മക്കളെ 3 മീസോസോമുകൾ. അടുത്ത മീസോസോമിന്റെ ഫംഗ്ഷൻ എന്താ? സെൽ വോളിനെ ഉണ്ടാക്കുന്നു, DNA രണ്ടാക്കുന്നു, DNA റെപ്ലിക്കേഷൻ നടത്തുന്നു, റെസ്പിറേഷൻ, എനർജി ഉണ്ടാക്കാൻ ബാക്ടീരിയ സഹായിക്കുന്നു, സർഫസ് ഏരിയ കൂട്ടുന്നു. മീസോസോമിന്റെ ഫംഗ്ഷൻ എന്താ സാറേ? സെൽ വോൾ ഉണ്ടാകാൻ സഹായിക്കുന്നു, ഒരു DNA രണ്ടാകും. ഇതാണ് ബാക്ടീരിയന്റെ DNA. ഈ DNA പേര് ജീനോമിക് DNA എന്നാ. ഒരു ജീനോമിക് DNA കുറച്ച് കഴിയുമ്പോൾ 2 ജീനോമിക് DNA ആകും. ഇതിന്റെ പേരാ DNA റെപ്ലിക്കേഷൻ. ഇതിന് സഹായിക്കുന്ന ആരാ? മീസോസോമ. എനർജി ഉണ്ടാക്കുന്നതിന്റെ പേരാ റെസ്പിറേഷൻ. നമ്മൾ പഠിച്ചാണല്ലോ. റെസ്പിറേഷൻ സഹായിക്കുന്ന ആരാ? മീസോസോമ. ഇങ്ങനെ മീസോസോം ഉള്ളതുകൊണ്ട് ബാക്ടീരിയന്റെ സർഫസ് ഏരിയ കൂടും. സെൽ വോൾ ഫോർമേഷൻ, DNA റെപ്ലിക്കേഷൻ, റെസ്പിറേഷൻ, ഇൻക്രീസ് സർഫസ് ഏരിയ. അടുത്ത ബാക്ടീരിയന്റെ സർഫസ് സ്ട്രക്ചർ. ബാക്ടീരിയന്റെ ദേഹത്ത് നിന്ന്, ബാക്ടീരിയന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്ട്രക്ചറുകൾ, അതാണ് സർഫസ് സ്ട്രക്ചർ. ബാക്ടീരിയന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്ട്രക്ചറുകൾ, അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? സർഫസ് സ്ട്രക്ചർ. പുറത്തേക്ക് വരുന്ന സ്ട്രക്ചറുകളുടെ പേരെന്താ? സർഫസ് സ്ട്രക്ചറുകൾ എന്നാ വിളിക്കുക. ഏതൊക്കെയാ? 1 ഫ്ലജെല്ല, 2 പിലി, 3 ഫിംബ്രിയെ. ഫ്ലജെല്ല എന്തിനാ സഹായിക്കുക? ഫ്ലജെല്ല ബാക്ടീരിയയെ ചലിപ്പിക്കാനാ നോക്കുക. ബാക്ടീരിയ ചലിക്കണമെങ്കിൽ ഫ്ലജെല്ല വേണം. പിലി ഫിംബ്രി എന്തിനെ സഹായിക്കുക? എവിടെങ്കിലും ബാക്ടീരിയക്ക് അറ്റാച്ച് ചെയ്യാൻ, എവിടെങ്കിലും ഒട്ടിപ്പിടിക്കാൻ ആ പിലി ഫിംബ്രിയെ സഹായിക്കുക. പിലി ഫിംബ്രിയും ബാക്ടീരിയ ചലിപ്പിക്കാൻ സഹായിക്കില്ല. ചലിപ്പിക്കുന്നവൻ ആരാ? ഫ്ലജെല്ല മാത്രമാ മക്കളെ. ഇൻക്ലൂഷൻ ബോഡി, ബാക്ടീരിയയിൽ മാത്രം കാണുന്ന ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ചില രൂപങ്ങളാ, തരികളാ. ബാക്ടീരിയ അവരുടെ മിച്ചം വരുന്ന ഫുഡിനെ തരികളാക്കി മാറ്റും. ഈ തരികളുടെ പേരാണ് ഇൻക്ലൂഷൻ ബോഡി. എക്സാമ്പിൾ പരീക്ഷയ്ക്ക് വരിക: ഗ്ലൈക്കോജൻ ഗ്രാന്യൂള്, ഫോസ്ഫേറ്റ് ഗ്രാന്യൂള്, സയാനോഫൈസിൻ ഗ്രാന്യൂള്, ഗ്യാസ് വാക്യൂള്. ഇത് 4 മക്കൾ ഇൻക്ലൂഷൻ ബോഡിന്റെ ടൈപ്പുകൾ. എക്സാമ്പിളുകൾ: റൈബോസോം 70S 80S ഉണ്ട്. റൈബോസോം കണ്ടുപിടിച്ചതാരാ? ഒരു പായസം തിന്നുന്ന ആള് ജോർജ് പാലഡ. പാലഡ എന്ന് എഴുതല്ലേ, ജോർജ് പാലഡ്. ജോർജ് പാലഡ റൈബോസോം കണ്ടുപിടിച്ചേ. 70S ടൈപ്പുമുണ്ട്, 80S ടൈപ്പുമുണ്ട്. 70S എവിടെ കാണും? പ്രോകാരിയോട്ടിലും യൂകാരിയോട്ടിലും കാണും. എന്നാൽ 80S റൈബോസോമോ യൂകാരിയോട്ടിൽ മാത്രമേ കാണൂ. രണ്ടിലും കാണുന്നവൻ ആരാ? 80S. എസ് എന്ന് പറഞ്ഞാൽ എന്താ? സുഡ്ബർഗ് യൂണിറ്റ്. സുഡ്ബർഗ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് കണ്ടുപിടിച്ച യൂണിറ്റ് ആണ് സുഡ്ബർഗ് യൂണിറ്റ്. സെൽ മെമ്പറിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്ന ഒരു മോഡൽ ഉണ്ട്. അതിന്റെ പേരെന്താ? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഇത് കൊണ്ടുവന്നത് ആരാ? സിംഗറും നിക്കോൾസണും. ഈ 2 സയന്റിസ്റ്റുകളാ. ഈ മോഡൽ പ്രകാരം സെൽ മെമ്പറിൻ ഉണ്ടാക്കിയിരിക്കുന്ന 3 പേരെ വെച്ച പ്രോട്ടീന്, ലിപ്പിഡ്, കാർബോഹൈഡ്രേറ്റ്. പ്രോട്ടീൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇന്റഗ്രൽ, 2 ഏതാ? പെരിഫറൽ. ഈ 2 പ്രോട്ടീനുകളാ സെൽ മെമ്പറിൽ കാണുക മക്കളെ. ലിപ്പിഡ് എങ്ങനെ? 2 ലെയർ ആയിട്ട് കാണുക. സെൽ മെമ്പറിൽ ഏതിന്റെ 2 ലെയർ ആണ് കാണുക? ലിപ്പിഡിന്റെ 2 ലെയറാ കാണുക. ലിപ്പിഡിന്റെ ബൈ ലെയറാ കാണുക. പരീക്ഷയ്ക്ക് ചോദിക്കും, സെൽ മെമ്പറിൽ ഏത് ബയോമോളിക്യൂളാണ് 2 ലെയറായി കാണുക? ലിപ്പിഡ് ആണ് സാറേ. ഏറ്റവും കുറവ് കാണുന്ന ആളാ, ഏറ്റവും ലെസ് എമൗണ്ട് കാണുന്ന ആളാരാ? കാർബോഹൈഡ്രേറ്റ് മക്കളെ. സെൽ വോള്, ഒരു സെല്ലിന് ഷേപ്പ് കൊടുക്കുന്ന ആളാണ് സെൽ വോള്. ആൽഗേന്റെ സെൽ വോൾ എന്തൊക്കെ വെച്ച് ഉണ്ടാക്കിയ? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സെല്ലുലോസ്, ഗാലക്ടൻസ്, മന്നൻസ്, കാക്കോത്രി. മൊണ്ണയെന്നല്ല, മന്നൻസ്, കാക്കോത്രി. ഹയർ പ്ലാന്റ്സിന്റെ സെൽ വോളോ? ഹയർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആൻജിയോസ്പോം, ജിംനോസ്പോം. ഹയർ പ്ലാന്റ്സിന്റെ സെൽ വോള് സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിന്, പ്രോട്ടീന്, ഇതൊക്കെ വെച്ച് ഉണ്ടാക്കിയേക്കുന്നത്. പ്ലാന്റ്സിന് 2 ടൈപ്പ് സെൽ വോൾ ഉണ്ട്. ആദ്യം ഉണ്ടാകുന്ന സെൽ വോളിന്റെ പേരാണ് പ്രൈമറി സെൽ വോൾ. അതിനുശേഷം അതിന്റെ ഉള്ളിൽ അടുത്ത സെൽ വോൾ ഉണ്ടാകും. ആ സെൽ വോളിന്റെ പേരാ സെക്കൻഡറി സെൽ വോൾ. പ്ലാന്റിൽ 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ഫോം ചെയ്യുന്ന പ്രൈമറി സെൽ വോൾ, പിന്നെ ഫോം ചെയ്യുന്ന സെക്കൻഡറി സെൽ വോൾ. പവർ ഹൗസ് എന്ന് വിളിക്കുന്ന സെൽ ഓർഗനൽ ഏതാ? മൈറ്റോകോൺട്രിയാണ് മക്കളെ. പവർ ഹൗസ് എന്ന് വിളിക്കാൻ കാരണം എന്താ? അവർ എനർജി ഉണ്ടാക്കും, ATP ഉണ്ടാക്കും റെസ്പിറേഷൻ വഴി. Because they produce energy through respiration, it is called a powerhouse. മൈറ്റോകോൺട്രിയ എടുത്താൽ ഒരു 2 മെമ്പറൈൻ ഉണ്ടല്ലോ, അതിന്റെ അകത്തെ മെമ്പറൈൻ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. ഈ തള്ളലുകളുടെ പേരാണ് ഏത്? ഈ തള്ളലുകളുടെ പേരാണ് ക്രിസ്റ്റേ, ഇൻഫോൾഡിങ്സ്. ഈ ഉള്ളിലേക്കുള്ള തള്ളലിന്റെ പേരാണ് ഏത്? ക്രിസ്റ്റേ എന്ന് വിളിക്കുക. ക്രിസ്റ്റേ ഓർത്ത് വെക്കണം. ക്രിസ്റ്റേ കാണുന്നത് എവിടാ? ക്രിസ്റ്റേ കാണുന്നത് എവിടാ മക്കളെ? മൈറ്റോകോൺട്രിയയില. സിസ്റ്റേർന ഉണ്ട്, ഗോൾജി അപ്പാർട്ടസിലാ കാണാം. അടുത്ത മക്കളെ പ്ലാസ്റ്റിഡ്സ്. ഏതൊക്കെയുണ്ട് പ്ലാസ്റ്റിഡുകള്? ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. ഇതാണ് പ്ലാസ്റ്റിഡ്സിന്റെ 3 ടൈപ്പ്. കളർ ഇല്ലാത്ത പ്ലാസ്റ്റിഡ് ഏതാ? ലൂക്കോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിന് ഗ്രീൻ കളർ ഉണ്ട്, ക്രോമോപ്ലാസ്റ്റിന് റെഡ്, യെല്ലോ, ഓറഞ്ച് കളർ ഉണ്ട്. ലൂക്കോപ്ലാസ്റ്റിന് കളർ ഒന്നും ഇല്ല. ലൂക്കോപ്ലാസ്റ്റിന് വീണ്ടും 3ആയി തിരിക്കാം: അമൈലോപ്ലാസ്റ്റ്, അല്യൂറോപ്ലാസ്റ്റ്, എലയോപ്ലാസ്റ്റ്. അമൈലോപ്ലാസ്റ്റ് എന്താ സ്റ്റോർ ചെയ്യുക? കാർബോഹൈഡ്രേറ്റാ. അല്യൂറോപ്ലാസ്റ്റ് എന്താ സ്റ്റോർ ചെയ്യുക? പ്രോട്ടീനാ സ്റ്റോർ ചെയ്യുക. എലയോപ്ലാസ്റ്റ് എന്താ സ്റ്റോർ ചെയ്യുക? ഓയിലും ഫാറ്റും മക്കളെ സ്റ്റോർ ചെയ്യുക. ന്യൂക്ലിയസിലേക്ക് വരികയാണെങ്കിൽ ന്യൂക്ലിയസ് 2 മെമ്പറൈനാ. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിന്റെ പേര്
ന്യൂക്ലിയോളസ്. ഈ ന്യൂക്ലിയോളസിന്റെ പണി എന്താ? 6 RNA ഉണ്ടാക്കുക. 6 RNA ഉണ്ടാക്കുന്ന ന്യൂക്ലിയസിന്റെ ഉള്ളിലെ സ്ട്രക്ചർ ഏതാ? ന്യൂക്ലിയോളസാ. ഇതാണ് മക്കളെ ക്രോമസോം. ക്രോമസോമിന്റെ നടുഭാഗം സെൻട്രോമിയർ. ആ സെൻട്രോമിന്റെ 2 സൈഡിലുമുള്ള ഡിസ്കിന്റെ പേരെന്താ? കൈനറ്റോകോർ. കൈനറ്റോകോറിലേക്കാണ് എന്ത് അറ്റാച്ച് ചെയ്യുക? സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച് ചെയ്യുക. സെൻട്രോമിയറിന്റെ പൊസിഷൻ മാറുമ്പോൾ ക്രോമസോമിന്റെ ടൈപ്പ് മാറും. ആ 4 ടൈപ്പുകൾ ഏതൊക്കെയാ? മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക്, ടീലോസെൻട്രിക്. ഇതാ മക്കളെ ക്രോമസോമിന്റെ 4 ടൈപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി ഇത് ചോദിക്കുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ എഴുതാൻ മറന്നു പോയതാണ്. എൻഡോ മെമ്പറൈൻ സിസ്റ്റം. എൻഡോ മെമ്പറൈൻ സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട്? 1 എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, 2 ഗോൾജി അപ്പാരറ്റസ്, 3 ലൈസോസോം, 4 ഏതാ? വാക്യൂള്. ഈ 4 പേരെ ചേർത്ത് വിളിക്കുന്ന പേരാ എൻഡോ മെമ്പറൈൻ സിസ്റ്റം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം 2 ടൈപ്പ് ഉണ്ട്. റൈബോസോം ഉണ്ടെങ്കിൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം ഇല്ലെങ്കിലോ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. SCR, RER. RER എന്താ ഉണ്ടാക്കുക? പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ മക്കളെ ഉണ്ടാക്കുക. SCR എന്താ ഉണ്ടാക്കുക? ലിപ്പിഡ് സിന്തസിസാ. RER SCR നമ്മളെ വ്യത്യാസം ചോദിക്കും. RERന്റെ കയ്യിൽ റൈബോസോം പ്രസന്റ്, SCRന്റെ കയ്യിൽ റൈബോസോം ഇല്ല, റൈബോസോം ആബ്സെന്റ്. RER പ്രോട്ടീൻ ഉണ്ടാക്കും, SCR എന്തുണ്ടാക്കും? ലിപ്പിഡ് ഉണ്ടാക്കും. ഗോൾജി അപ്പാരറ്റസിന്റെ സ്ട്രക്ചറിന്റെ ഒരു ഭാഗമാണ് ഇത് സിസ്റ്റേറിനെ. ക്രിസ്റ്റ എവിടെ കാണുക സാറേ? മൈറ്റോകോൺട്രിയയില. സിസ്റ്റേറിനെ എവിടെ കാണുക? ഗോൾജി അപ്പാരറ്റസിൽ. അതിന്റെ പണി എന്താ? പാക്ക് ചെയ്യുക. സാധനങ്ങളെ പാക്ക് ചെയ്യുന്നു. പാക്കിംഗ് ഓഫ് മെറ്റീരിയൽ ഗോൾജി അപ്പാരറ്റസിന്റെ പണിയാ. ലൈസോസോമിന്റെ പണിയാ മക്കളെ സ്റ്റോർ ഹൈഡ്രോലൈറ്റിക് എൻസൈം. ഹൈഡ്രോലൈറ്റിക് എൻസൈമിനെ സ്റ്റോർ ചെയ്യുന്നവരാരാ? ഹൈഡ്രോലൈറ്റിക് എൻസൈമിനെ സ്റ്റോർ ചെയ്യുന്നവരാണ് ആര്? ലൈസോസോം എന്ന് പറഞ്ഞാൽ. വാക്യൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെല്ലിലെ വേസ്റ്റ് സ്റ്റോർ ചെയ്യുന്നവരാണ് ആര്? വാക്യൂള്. സെല്ലിൽ ഒരുപാട് രാസപ്രവർത്തനം നടക്കും, അതിന്റെ പരമായിട്ടുണ്ടാകുന്ന വേസ്റ്റിനെ സ്റ്റോർ ചെയ്യുന്നവരാണ് ആര്? വാക്യൂൾ എന്ന് പറഞ്ഞാൽ. വാക്യൂളിന്റെ മെമ്മറിന്റെ പേര് പഠിച്ചു വെച്ചോ? ടോണോപ്ലാസ്. പരീക്ഷയ്ക്ക് വരും. വാക്യൂളിന്റെ മെമ്മറിന്റെ പേരെന്താ? ടോണോപ്ലാസ്. വാക്യൂളിന്റെ മെമ്മറിന്റെ പേരാണ് ടോണോപ്ലാസ്. 3 ടൈപ്പ് വാക്യൂൾ ഉണ്ട്. 1 സാപ്പ് വാക്യൂൾ. സാപ്പ് വാക്യൂൾ എവിടെ കാണുക? നമുക്ക് പ്ലാന്റ്സിലാണ് കാണാൻ കഴിയുക. 2ാമത്തെ വാക്യൂളിന്റെ പേരാ, 2ാമത്തെ ടൈപ്പിന്റെ പേര് ഫുഡ് വാക്യൂൾ. ഫുഡ് വാക്യൂൾ നമുക്ക് എവിടെ കാണാൻ പറ്റുക? പ്രോട്ടിസ്റ്റുകളിലാണ് കാണാൻ പറ്റുക. 3ാമത്തെ വാക്യൂളിന്റെ പേരാ മക്കളെ കോൺട്രാക്ടൈൽ വാക്യൂൾ. എന്താ? കോൺട്രാക്ടൈൽ വാക്യൂൾ. അതവിടെ നമുക്ക് കാണാൻ പറ്റുക? അമീബയിലാണ് കാണാൻ പറ്റുക. പരീക്ഷയ്ക്ക് വരും. അമീബയിൽ കാണുന്ന വാക്യൂളിന്റെ പേരെന്താ? കോൺട്രാക്ടൈൽ വാക്യൂൾ. പ്രോട്ടിസ്റ്റയിൽ കാണുന്ന വാക്യൂളിന്റെ പേരെന്താ? ഫുഡ് വാക്യൂൾ. വാക്യൂളിന്റെ മെമ്പറിന്റെ പേരെന്താ? ടോണോപ്ലാസ് മക്കളെ, ടോണോപ്ലാസ്. ഓക്കെ, അടുത്താണ് മക്കളെ അനാട്ടമി എന്ന് പറഞ്ഞാൽ. അനാട്ടമി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉള്ളിൽ ഇന്റേണൽ സ്ട്രക്ചർ പഠിക്കുന്നതാണ് അനാട്ടമി. അനാട്ടമിയിൽ 3 ടിഷ്യൂ സിസ്റ്റം പഠിക്കാനുണ്ട്. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പുറത്ത്, ഏറ്റവും പുറത്തുള്ളതാ. റൂട്ടിന്റെ, സ്റ്റെമ്മിന്റെ, ലീഫിന്റെ ഒക്കെ ഏറ്റവും പുറത്തുള്ള ടിഷ്യൂ സിസ്റ്റമാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. അതിൽ പഠിക്കാനുള്ളത് ഏതൊക്കെയാ? എപ്പിഡെർമിസ്, സ്റ്റൊമാറ്റ, റൂട്ട് ഹെയർ, ട്രൈക്കോമുകൾ. ഇത് 4 എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ വരിക. എപ്പിഡെർമിസ് എന്താ? ഏറ്റവും പുറത്തെ ലെയർ പേരാണ് എപ്പിഡെർമിസ്. ഏറ്റവും പുറത്തെ ലെയർ, നിങ്ങൾ റൂട്ട് എടുത്തോ, റൂട്ട് എടുത്താൽ ഏറ്റവും പുറത്തുള്ള ലെയറിന്റെ പേരെന്താ? എപ്പിഡെർമിസ് എന്ന് വിളിക്കാം. ഈ എപ്പിഡെർമിസിനെ കവർ ചെയ്തിട്ടുള്ള ലെയറിന്റെ പേരാണ് ഏത്? ക്യൂട്ടിക്കിൾ. എപ്പിഡെർമിസിനെ കവർ ചെയ്യുന്ന ഒരു മെഴുക് വെച്ചുണ്ടാക്കിയ ലെയറാണ് ക്യൂട്ടിക്കിൾ. ഈ ക്യൂട്ടിക്കിൾ എവിടെ കാണില്ല? റൂട്ടിൽ കാണില്ല. ക്യൂട്ടിക്കിൾ എവിടെ അബ്സെന്റ് മക്കളെ? ക്യൂട്ടിക്കിൾ ആബ്സെന്റ് ഇൻ റൂട്ട്. സ്റ്റെമ്മിലും ലീഫിലും ഒക്കെ കാണും ക്യൂട്ടിക്കിൾ, പക്ഷെ റൂട്ടിൽ ക്യൂട്ടിക്കിൾ കാണാൻ പറ്റില്ല. അടുത്ത സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ എന്താ? ഓപ്പണിംഗ് ഇൻ ലീഫ്. ലീഫിലും എപ്പിഡെർമിസ് ഉണ്ടല്ലോ, ആ എപ്പിഡെർമിസ് കാണുന്ന ഓപ്പണിംഗിന്റെ പേരാണ് ഏത്? സ്റ്റൊമാറ്റ. എപ്പിഡെർമിസ് എവിടെയും കാണും, റൂട്ട്, സ്റ്റെം, ലീഫ് എല്ലായിടത്തും എപ്പിഡെർമിസ് ഉണ്ട്. എന്നാൽ ലീഫിന്റെ എപ്പിഡെർമിസിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ആ ഓപ്പണിംഗിന്റെ പേരാ സ്റ്റൊമാറ്റ. ഇതാണ് മക്കളെ സ്റ്റൊമാറ്റയുടെ സ്ട്രക്ചർ. സ്റ്റൊമാറ്റ നടുക്കൊരു ഓപ്പണിംഗ് കാണും, ഈ ഓപ്പണിംഗിന്റെ പേര് സ്റ്റൊമാറ്റൽ പോർ എന്നാ വിളിക്കാം. ആ ഓപ്പണിംഗിന്റെ 2 സൈഡിലും ഇരിക്കുന്ന കണ്ടോ ബീൻസ് പോലുള്ള സെല്ലുകൾ, ഈ ബീൻസ് ഷേപ്പുള്ള സെല്ലിന്റെ പേരെന്താ? ഗാർഡ് സെൽസ് എന്ന് വിളിക്കാം. അതിന് ചുറ്റും സൈഡിൽ ഇരിക്കുന്ന ഈ എപ്പിഡെർമസ് സെൽസിന്റെ പേരാണ് ഇത്? സബ്സിഡറി സെൽ. ഈ ഓപ്പണിംഗിന്റെ പേര് സ്റ്റൊമാറ്റൽ പോർ, അതിന്റെ 2 സൈഡിലും ഇരിക്കുന്ന സെല്ല് ഗാർഡ് സെല്ല്, അതിന്റെ 2 സൈഡിലും ഇരിക്കുന്ന, അതിന് തൊട്ടടുത്തിരിക്കുന്ന എപ്പിഡെർമസ് സെൽസിന്റെ പേര് സബ്സിഡറി സെല്ല്. സൊമാറ്റൽ പോർ, ഗാർഡ് സെല്ല്, സബ്സിഡറി സെല്ല്. സൊമാറ്റൽ പോർ, ഗാർഡ് സെല്ല്, സബ്സിഡറി സെല്ല്. ഇവർ 3 പേരെ ചേർത്ത് വിളിക്കുന്ന പേരെന്താ? സൊമാറ്റൽ അപ്പാരറ്റസ്. ഒരു വട്ട പരീക്ഷയ്ക്ക് വന്നതാ. സൊമാറ്റൽ അപ്പാരറ്റസിൽ ആരൊക്കെയുണ്ട്? സൊമാറ്റൽ പോർ, ഗാർഡ് സെല്ല്, സബ്സിഡറി സെല്ല്. മോണോകോട്ടുകളിൽ ഇത് ഡംബൽ ഷേപ്പിലായിരിക്കും. ആര്? ഗാർഡ് സെൽ. ഡംബൽ അറിയില്ലേ? ജിമ്മിൽ പൊക്കുന്ന ഡംബൽ ഷേപ്പിലായിരിക്കും. എന്നാൽ ഡൈക്കോട്ടിൽ ഇത് ഏത് ഷേപ്പാ? ബീൻസിന്റെ ഷേപ്പ്. ബീൻസ്
മീൻസ് അറിയില്ല മക്കളെ, വൻപയറിന്റെ ഷേപ്പിലാ. ഡൈക്കോട്ടിൽ ഗാഡ് സെൽ ബീൻ ഷേപ്പാ, മോണോക്കോട്ടിൽ ഗാഡ് സെൽ ഡംബലിന്റെ ഷേപ്പാ. റൂട്ട് എയർ എവിടെ കാണുക? റൂട്ടിൽ കാണുള്ളൂ. ട്രൈക്കോം എവിടെ കാണുക? സ്റ്റെമ്മിലും ലീഫിലും കാണുന്നവരാണ് ഏത്? ട്രൈക്കോമുകൾ എന്ന് പറഞ്ഞാൽ. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിലാണ് എന്തൊക്കെ വരിക? കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, പിത്ത്, മെഡുലറി റേസ്, ഇതൊക്കെ എവിടെ വരിക? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്ന സ്ട്രക്ചറുകളാ മക്കളെ. വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിൽ ആരാ വരിക? സൈലോം ഫ്ലോയും ചേർത്ത് വിളിക്കുന്ന പേരെന്താ? വാസ്കുലർ ബണ്ടിൽസ് എന്നാ വിളിക്കുക. വാസ്കുലർ ബണ്ടിൽസ് വരുന്നതാണ് ഏത്? വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. വാസ്കുലർ ബണ്ടിൽസ് വരുന്ന ടിഷ്യൂ സിസ്റ്റത്തിന് പേരെന്താ? വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. സൈലോം ഫ്ലോയും ചേർത്ത് വിളിക്കുന്ന പേര് വാസ്കുലർ ബണ്ടില. നിങ്ങൾ റൂട്ട് എടുത്താൽ, റൂട്ട് നിങ്ങൾ ചെത്ത് തന്നിരിക്കട്ടെ, റൂട്ട് ചെത്തിയാൽ ഉൾഭാഗത്തേക്ക് എങ്ങനെ കാണാൻ പറ്റും അറിയാമോ? സൈലം ഒരു റേഡിയസിൽ, ഫ്ലോയം വേറെ റേഡിയസിലാ. ഈ റേഡിയസിൽ സൈലം വന്നു, പക്ഷെ ഈ റേഡിയസിലാ ഫ്ലോയം വരിക. സൈലോം ഫ്ലോയം ഡിഫറെന്റ് റേഡിയസിലാ എങ്കിൽ നമ്മൾ വിളിക്കും റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ. സൈലോം ഫ്ലോയം ഡിഫറെന്റ് റേഡിയസ് ആണെങ്കിൽ റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ എന്നാ വിളിക്കുക. ഇത് എവിടെ കാണാൻ മക്കളെ? റൂട്ടിലേ കാണുള്ളൂ. അതേസമയം നിങ്ങൾ സ്റ്റെമ്മോ ലീഫോ ഒക്കെ മുറിക്കാന്നിരിക്കട്ടെ, സ്റ്റെമ്മോ ലീഫോ ഒക്കെ ചെത്തി നോക്കിയാൽ കണ്ടോ, സൈലോം ഫ്ലോയും സെയിം റേഡിയസിലാ. സൈലോം ഫ്ലോയും എന്താ സാറേ? സെയിം റേഡിയസാ. സൈലോം ഫ്ലോയും സെയിം റേഡിയസ് ആണെങ്കിൽ നമ്മൾ വിളിക്കും കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ. ഡിഫറെന്റ് റേഡിയസ് ആണെങ്കിൽ റേഡിയൽ വാസ്കുലർ ബണ്ടിൽ, അത് റൂട്ടിലെ കാണുക. റേഡിയൽ എവിടെ കാണുക? റൂട്ടിലെ കാണുക. കൺജോയിന്റ് വാസ്കുലർ ബണ്ടിലോ സൈലോം ഫ്ലോയും സെയിം റേഡിയസ്, അതെവിടെ കാണുക? സെമ്മിലും ലീഫിലും കാണുക. കൺജോയിന്റ് വീണ്ടും രണ്ടായി തിരിക്കാം. കൺജോയിന്റിൽ ക്യാമ്പിയം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കും ഓപ്പൺ എന്ന് വിളിക്കും. കൺജോയിന്റ് ആണ് പക്ഷെ ക്യാമ്പിയം ഇല്ലെങ്കിലോ ക്ലോസ്ഡ് എന്ന് വിളിക്കാം. കൺജോയിന്റിനെ വീണ്ടും രണ്ടായി തിരിക്കാം. ക്യാമ്പിയം ഉണ്ടെങ്കിൽ, സൈലത്തിന്റെ ഫ്ലോത്തിനിടയ്ക്ക് ക്യാമ്പിയം ഉണ്ടെങ്കിൽ ഓപ്പൺ, ഇല്ലെങ്കിൽ ക്ലോസ്ഡ്. ഓപ്പൺ എവിടെ കാണുക? സ്റ്റെമ്മില്. ക്ലോസ് എവിടെ കാണുക? ലീഫില്. സ്റ്റെമ്മിലും ലീഫിലും ആ കൺജോയിന്റ് കാണുക, പക്ഷെ കൺജോയിന്റ് ഓപ്പൺ എവിടെ കാണുക? സ്റ്റെമ്മില്. കൺജോയിന്റ് ക്ലോസ്ഡ് എവിടെ കാണുക? ലീഫിലാ മക്കളെ കാണുക. പരീക്ഷ എഴുതാൻ നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഏതു പരീക്ഷയും സത്യത്തിൽ ഡൈക്കോട്ട് സെമ്മ് വരയ്ക്കൂ, മോണോക്കോട്ട് സെമ്മ് വരയ്ക്കൂ, അങ്ങനെ പരീക്ഷയ്ക്ക് വരാറില്ല. പണ്ടൊക്കെ ചോദിക്കായിരുന്നു വരയ്ക്കാൻ. ഇപ്പം ചോദിക്കുന്ന കുറെ പ്രോപ്പർട്ടീസ് തന്നിട്ട് ഏതാ സെമ്മാണോ റൂട്ടാണോ ലീഫാണോ അങ്ങനെ എഴുതാനോ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. ഇത്രയും സെന്റൻസ് എവിടെ വന്നാലും അത് റൂട്ടിലാ വരിക. റേഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ടിലാ വരിക. എക്സാർക്ക് എന്ന് പറഞ്ഞാലോ റൂട്ടിലാ കാണുക. റൂട്ട് എയർ എവിടെ കാണുക? റൂട്ടിലാ കാണുക. കാസ്പേറിയൻ സ്ട്രിപ്സ് എന്ന് കേട്ടാൽ എഴുതി വെച്ചോ, എവിടെ കാണുക? റൂട്ടിലാ കാണുക മക്കളെ. അടുത്ത വാസ്കുലാർ ബണ്ടിൽസ്, സൈലത്തെയും ഫ്ലോയത്തെയും ചേർത്തിട്ട് നമ്മൾ എന്ത് വിളിക്കുക? വാസ്കുലാർ ബണ്ടിൽ എന്ന് വിളിക്കുക. വാസ്കുലാർ ബണ്ടിൽ 4 ഉള്ളെങ്കിൽ അതെന്താ? ഡൈക്കോട്ട് റൂട്ട് ആയിരിക്കും. എന്നാൽ 6 കൂടുതൽ വാസ്കുലാർ ബണ്ടിൽ ഉണ്ടെങ്കിലോ അത് മോണോക്കോട്ട് റൂട്ടാ. വാസ്കുലാർ ബണ്ടിൽ എല്ലാത്തിലും കാണും. റൂട്ടിലും സ്റ്റെമ്മിലും ലീഫിലും ഒക്കെ കാണും കേട്ടോ. ലീഫാട്ടോ മക്കളെ ഇത്. റൂട്ടിലും സ്റ്റെമ്മിലും ലീഫിലും എല്ലാത്തിലും ആര് കാണും? റൂട്ടിലും സ്റ്റെമ്മിലും ലീഫിലും എല്ലാത്തിലും ആര് കാണും? വാസ്കുലർ ബണ്ടിൽ കാണും. പക്ഷെ എണ്ണത്തിലും സൈസിലും അറേഞ്ച്മെന്റിലൊക്കെയാണ് വ്യത്യാസം വരിക. വാസ്കുലർ ബണ്ടിൽ 4 ഉണ്ടെങ്കിൽ ഡൈക്കോട്ട് റൂട്ട്, 6 കൂടുതൽ ഉണ്ടെങ്കിൽ മോണോക്കോട്ട് റൂട്ട്. പിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളൊരു റൂട്ട് മുറിച്ചെന്നിരിക്കട്ടെ, അത് റൂട്ട് മുറിച്ചെടുത്ത കേട്ടോ. ഈ സെൻട്രൽ റീജിയനെ വിളിക്കുന്ന പേരാണ് ഏത്? പിത്ത്. സ്റ്റെമ്മ് മുറിച്ചെന്നിരിക്കട്ടെ, സ്റ്റെമ്മിന്റെ ഏറ്റവും സെൻട്രൽ റീജിയൻ ആ പിത്ത്. അങ്ങനെ ലീഫിൽ അങ്ങനെ പിത്ത് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ല. ലീഫിൽ പിത്ത് അങ്ങനെ കാണാറില്ല. റൂട്ടിലും സ്റ്റെമ്മിലാണ് പിത്ത് കാണാം. പിത്ത് സ്മോൾ ആയിരിക്കും ഡൈക്കോട്ട് റൂട്ടിൽ, പിത്ത് ലാർജ് ആയിരിക്കും മോണോക്കോട്ട് റൂട്ടിൽ. സ്മോൾ പിത്ത് ആയിരിക്കും ആർക്ക്? ഡൈക്കോട്ട് റൂട്ടിന്. എന്നാൽ മോണോക്കോട്ട് റൂട്ടിനോ ലാർജ് പിത്ത് ആയിരിക്കും മോണോക്കോട്ട് റൂട്ടിന്. ഇതാണ് പിത്ത്. സെൻട്രൽ റീജിയനെ വിളിക്കുന്ന പേരാണ് പിത്ത്. സ്റ്റെം എങ്ങനെ മനസ്സിലാക്കുക സാറേ? ഇതൊക്കെ സ്റ്റെമ്മിന്റെ പ്രോപ്പർട്ടിയാ. കൺജോയിന്റ് ഓപ്പൺ. കൺജോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെം ആകാം, ലീഫ് ആകാം. കൺജോയിന്റ് ഓപ്പൺ എന്ന് പറഞ്ഞാലോ സ്റ്റെം. എന്നാൽ കൺജോയിന്റ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാലോ ലീഫായി. എൻഡാർക്ക് ആയിരിക്കും. ഇവിടെയുമോ എൻഡാർക്ക് തന്നെ കേട്ടോ, എഴുതിയത് മാറിപ്പോയതാണ്. ഇവിടെയും എന്താ വരിക? എൻഡാർക്കാ വരിക. കുറെ എഴുതിയോണ്ടേ എത്ര നേരം 2 മണിക്കൂർ 3 മണിക്കൂർ എഴുതിയ മക്കളെ ഇത്രയും ചാപ്റ്റർ എഴുതി ഉണ്ടാക്കണ്ടേ? എൻഡാർക്ക് എന്ന മക്കളെ വിളിക്കുക. ഇവിടെ മാത്രമേ റൂട്ടിൽ മാത്രമേ എക്സാർക്ക് റേഡിയൽ വരൂ. റേഡിയൽ എക്സാർക്ക് എന്ന് കേട്ടാൽ എന്താ? റൂട്ടാ വരിക. പക്ഷേ കൺജോയിന്റ് ഓപ്പൺ എന്ന് കേട്ടാൽ സ്റ്റെം, കൺജോയിന്റ് ക്ലോസ്ഡ് എന്ന് കേട്ടാൽ ലീഫ്. രണ്ടിടത്തും എൻഡാർക്ക. ഹൈപ്പോഡെർമിസ് എവിടെ മാത്രമേ കാണൂ? സ്റ്റെമ്മിലെ കാണൂ. റൂട്ടിലും ലീഫിലും ഒന്നും കാണില്ല. ഹൈപ്പോഡെർമിസ് സ്റ്റെമ്മിലെ കാണും. ഹൈപ്പോഡെർമിസ് എന്ന് പറയാൻ എന്താ? എപ്പിഡെർമിസിന് അടിയിലുള്ള ലെയറിന്റെ പേരാണ് ഏത്? ഹൈപ്പോഡെർമിസ്. എപ്പിഡെർമിസിന് അടിയിലുള്ള ലെയറാ. ഹൈപ്പോഡെർമിസ് കോളം കൈമ വെച്ചാണ് ഉണ്ടാക്കിയത്. എവിടെ? ഡൈക്കോട്ട് സെമ്മില്. എന്നാൽ സ്ക്ലീറൻ കൈമ വെച്ച് ഉണ്ടാക്കിയ ഹൈപ്പോഡെർമിസ് ആണ് ഇവിടെ മോണോക്കോട്ട് സെമ്മില്. സ്റ്റെമ്മ് ഹൈപ്പോഡെർമിസ് എന്ന് കേട്ടാൽ സ്റ്റെമ്മ. പക്ഷെ എന്താ പ്രത്യേകത? ഹൈപ്പോഡെർമിസ് കോളം കൈമ വെച്ച് ഉണ്ടാക്കിയ ഡൈക്കോട്ട് സെമ്മില്, സ്ക്ലീറൻ കൈമ വെച്ച് ഉണ്ടാക്കിയ മോണോക്കോട്ട് സെമ്മില്. അടുത്ത്
സ്റ്റാർച്ച് ഷീത്ത് എവിടെ കാണുക? സെമ്മില്. കാസ്പെരിയൻ സ്ട്രിപ്സ് എവിടെ? റൂട്ടിലെ കാണുക. സ്റ്റാർച്ച് ഷീത്ത് എവിടെ കാണുക? സെമ്മിലെ കാണുക. മെഡുല്ലറി റേസ് എവിടെ കാണുക? സെമ്മിലെ കാണുക. ലാർജ് പിത്ത്, നിങ്ങൾ ഡൈക്കോട്ട് എടുത്തോട്ടെ മോണോക്കോട്ട് എടുത്തോട്ടെ, ഏത് സ്റ്റെം എടുത്താലും ലാർജ് പിത്താ കാണുക. ഏത് സ്റ്റെം എടുത്താലും ലാർജ് പിത്താ കാണുക. റൂട്ടിൽ അങ്ങനെയല്ല, സ്മോൾ പിത്താണ് ഡൈക്കോട്ട് റൂട്ടിന്, ലാർജ് പിത്താണ് മോണോക്കോട്ട് റൂട്ടിന്. എന്നാൽ ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോക്കോട്ട് സ്റ്റെമ്മും ഏത് സ്റ്റെം എടുത്താലും ലാർജ് പിത്തായിരിക്കും സ്റ്റെമ്മിൽ കാണുക. അടുത്ത വാസ്കുലാർ ബണ്ടിൽ എടുത്തോ. ഇതാണ് മെയിൻ മക്കളെ, ഇതാണ് മക്കളെ മെയിൻ പരീക്ഷയ്ക്ക് വരുന്ന പോയിന്റ്. എന്താ? വാസ്കുലാർ ബണ്ടിൽസ് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ എങ്ങനെയാണെന്നറിയോ? വാസ്കുലാർ ബണ്ടിൽസ് ഇങ്ങനെ വട്ടത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. വാസ്കുലാർ ബണ്ടിൽസ് ഇങ്ങനെ വട്ടത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം. റിങ് വട്ടത്തിൽ അറേഞ്ച് ചെയ്ത് നമ്മൾ എന്താ വിളിക്കുക? റിംഗ് ഷേപ്പ് ഇടാം. റിങ്ങിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഡൈക്കോട്ട് സ്റ്റെം എടുത്താൽ വാസ്കുലാർ ബണ്ടിൽ ഇങ്ങനെ വട്ടത്തിൽ അറേഞ്ച് ചെയ്തേക്കണം. എല്ലാ വാസ്കുലാർ ബണ്ടിലും സെയിം സൈസ് ആട്ടോ. ഇതിന്റെ സൈസ് എല്ലാത്തിനും സെയിം സൈസാ. സെയിം സൈസുള്ള വാസ്കുലാർ ബണ്ടിൽ വട്ടത്തിൽ അറേഞ്ച് ചെയ്യുന്നു, റിംഗ് ഷേപ്പിൽ അറേഞ്ച് ചെയ്യുന്നു. ഇവിടെ ഡൈക്കോട്ട് സെമ്മിൽ. മോണോക്കോട്ട് സെമ്മിൽ അങ്ങനല്ല, സ്കാറ്റേർഡാ. മോണോക്കോട്ട് സെം നിങ്ങൾ എടുത്താൽ, മോണോക്കോട്ട് സെം എടുത്താൽ വാസ്കുലാർ ബണ്ടിൽ എങ്ങനെയാണെന്ന് അറിയാമോ? വാസ്കുലാർ ബണ്ടിൽ ഇങ്ങനെ ചെതറിക്കിടക്കുക. പ്രത്യേക ഷേപ്പ് ഒന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. വാസ്കുലാർ ബണ്ടിൽസ് ഇങ്ങനെ ചെതറിക്കിടക്കാം മക്കളെ. വാസ്കുലാർ ബണ്ടിൽസ് ചെതറിക്കിടക്കാം. മറ്റടുത്ത് അങ്ങനല്ല. ഡൈക്കോട്ട് സെമ്മിൽ എങ്ങനെ? വാസ്കുലാർ ബണ്ടിൽസ് ഇങ്ങനെ വട്ടത്തിലൊക്കെയാണ്, റിങ്ങില. ഇവിടെ ചെതറിയ കിടക്കാം. ചെതറിക്കിടക്കുന്നതിന് സ്കാറ്റേർഡ് വാസ്കുലാർ ബണ്ടിൽ എന്ന് വിളിക്കാം. എല്ലാത്തിനും സെയിം സൈസ് ആണോ? ഇവിടെ ഡൈക്കോട്ട് സെമ്മിൽ എല്ലാ വാസ്കുലാർ ബണ്ടിലും സെയിം സൈസാ. ഇവിടെ അങ്ങനല്ല. സെൻട്രലുള്ള വാസ്കുലാർ ബണ്ടിൽസ് എന്താ? ലാർജാ. വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? സൈലോവും ഫ്ലോയും ചേർത്ത് വിളിക്കുന്ന പേരാ വാസ്കുലാർ ബണ്ടിൽ. സെൻട്രലിലെ വാസ്കുലാർ ബണ്ടിൽസ് ലാർജ് സൈസിലായിരിക്കും. എന്നാൽ സൈഡിൽ കാണുന്ന വാസ്കുലാർ ബണ്ടിൽസ് എന്താ? സ്മോൾ സൈസിലായിരിക്കും. ഇതാണ് വാസ്കുലാർ ബണ്ടിൽസിന്റെ പ്രത്യേകത. ഡൈക്കോട്ട് സെമ്മിൽ റിംഗ് ആണ്, ഈക്വൽ ഷേപ്പഡ് ആണ് എല്ലാവരും. മോണോക്കോട്ട് സെമ്മിൽ സ്കാറ്റേർഡ് ആണ്. സെൻട്രലിലുള്ളവർ ലാർജ് സൈസിഡ്, പെരിഫറി സൈഡിലുള്ളവർ എന്താ? സ്മോൾ സൈസുമായിരിക്കും. ഓക്കെ, അടുത്ത വാസ്കുലാർ ബണ്ടിൽസിനെ കവർ ചെയ്യുന്ന ലെയറിന്റെ വാസ്കുലാർ ബണ്ടിൽസിനെ കവർ ചെയ്യുന്ന സെൽസിന്റെ പേരാണ് ഇത്? ബണ്ടിൽ ഷീത്ത് സെൽ. വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറഞ്ഞാൽ സൈലവും ഫ്ലോയും അവരെ കവർ ചെയ്യുന്ന സെല്ലിന്റെ പേരെന്താ? ബണ്ടിൽ ഷീത്ത് സെൽ എന്ന് വിളിക്കാം. ബണ്ടിൽ ഷീത്ത് സെല്ല് സ്ക്ലീറൻ കൈമ വെച്ചുണ്ടാക്കിയതാണ് ഇവിടെ സെമ്മില്. എന്നാൽ ബണ്ടിൽ ഷീത്ത് സെല്ല് ഇവിടെ എഴുതി വെക്കാട്ടോ. പാരൻ കൈമ വെച്ച് ഉണ്ടാക്കിയതാ. പാരൻ കൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് സെല്ല. ബണ്ടിൽ ഷീത്ത് സെൽ എന്ന് പറഞ്ഞാൽ എന്താ? വാസ്കുലാർ ബണ്ടിൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അവരെ കവർ ചെയ്യുന്ന സെല്ലുകളാ സാറേ ബണ്ടിൽ ഷീത്ത് സെല്ല്. ഈ ബണ്ടിൽ ഷീത്ത് സെല്ലുകള് പാരൻ കൈമയായിരിക്കും എവിടെ? ലീഫ് എടുത്താൽ. ഈ ബണ്ടിൽ ഷീത്ത് സെല്ല് സ്ക്ലീറൻ കൈമയായിരിക്കും എവിടെ? സെമ്മിലെ വാസ്കുലാർ ബണ്ടിൽ ഷീത്ത് സെൽ സ്ക്ലീറൻ കൈമ വെച്ചുണ്ടാക്കിയതാ. ലീഫിലെ ബണ്ടിൽ ഷീത്ത് സെൽ പാരൻ കൈമ വെച്ചുണ്ടാക്കിയതാ. കൺജോയിന്റ് ആണ്, എക്സാർക്കാണ്. ക്യൂട്ടിക്കിൾ കാണാം ലീഫില്, സൊമാറ്റോ കാണുന്ന ലീഫില, ട്രൈക്കോമുകളൊക്കെ കാണുന്ന ലീഫില. ട്രൈക്കോമ സെമ്മിലും ഉണ്ട് കേട്ടോ. ക്യൂട്ടിക്കിളും സൊമാറ്റോയും ട്രൈക്കോമൊക്കെ എവിടെയും കാണാം, സെമ്മിൽ കാണാം. പക്ഷെ അതൊക്കെ റൂട്ടിൽ ആബ്സെന്റാ. ഇവിടെയൊക്കെ ഓരോ എപ്പിഡെർമിസ് ഉള്ളു. റൂട്ടിന് ഒരു എപ്പിഡെർമിസ്, സ്റ്റെമ്മിന് ഒരു എപ്പിഡെർമിസ്. പക്ഷെ ലീഫിൽ വരുമ്പോൾ 2 എപ്പിഡെർമിസ് ഉണ്ട്. മുകളിലത്തെ എപ്പിഡെർമിസിന്റെ പേര് അഡാക്സിയൽ എപ്പിഡെർമിസ്, താഴത്തെ എപ്പിഡെർമിസിന്റെ പേര് അബാക്സിയൽ എപ്പിഡെർമിസ്. മുകളിലത്തെ എപ്പിഡെർമിസ് മുകളിൽ, താഴെ സൗണ്ട് കുറവല്ലേ? അഡാക്സിയൽ അപ്പർ എപ്പിഡെർമിസ്, അബാക്സിയൽ താഴത്തെ എപ്പിഡെർമിസ്. ഈ 2 എപ്പിഡെർമിസിന് ഇടയ്ക്കുള്ള സെല്ലുകളുണ്ട് ലീഫിൽ. ഈ 2 എപ്പിഡെർമിസിന് ഇടയ്ക്കുള്ള സെല്ലുകളുടെ പേരാണ് മക്കളെ എന്ത് സെൽ എന്നറിയാമോ? മീസോഫിൽ സെൽ. ലീഫ് എടുത്താൽ മോണോക്കോട്ട് ആയിക്കോട്ടെ ഡൈക്കോട്ട് ആയിക്കോട്ടെ, അപ്പർ അഡാക്സിയൽ, ലോവർ അബാക്സിയൽ. ഈ 2 എപ്പിഡെർമിസിന് ഇടയ്ക്ക് ലീഫിൽ കുറെ സെല്ല് കാണാം. ആ സെല്ലിന്റെ പേരാണ് മീസോഫിൽ സെൽസ്. ഈ മീസോഫിൽ സെൽസ് ഡിഫറൻഷിയേറ്റഡ് ആണ്. ഡിഫറൻഷിയേറ്റഡ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പിൽ കാണും. മീസോഫിൽ സെല്ല് തരംതിരിച്ചിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ? ഡൈക്കോട്ടിൽ. 2 ടൈപ്പ് മീസോഫിൽ ഉണ്ട്. പാലിസൈഡ് സ്പോഞ്ചി എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് മീസോഫിൽ സെൽ എവിടെ കാണുക? ഡൈക്കോട്ട് ലീഫിലാ. എന്നാൽ മോണോക്കോട്ടിൽ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. മോണോക്കോട്ടിൽ അങ്ങനെ തരം തിരിച്ചിട്ടൊന്നുമില്ല. ഒരു ടൈപ്പ് മീസോഫിൽ അങ്ങനെ പറയുന്നുള്ളൂ. ഡൈക്കോട്ട് ലീഫിൽ അങ്ങനെയല്ല. മീസോഫിൽ, പാലിസൈഡ്, സ്പോഞ്ചി എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കും. മോണോക്കോട്ടിൽ അങ്ങനെയല്ല, ജസ്റ്റ് മീസോഫിൽ എന്ന് വിളിക്കുള്ളൂ. തരം തിരിച്ചിട്ടില്ല, നോട്ട് ഡിഫറൻഷിയേറ്റഡ്. ഡിഫറൻഷിയേറ്റഡ് മീസോഫിൽ ഡൈക്കോട്ടില്, ഡിഫറൻഷിയേറ്റ് ചെയ്യാത്ത മീസോഫിൽ മോണോക്കോട്ടില്. സൊമാറ്റോ എവിടെ കാണുക? ഡൈക്കോട്ട് ലീഫ് എടുത്താൽ കൂടുതൽ എവിടെ കാണുക? ലോവർ എപ്പിഡെർമിസ്. അബാക്സിയൽ എപ്പിഡെർമിസിലാ കൂടുതൽ സൊമാറ്റോ കാണുക. എന്നാൽ മോണോക്കോട്ട് ലീഫ് എടുത്താലോ 2 എപ്പിഡെർമിസിലും എന്തുണ്ട്? സൊമാറ്റോ ഉണ്ട്. ഡൈക്കോട്ട് ലീഫിന്റെ താഴത്തെ എപ്പിഡെർമിസിലെ സൊമാറ്റോ കാണും, മുകളിൽ കാണില്ല. മുകളിലത്തെ എപ്പിഡെർമിസ് കാണില്ല. മോണോക്കോട്ട് ലീഫ് എടുത്താലോ മുകളിലത്തെയും താഴത്തെ എപ്പിഡെർമിസിൽ എന്തുണ്ട്? സൊമാറ്റോ ഉണ്ട്. ഇനി മോണോക്കോട്ട് ലീഫിൽ മാത്രം കാണുന്ന
ചില സെല്ലുകളുണ്ട്. അതെവിടെ കാണുക? മോണോകോട്ടിന്റെ അഡാക്സിയൽ എപ്പിഡെർമിസ്. അഡാക്സിയൽ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ എപ്പിഡെർമിസ്. മോണോകോട്ട് ലീഫിന്റെ അഡാക്സിയൽ മുകളിലത്തെ എപ്പിഡെർമിസിലെ ചില സെല്ലുകൾ കാണും, സ്പെഷ്യൽ സെല്ല്. ആ സെല്ലുകളുടെ പേരാ ബുള്ളിഫോം സെൽസ്. എന്താ വിളിക്കുക? ബുള്ളിഫോം സെൽസ്. മക്കളെ, മോണോകോട്ട് ലീഫിന്റെ അപ്പർ എപ്പിഡെർമിസിൽ കാണുന്ന ചില സ്പെഷ്യൽ സെല്ലാണ് ഏത്? ബുള്ളിഫോം സെൽസ്. ഈ ബുള്ളിഫോം സെൽസിന്റെ പണി എന്താ? ലീഫ് ചുരുട്ടും, ലീഫിനെ റോളിംഗ് നടത്തും. ലീഫ് വെള്ളമില്ലാത്തപ്പോൾ ലീഫിനെ ഇങ്ങനെ ചുരുട്ടിക്കളയും. എന്നാൽ ലീഫിന് എന്ത് ചെയ്യും? അൺറോൾ ചെയ്യും. ലീഫിനെ തുറന്നു വെക്കും. എപ്പം? പ്ലാന്റിൽ എന്തുള്ളപ്പം? വെള്ളമുള്ളപ്പോൾ. പ്ലാന്റിൽ വെള്ളമുള്ളപ്പോൾ ലീഫിനെ നിവർത്തി വെക്കും. പ്ലാന്റിൽ വെള്ളമില്ലാത്തപ്പോഴോ കൂടുതൽ വെള്ളം പോകാതിരിക്കാൻ ലീഫിനെ ചുരുട്ടും. ലീഫിനെ ചുരുട്ടുന്നതിന്റെ പേരെന്താ? ലീഫ് കേർലിംഗ് അല്ലെങ്കിൽ ലീഫ് റോളിംഗ് എന്ന് വിളിക്കാം. എന്തിനാണ് ലീഫ് റോൾ ചെയ്യുന്നത്? ടു റെഡ്യൂസ് വാട്ടർ ലോസ്. വാട്ടർ ലോസ് കുറയാൻ, ടു റെഡ്യൂസ് വാട്ടർ ലോസ്. ഇങ്ങനെ ലീഫിനെ റോൾ ചെയ്യിക്കുന്ന, അൺറോൾ ചെയ്യിപ്പിക്കുന്ന സെല്ലിന്റെ പേരെന്താ? ബുള്ളിഫോം സെൽസ്. ഇതെവിടെ മാത്രമേ കാണൂ? മോണോകോട്ട് ലീഫിൽ മാത്രമേ കാണൂ. ചോദിക്കും, മോണോകോട്ട് ലീഫിൽ കാണുന്ന ലാർജ് എന്ന് പറഞ്ഞാൽ നല്ല സൈസ് ഉണ്ട്. എം ടി എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ലാർജ് എം ടി, കളർ ഇല്ലാത്ത സെൽ, കളർലെസ് സെൽസ്. മോണോകോട്ട് ലീഫിൽ കാണുന്ന ലാർജ് എം ടി കളർലെസ് സെൽസിന്റെ പേരെന്താ? ബുള്ളിഫോം സെൽസ്. ഈ സെൽസിന്റെ ഫംഗ്ഷൻ എന്താ? വെള്ളമില്ലാത്തപ്പോൾ ലീഫിനെ ചുരുട്ടിക്കളയും, വെള്ളമുള്ളപ്പോൾ ലീഫിനെ നിവർത്തി നിൽക്കാൻ സഹായിക്കും. എന്തിനെങ്ങനെ ചുരുട്ടണേ? എന്തിനെങ്ങനെ റോൾ ആകുന്നേ? കൂടുതൽ വാട്ടർ നഷ്ടപ്പെടാതിരിക്കാൻ, വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാൻ. ടു റെഡ്യൂസ് വാട്ടർ ലോസ്, അല്ലെ ടു പ്രിവെന്റ് വാട്ടർ ലോസ്. ബുള്ളിഫോം സെൽസ് മോണോകോട്ട് ലീഫിൽ മാത്രമേ കാണൂ മക്കളെ, ഡൈക്കോട്ട് ലീഫിൽ കാണില്ല. അടുത്താണ് മക്കളെ മോർഫോളജിയിൽ ഡെഫിനിഷൻ, ചിത്രം, എക്സാമ്പിൾ, അങ്ങനെ വേണം പഠിക്കാൻ. ഡെഫിനിഷൻ, ചിത്രം, എക്സാമ്പിൾ. മോർഫോളജിയിൽ നമുക്ക് റൂട്ട് സിസ്റ്റം പഠിക്കാനുണ്ട്. എന്താ? ടാപ്പ്, ഫൈബ്രസ്, അഡ്വെന്റീഷ്യസ്. ടാപ്പ് എവിടെ കാണുക? മസ്റ്റാർഡിൽ കാണും മക്കളെ. ഫൈബ്രസ് വീറ്റില്, അഡ്വെന്റീഷ്യസ് ഗ്രാസിൽ. റീജിയൻസ് ഓഫ് റൂട്ട് ചോദിക്കും. ഇതെന്താ? റൂട്ട് ക്യാപ്പ്, റൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നവരാ. ഈ റീജിയന്റെ പേര് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക്. ഈ റീജിയന്റെ പേരോ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ഈ റീജിയന്റെ പേരോ റീജിയൻ ഓഫ് മെച്ചുറേഷൻ. റീജിയൻ ഓഫ് മെച്ചുറേഷൻ നിന്ന് ഇറങ്ങുന്ന ഹെയറിന്റെ പേരെന്താ? റൂട്ട് ഹെയർ. ഈ ഹെയറുകള് സ്റ്റെമ്മിലോ ലീഫിലാണെങ്കിൽ വിളിക്കുന്ന പേരെന്താ? ട്രൈക്കോമുകൾ എന്നാ വിളിക്കാം. റൂട്ട് ഹെയർ പണി എന്താ? അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ്. വിനേഷൻ എന്താ? അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ഓൺ എ ലീഫ്. രണ്ട് ടൈപ്പ് ഉണ്ട്, റെറ്റിക്കുലേറ്റ്, പാരലൽ. റെറ്റിക്കുലേറ്റ് ഡൈക്കോട്ടിൽ കാണാം, പാരലൽ മോണോക്കോട്ടിൽ കാണാം. ചിത്രം നോക്കി വെക്കണം NCERT-യിൽ. ചിത്രം എനിക്ക് വരയ്ക്കാൻ അറിയാത്തതുകൊണ്ടാണ്, ഇങ്ങനെ അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ കൂടുതൽ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി. ഫിലോടാക്സി എന്താ? അറേഞ്ച്മെന്റ് ഓഫ് ലീഫ് ഓൺ എ സ്റ്റെം. ഒരു സ്റ്റെമ്മിൽ എങ്ങനെയാണ് ലീഫ് അറേഞ്ച് ചെയ്തേക്കുന്നത്? മൂന്ന് ടൈപ്പ് ഉണ്ട്, അൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്. അൾട്ടർനേറ്റിന്റെ പ്രത്യേകത എന്താ? ഒരു നോഡിൽ നിന്ന് ഒരു ലീഫേ ഒരു സമയത്ത് വരുള്ളൂ. ഓപ്പോസിറ്റ് എന്താ? ഒരു നോഡിൽ നിന്ന് രണ്ട് ലീഫുകൾ രണ്ട് ഡയറക്ഷനിലേക്ക് വരുന്നുണ്ട്. വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നോഡിൽ തന്നെ കുറെ ലീഫുകൾ പുറത്തേക്ക് വരും. ഒരു നോഡിൽ നിന്ന് ഒന്ന് വന്നാൽ അൾട്ടർനേറ്റ്, ഒരു നോഡിൽ നിന്ന് രണ്ടെണ്ണം വെച്ച് വന്നാൽ ഓപ്പോസിറ്റ്, ഒരു നോഡിൽ നിന്ന് കുറെ ലീഫ് വന്നാലോ വേൾഡ്. എന്താ നോഡെന്ന് പറഞ്ഞാൽ? ലീഫ് ഇറങ്ങി വരുന്ന പോയിന്റ്. ഇൻഫ്ലോറസൻസ് എന്താ? അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവർ, അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ്, വിനേഷൻ. കണ്ടോ? ഡെഫിനിഷൻ പഠിച്ചു, ടൈപ്പ് പഠിച്ചു, എക്സാമ്പിൾ പഠിച്ചു. ഇനി ചിത്രം പഠിച്ചാൽ മതി. ഡെഫിനിഷൻ, ടൈപ്പ്, എക്സാമ്പിൾ, ചിത്രം പഠിക്കണം. ഫ്ലവറിന്റെ അറേഞ്ച്മെന്റ്, ഇൻഫ്ലോറസൻസ്. റെസിമോസ് ഉണ്ട്, സൈമോസ് ഉണ്ട് മക്കളെ. റെസിമോസ് എവിടെ കാണുക? ഡൈക്കോട്ടുകളിലാണ് കാണുക. സൈമോസ് എവിടെ കാണുക? മോണോകോട്ടുകളിലാണ് കാണുക. റെസിമോസിന്റെ പ്രത്യേകത എന്താ? മെയിൻ ആക്സിസ് നല്ല പോലെ അങ്ങ് വളർന്നു പോകും. സൈഡിൽ ഇങ്ങനെ ലീഫ് ഉണ്ടാകും. ഓൾഡ് ലീഫ് താഴെ കാണും, യങ് ലീഫാണ് മുകളിൽ കാണുക. ഇവിടെ അങ്ങനെയല്ല, മെയിൻ ആക്സിസ് വളർന്ന് ഒരു ഫ്ലവറിൽ അവസാനിക്കും. ഇതായിരിക്കും ഓൾഡ് ഫ്ലവർ. ബാക്കി പുത്തൻ ഫ്ലവറുകൾ അടിയിലേക്ക് ഉണ്ടാകുള്ളൂ. ഇതാണ് യങ് ഫ്ലവർ. മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ഗ്രോത്ത് ആണ്. സൈഡിൽ ഫ്ലവർ ഉണ്ടാകും. ഓൾഡ് ഫ്ലവർ താഴെ, യങ് ഫ്ലവർ മുകളിൽ. ഇവിടെ ഓൾഡ് ഫ്ലവർ മുകളിൽ, യങ് ഫ്ലവർ താഴെ. ഓക്കെ, അടുത്ത് നോക്കും മക്കളെ. അടുത്ത ഡ്രൂപ്പ്. ഡ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മാംഗോയും കോക്കനറ്റിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ഇത്. ഡ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മാംഗോയും കോക്കനറ്റിനെയും ചേർത്ത് വിളിക്കുന്ന പേരെന്താ? മാംഗോയിനെയും കോക്കനറ്റിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ഇത്. ഡ്രൂപ്പ് എന്ന് പറഞ്ഞ കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. നമുക്കിവിടെ ഒരു ചെറിയൊരു കോളമുണ്ട്. ആക്ടിനോമോർഫിക്, സൈഗോമോർഫിക്. അത് മിസ്സായെന്ന് തോന്നുന്നു കേട്ടോ. കുഴപ്പമില്ല മക്കളെ. ഒരു ഫ്ലവർ നിങ്ങൾ എടുത്തു. ആ ഫ്ലവറിനെ എങ്ങനെ മുറിച്ചാലും രണ്ട് ഹാഫ് കിട്ടുന്നു എങ്കിൽ ആ ഫ്ലവറിന്റെ പേരെന്താ? ആക്ടിനോമോർഫിക് ഫ്ലവർ. എന്താ വിളിക്കുക? ആക്ടിനോമോർഫിക് ഫ്ലവർ എന്ന് വിളിക്കുക. ഒരു ഫ്ലവർ എടുത്തു, അതിനെ
ഒരു പ്ലെയിനിൽ കൂടെ മുറിച്ചാൽ മാത്രമേ രണ്ട് കഷ്ണം കിട്ടുള്ളൂ. ഇത് ഏത് പ്ലെയിനിൽ കൂടെ മുറിച്ചാലും 2 കഷ്ണം കിട്ടും, ആക്ടിനോമോർഫിക്. ഇത് ഒറ്റ പ്ലെയിനിൽ കൂടെ മുറിച്ചാൽ മാത്രമേ 2 കഷ്ണം കിട്ടൂ. എങ്കിൽ അതിന്റെ പേരാണ് ഇത് സൈഗോമോർഫിക് ഫ്ലവർ. എന്താ വിളിക്കുക? പറ. സൈഗോമോർഫിക് ഫ്ലവർ എന്നാ വിളിക്കുക. എന്നാൽ ഒരു ടൈപ്പ് സിമെട്രി ഉണ്ട്, അതിനെ എങ്ങനെ മുറിച്ചാലും 2 കഷ്ണം കിട്ടില്ല, എങ്കിൽ നമ്മൾ വിളിക്കും അസിമെട്രിക് ഫ്ലവർ. എന്താ വിളിക്കുക? അസിമെട്രിക് ഫ്ലവർ. ഒരു ഫ്ലവർ ഏത് പ്ലെയിനിൽ കൂടെ മുറിച്ചാലും 2 ഈക്വൽ ഹാഫ് കിട്ടുമെങ്കിൽ, 2 തുല്യ കഷ്ണം കിട്ടുന്നെങ്കിൽ ആക്ടിനോമോർഫിക്. ഒരു പ്ലെയിനിൽ കൂടെ മാത്രം മുറിച്ചാലേ 2 കഷ്ണം കിട്ടുള്ളെങ്കിൽ അത് സൈഗോമോർഫിക്. എങ്ങനെ മുറിച്ചാലും 2 കഷ്ണം കിട്ടുന്നില്ലെങ്കിലോ അസിമെട്രിക് ഫ്ലവർ എന്നാ വിളിക്കുക. അടുത്ത നമ്മൾ പഠിച്ചത് എന്താണെന്നറിയാമോ? ഏസിവേഷൻ. എന്താ മക്കളെ ഏസിവേഷൻ എന്ന് പറഞ്ഞാൽ? ഏസിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽ ആൻഡ് പെറ്റൽ ഇൻ എ ഫ്ലവർ. ഒരു ഫ്ലവറിൽ എങ്ങനെയാണ് സെപ്പലും പെറ്റലും അറേഞ്ച് ചെയ്തിരിക്കുന്നത്? എക്സാമ്പിൾ ഏതൊക്കെയാ? വടിവ് എന്ന് ഓർത്താൽ മതി. വടിവ്, വാൽവേറ്റ്, ടിഷ്യൂഡ്, ഇംബ്രിക്കേറ്റീവ്, വെക്സിലറി എവിടെ കാണുക? പിയിൽ കാണുന്നത് ഏതാ? വെക്സിലറി. വാൽവേറ്റ്, ടിഷ്യൂഡ്, ഇംബ്രിക്കേറ്റ് ആൻഡ് വെക്സിലറി. ഏസിവേഷൻ നമ്മൾ പഠിച്ചു. അടുത്ത ഏതാ? പ്ലാസെന്റേഷൻ. എന്താ? അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾസ് ഇൻ ഓവറി. എന്താ പ്ലാസെന്റേഷൻ? അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾസ് ഇൻ ഓവറി. ഓവറിയിൽ എങ്ങനെയാ സാറേ ഒവ്യൂൾ അറേഞ്ച് ചെയ്തേക്കുന്നത്? എക്സാമ്പിൾ ഏതൊക്കെയാ? ടൈപ്പ് ഏതൊക്കെയാ? ഫേസ്ബുക്ക് മാപ്പ് അല്ലെങ്കിൽ മാപ്പ് ഫേസ്ബുക്ക്. ഏതൊക്കെ? മാർജിനൽ, ആക്സൈൽ, പരൈറ്റൈൽ, ഫ്രീസെന്റർ, ബേസൽ ആണ് അവിടെ കാണുക. സൺഫ്ലവറിൽ കാണുന്നത് ഏതാണ്? ബേസൽ ആണ്. പിയിൽ കാണുന്ന ഏസിവേഷൻ ഏതാണ്? വാൽവേറ്റ് ആണ്. സൺഫ്ലവറിൽ കാണുന്ന പ്ലാസെന്റേഷൻ ഏതാണ്? ബേസൽ ആണ്. അടുത്തത് പൊസിഷൻ ഓഫ് ഓവറി. ഒരു ഫ്ലവറിൽ എങ്ങനെയാണ് ഓവറി പൊസിഷൻ ചെയ്തേക്കുന്നത്? ഓവറി എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? പൊസിഷൻ ഓഫ് ഓവറി. ഒരു ഫ്ലവർ എടുത്തപ്പം ഇതാണ് ഓവറി എന്നിരിക്കട്ടെ, ബാക്കി എല്ലാ ഭാഗങ്ങളും അതിന്റെ അടിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഓവറിയാണ് മുകളിൽ, ബാക്കിയെല്ലാ സെപ്പല്, പെറ്റല് എല്ലാം അതിന്റെ അടിയിലാണ് ഉണ്ടാകുന്നത്. എങ്കിൽ ഈ ഓവറിന്റെ പേരാണ് മക്കളെ സുപ്പീരിയർ ഓവറി. കാരണം ഓവറി അല്ലേ മുകളിൽ, സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ മുകളിൽ, ഓവറിയാണ് മുകളിൽ, ബാക്കി ഭാഗങ്ങൾ അതിന്റെ അടിയിൽ നിന്ന് ഉണ്ടാകുക. സുപ്പീരിയർ ഓവറി ഉള്ള ഫ്ലവറിന്റെ പേരാണ് ഹൈപ്പോഗൈനസ് ഫ്ലവർ. ആ ഫ്ലവറിന്റെ പേരെന്താ? പറ. ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്നാ വിളിക്കുക. ഓവറി മുകളിൽ, ബാക്കി ഭാഗങ്ങൾ അതിന്റെ അടിയിൽ നിന്ന് ഉണ്ടാകുക. എന്നാൽ വേറെ ഒരു ഫ്ലവർ ഉണ്ട്. ആ ഫ്ലവറിൽ നോക്കിയപ്പോഴോ ഓവറി താഴെയാ മക്കളെ, ബാക്കി എല്ലാ ഭാഗങ്ങളും അതിന്റെ മുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഓവറി താഴെയല്ലേ, അപ്പൊ അതിന്റെ പേരാണ് ഇൻഫീരിയർ ഓവറി. ആ ഓവറിന്റെ പൊസിഷന്റെ പേരെന്താ? ഇൻഫീരിയർ ഓവറി. ഈ ഇൻഫീരിയർ ഓവറി ഉള്ള ഫ്ലവറിന്റെ പേരാണ് മക്കളെ എന്ത്? എപ്പിഗൈനസ് ഫ്ലവർ. ആ ഫ്ലവറിന്റെ പേരെന്താ? പറ. എപ്പിഗൈനസ് ഫ്ലവർ എന്ന് വിളിക്കാം. ഓവറി മുകളിലാണെങ്കിൽ സുപ്പീരിയർ ഓവറി, ഓവറി ബാക്കി ഭാഗങ്ങളുടെ അടിയിലാണെങ്കിൽ ഇൻഫീരിയർ ഓവറി. സുപ്പീരിയർ ഓവറി ഉള്ള ഫ്ലവറിന്റെ പേര് ഹൈപ്പോഗൈനസ് ഫ്ലവർ, ഇൻഫീരിയർ ഓവറി ഉള്ള ഫ്ലവറിന്റെ പേര് എപ്പിഗൈനസ് ഫ്ലവർ. വേറൊരു ഫ്ലവർ കണ്ടു. ആ ഫ്ലവറിന്റെ ഓവറി ഏത് ലെവലിലാണോ അതേ ലെവലിൽ നിന്നാണ് ബാക്കി ഭാഗങ്ങൾ ഉണ്ടാകുക. ബാക്കി ഭാഗങ്ങൾ ഇരിക്കുന്നത് ഓവറിന്റെ അതേ ലെവലാ, എങ്കിൽ നമ്മൾ വിളിക്കും ഹാഫ് സുപ്പീരിയർ ഓവറി ഓർ ഹാഫ് ഇൻഫീരിയർ ഓവറി എന്ന് വിളിക്കാം. ഹാഫ് സുപ്പീരിയർ ഓർ ഹാഫ് ഇൻഫീരിയർ. ഈ ടൈപ്പ് ഓവറി ഉള്ള ഫ്ലവറിന്റെ പേരെന്താ? പെരിഗൈനസ് ഫ്ലവർ. എന്താ വിളിക്കുക? പെരിഗൈനസ് ഫ്ലവർ എന്നാ വിളിക്കുക. സുപ്പീരിയർ ഓവറി ഉള്ള ഫ്ലവർ ആണ് സാറേ എന്ത്? ഹൈപ്പോഗൈനസ് ഫ്ലവർ. ഇൻഫീരിയർ ഓവറി ഉള്ള ഫ്ലവർ ഏതാ? എപ്പിഗൈനസാ. ഇൻഫീരിയർ, ഹാഫ് സുപ്പീരിയർ അല്ലെങ്കിൽ ഹാഫ് ഇൻഫീരിയർ ഓവറിയുള്ള ഫ്ലവറിന്റെ പേരെന്താ? പെരിഗൈനസ് ഫ്ലവർ എന്നാ വിളിക്കുക. അടുത്ത നോക്കും മക്കളെ, ഡ്രൂപ്പ്. ഡ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫൈബ്രസ് മീസോകാർപ്പ് ആൻഡ് സ്റ്റോണി എൻഡോകാർപ്പ്. ഒരു ഫ്രൂട്ടിന്റെ മീസോകാർപ്പ് എന്താ? ഫൈബർ വെച്ചുണ്ടാക്കിയതാ. എൻഡോകാർപ്പ് എന്താ? സ്റ്റോണിയ, നല്ല കട്ടിയുള്ളതാ. എങ്കിൽ അതിന്റെ പേരാണ് ഡ്രൂപ്പ്. ഡ്രൂപ്പ് ഏതൊക്കെ? മാംഗോ ആൻഡ് കോക്കനട്ട്. സോളനേസിയ ഫാമിലി പഠിക്കണം, പൊട്ടറ്റോ ഫാമിലി. എന്തൊക്കെയാ? ഫ്ലോറൽ ഫോമില, വെരി വെരി ഇമ്പോർട്ടന്റ്. ഫ്ലോറൽ ഫോമില പഠിക്കണം. ബൈസെക്ച്വൽ ആണ്, ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ച്വൽ ആണ്. കാലിസിന്റെ ഉള്ളിൽ 5 സെപ്പൽ ഉണ്ട്, അത് ഫ്യൂസ്ഡ് ആണ്. കൊറോളന്റെ ഉള്ളിൽ 5 പെറ്റൽ ഉണ്ട്, അത് ഫ്യൂസ്ഡ് ആണ്. ആൻഡ്രീഷ്യത്തിനുള്ളിൽ 5 സ്റ്റേമൻ ഉണ്ട്. സുപ്പീരിയർ ഓവറിയാണ്, അതിൻ്റെ ഉള്ളിൽ 2 കാർപ്പൽ ഉണ്ട്. സുപ്പീരിയർ ഓവറി വിത്ത് 2 കാർപ്പൽസ്. ആ 2 കാർപ്പലും ഫ്യൂസ്ഡാ. ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ ആൻഡ്രീഷ്യവും ഈ കാലിക്സും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ആൻഡ്രീഷ്യവും കാലിക്സും തമ്മിൽ കണക്റ്റഡാ. ഈ കണക്ഷന്റെ പേരാണ്, ഈ കണക്ട് ആകുന്നതിന്റെ പേര് അഡീഷൻ അല്ലെങ്കിൽ എപ്പിപെറ്റാലസ് എന്ന് വിളിക്കും. ആൻഡ്രീഷ്യവും കാലിക്സും തമ്മിൽ കണക്റ്റഡ് ആയാൽ വിളിക്കുന്ന പേരാണ് ഏത്? എപ്പിപെറ്റാലസ് എന്നാ വിളിക്കുക. കാലിസ് അല്ല, കൊറോള കേട്ടോ, കൊറോള.
ആൻഡ്രീഷ്യയും കൊറോളയും തമ്മിൽ കണക്റ്റഡ് ആണെങ്കിൽ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? എപ്പിപെറ്റാലസ് എന്നാ വിളിക്കുക. ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്ന അതല്ല മക്കളെ. സോളനേസിയന്റെ ഫ്ലോറൽ ഫോമുല എല്ലാവർക്കും അറിയാം, പക്ഷെ അതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദ്യം വരാം. എന്തൊക്കെയാ സാർ? ചിലര് വെജിറ്റബിളാ, പച്ചക്കറി ഏതൊക്കെയാ? ടൊമാറ്റോ, പൊട്ടറ്റോ ഒക്കെ പച്ചക്കറിയാ. സ്പൈസ് ചിലത് എരിവ് കൂടാൻ ഉപയോഗിക്കും. ആര്? ചില്ലി. ചില്ലി എന്താ? സ്പൈസ് ആണ്. മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാ? ബെല്ലഡോണ, അശ്വഗന്ധ. ചോദിക്കാം പരീക്ഷയ്ക്ക്, ഏത് സോളനേസിയ ഫാമിലിയിലെ ഏത് ചെടിയാണ് മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുക? ബെല്ലഡോണ, അശ്വഗന്ധ. ഫ്യൂമിഗേറ്ററി പുകയ്ക്കാൻ ഉപയോഗിക്കുന്ന ആരെയാ? ടൊബാക്കോനെയാ. ഓർണമെന്റ്സ് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആരെയാ? പെറ്റൂണിയ. പെറ്റൂണിയ. ഇതൊക്കെയാണ് സോളനേസിയ ഫാമിലിന്റെ ഫ്ലോറൽ ഫോമുല. അതിന്റെ ഡയഗ്രാം നോക്കി വെക്കണം. പിന്നെന്താ? എക്കണോമിക് ഇമ്പോർട്ടൻസും ചോദിക്കും. പ്ലാൻ കിണ്ടത്തിൽ പഠിക്കേണ്ടത്, പ്ലാൻ കിണ്ടത്തെ തരംതിരിച്ചതാരാ? പ്ലാൻ കിണ്ടത്തെ തരംതിരിച്ചതാരാ? ബെന്തം ആൻഡ് ഹുക്കർ. പ്ലാൻ കിണ്ടത്തെ തരംതിരിച്ചതാരാ മക്കളെ? ബെന്തം ആൻഡ് ഹുക്കറ. 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് ആർട്ടിഫിഷ്യൽ, നാച്ചുറൽ, ഫൈലോജനറ്റിക്. ഇത് കൊള്ളില്ലായിരുന്നു. ഇതിൽ കുറച്ച് ക്യാരക്ടറെ കൺസിഡർ ചെയ്തുള്ളൂ, അതുകൊണ്ട് കൊള്ളില്ല. നാച്ചുറൽ ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യല്, നാച്ചുറല്, ഫൈലോജനറ്റിക്. ഫൈലോജനറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഫോസിലുകൾ വെച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഏത്? ഫൈലോജനറ്റിക്. എവല്യൂഷൻ പരമായിട്ടുള്ള ബന്ധം നോക്കുക. അവിടെ ഫോസിലാണ് അവിടുത്തെ മെയിൻ എവിഡൻസ്. ഫൈലോജനറ്റിക്കൽ ക്ലാസിഫൈ ചെയ്യണമല്ലോ, അതിന് കുറെ സോഴ്സ് വേണം, എവിഡൻസ് വേണം, സത്യങ്ങൾ വേണം. ഏത് സത്യങ്ങളാ? ഫോസിലുകളാണ് അവിടുത്തെ എവിഡൻസുകൾ. ഫോസിൽ അല്ലെങ്കിൽ വേറെ സോഴ്സിൽ നമ്മൾ എവിഡൻസ് കണ്ടെത്തും. എവിടേക്കാ? ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി, കീമോ ടാക്സോണമി. ന്യൂമറിക്കൽ, സൈറ്റോ, കീമോ ടാക്സോണമി. ന്യൂമറിക്കൽ നമ്പർ യൂസ്ഡാ. സൈറ്റോ എന്ന് പറഞ്ഞാൽ സെല്ലിലെ ക്രോമസോ നമ്പർ, ഷേപ്പ്, അതൊക്കെ യൂസ്ഡ്. കീമോടാക്സോണമി കെമിക്കൽസ് യൂസ് ചെയ്യുന്നതാ. ആൽഗേന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാ? ആൽഗേനെ ഫുഡായിട്ട് ഉപയോഗിക്കും. ഏതൊക്കെ ആൽഗേനെയാ? പോർഫൈറ, ലാമിനാറിയ, സർഗാസം. ഇതൊക്കെ ഫുഡായിട്ട് ഉപയോഗിക്കും. ചിലര് ഹൈഡ്രോകൊളൈഡ്സിനെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. എന്താ ഹൈഡ്രോകൊളൈഡ്? വാട്ടറിനെ പിടിച്ചു വെക്കുന്ന സബ്സ്റ്റൻസ്, അതാണ് വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ്. വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ് ആണ് ഹൈഡ്രോകൊളോയിഡ്. ഇവർ എവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കുക? ആൽഗയിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുക. 3 ഹൈഡ്രോകൊളോയിഡ് ഉണ്ട്: ആൽജിൻ, കരാജിൻ, അഗർ. ആൽജിൻ എവിടെ നിന്ന് ഉണ്ടാക്കുക? ബ്രൗൺ ആൽഗേന്ന്. കറാജിൻ എവിടെ നിന്ന് ഉണ്ടാക്കുക? റെഡ് ആൽഗേന്ന്. അഗർ എവിടെ നിന്ന് ഉണ്ടാക്കുക? റെഡ് ആൽഗേന്ന്. റെഡ് ആൽഗേന്ന് വേർതിരിക്കുന്നവരാരെയാ? കറാജീനും അഗറുമാ. എന്നാൽ ബ്രൗൺ ആൽഗേന്ന് വേർതിരിക്കുന്ന ഹൈഡ്രോകൊളോയിഡ് ഏതാ? ആൽജിന മക്കളെ. ഏതൊക്കെ റെഡ് ആൽഗേന്നാണ് അഗർ വേർതിരിക്കുക? ജെലിഡിയം ആൻഡ് ഗ്രേസിലേറിയ. ജെലിഡിയം ആൻഡ് ഗ്രേസിലേറിയ. എന്തിന് ഹൈഡ്രോകൊളോയിഡ് ഉപയോഗിക്കുക? ഐസ്ക്രീം പ്രിപ്പറേഷൻ. ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കാൻ, ഐസ്ക്രീം പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഏത് മക്കളെ? ഹൈഡ്രോകൊളോയിഡ്സ്. ഹൈഡ്രോകൊളോയിഡിന് എക്സാമ്പിൾ ഏതൊക്കെ? ആൽജിൻ, കരാജിൻ, അഗർ. അഗർ ഏതൊക്കെ ആൽഗേന്ന് വേർതിരിച്ച്? ജെലിഡിയം ആൻഡ് ഗ്രേസിലേറിയ. ക്ലോറല്ല, സ്പേസ് ട്രാവലേഴ്സ് ഫുഡായിട്ട് ഉപയോഗിക്കുന്നതാ. മറ്റ് ഗ്രഹങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ടല്ലോ, സ്പേസ് ട്രാവലേഴ്സ്. അവര് ചൊവ്വയിലേക്കും വ്യാഴത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവർ ആഹാരമായിട്ട് കൊണ്ടുവന്നത് ആരെയാ? ക്ലോറല്ലേനെയാ. ക്ലോറല്ലേനെ ഉപയോഗിക്കുന്നത് എന്തായിട്ടാ? സ്പേസ് ട്രാവലേഴ്സ് ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. അടുത്ത മക്കളെ ഓർത്ത് വെക്കണം ക്ലാസിഫിക്കേഷൻ ആൽഗേന്റെ. ക്ലോറോഫൈസിയെ ഗ്രീൻ ആൽഗെ, ഫിയോഫൈസിയെ ബ്രൗൺ ആൽഗെ, റോഡോഫൈസിയെ റെഡ് ആൽഗെ. ക്ലോറോഫൈസ് എങ്ങനെ സ്റ്റോർ ചെയ്യുക ഫുഡിനെ? സ്റ്റാർച്ചും പൈറിനോട്സുമായിട്ടും. ഫിയോഫൈസിയോ ലാമിനാറിൻ മണ്ണിത്തോളായിട്ടാ. റോഡോഫൈസിയെ ഫ്ലോറിഡീൻ സ്റ്റാർച്ച് ആയിട്ടാ. ഇവന്റെ സെൽവോൾ ഉണ്ടാക്കിയേക്കുന്നത് സെല്ലുലോസും പെക്ടോസും വെച്ച, അല്ലെങ്കിൽ പെക്റ്റിൻ വെച്ച. ഇവന്റെയോ സെല്ലുലോസും ആൽജിനും വെച്ച. ഇവന്റെയോ സെല്ലുലോസും പെക്റ്റിനും പോളിസൾഫേറ്റ് എക്സ്റ്ററും വെച്ച. ആരുടെ ഉണ്ടാക്കിയേക്കണേ? റോഡോഫൈസിനെ ഉണ്ടാക്കിയേക്കുന്നത്. ക്ലോറോഫൈസിക്ക് 2 മുതൽ 8 വരെ, 2 മുതൽ 8 വരെ ഫ്ലജെല്ല ഉണ്ട്. ഫിയോഫൈസിക്ക് 2 ഫ്ലജെല്ലേ കാണുള്ളൂ. റോഡോഫൈസിക്ക് ഫ്ലജെല്ല ഇല്ല. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാ, ഫ്ലജെല്ല ഇല്ലാത്ത ആൽഗെ ഏതാ? റോഡോഫൈസിയെ. ഈ ഫ്യൂക്കോസാന്തിൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ് ഉണ്ട്, അത് കാണുന്നത് എവിടെ? ഫിയോഫൈസിയയില. ഫൈക്രോ എരിത്രിൻ എന്ന് പറഞ്ഞ ഒരു പിഗ്മെന്റ് ഉണ്ട്, അതെവിടെ കാണുക? റോഡോഫൈസിയെ. ഫ്യൂക്കോസാന്തിൻ ഫിയോഫൈസിയയിൽ കാണും, ഫൈക്കോ എരിത്രിൻ റോഡോഫൈസിയയിൽ കാണും. ബ്രയോഫൈറ്റിന് എന്താ വിളിക്കുക? ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം. കാരണം എന്താ? അവർ നോർമലി കരയിലാ കാണുക, പക്ഷെ അവർക്ക് വെള്ളം വേണം. എന്തിന്? സെക്ച്വൽ റിപ്രൊഡക്ഷൻ നടത്താൻ. അവർ കരയിലാണ് കാണുക, പക്ഷെ വെള്ളം വേണം അവർക്ക് സെക്ച്വൽ റിപ്രൊഡക്ഷൻ നടത്താൻ. അതുകൊണ്ട് എന്ത് വിളിക്കും? ആംഫീബിയൻസ്. എന്താ ആംഫീബിയൻ? കരയും വെള്ളവും വേണ്ടവൾ, ഉരകങ്ങൾ എന്ന് വിളിക്കുക. കരയും വെള്ളവും വേണ്ടവരാണ് നമ്മൾ ആംഫീബിയൻസ് എന്ന് വിളിക്കുക. അവർ കരയിലാണ് നോർമലി ജീവിക്കുക, പക്ഷെ അവർക്ക് വാട്ടർ വേണം. എന്തിന്? സെക്ച്വൽ റിപ്രൊഡക്ഷൻ നടത്താൻ. 2 ടൈപ്പ് ഉണ്ട്, ലിവർവോർട്സ് ആൻഡ് മോസസ്. ബ്രയോഫൈറ്റ് 2 ലിവർവോർട്സ് ആൻഡ് മോസസ്. ലിവർവോർട്സ് എക്സാമ്പിൾ മാർക്കാൻജിയ. മോസസുകളുടെ എക്സാമ്പിൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഏതൊക്കെ? ഫിനേറിയ, പോളിട്രിക്കം, സ്പാഗ്നം. സ്പാഗ്നത്തെ വിളിക്കുന്ന പേരാണ് പീറ്റുമോസ്. പീറ്റുമോസ് എന്ന് വിളിക്കുന്ന ബ്രയോഫൈറ്റ് ഏതാ? സ്പാഗ്നമ മക്കളെ.
ഈ ലിവർ വോട്ട്സുകൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താൻ നേരെ അവരൊരു സഞ്ചി ഉണ്ടാക്കും. ആ സഞ്ചിന്റെ പേരാണ് ജമ്മ കപ്പ്. സഞ്ചിന്റെ പേരെന്താ? ജമ്മ കപ്പ്. ആ സഞ്ചിയിൽ ചെറിയ ബഡുകൾ ഉണ്ടാകും, അസെക്ഷൽ ബഡുകൾ ഉണ്ടാകും. ആ ബഡിന്റെ പേരെന്താ? ജമ്മ എന്നാ വിളിക്കുക. എപ്പോഴാണോ ഈ ബഡ് അടർന്ന് വീഴുക, അവര് വളർന്ന് 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 എന്താകും? പുതിയൊരു ലിവർ വോട്ടായിട്ട് മാറും. പുതിയൊരു ലിവർ വോട്ട്സ് ആയിട്ട് മാറും. ലിവർ വോട്ട്സ് എങ്ങനെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുക? ഒരു സഞ്ചി ഉണ്ടാക്കും, അതിന്റെ പേര് ജമ്മ കപ്പ്. അതിനുള്ളിൽ ഉണ്ടാകുന്ന ബഡിന്റെ പേരെന്താ? ജമ്മ. ഈ ജമ്മ അടർന്ന് വീണിട്ട് വളർന്ന് വളർന്നിട്ട് എന്താകും? പുതിയ ലിവർ വോട്ട്സ് ആയിട്ട് മാറും. ജമ്മ കപ്പ്, അതിനുള്ളിൽ ഉണ്ടാകുന്ന ബഡിന്റെ പേര് ജമ്മ. ജമ്മ കപ്പൊക്കെ എവിടെ കാണുള്ളൂ? ലിവർ വോട്ട്സിലെ കാണും, മോസസിൽ ഇത് കാണില്ല. ഇതാണ് മക്കളെ ഫുനേറിയന്റെ ചിത്രം. NCERT കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗത്തെ വിളിക്കുന്ന പേര് ഗെമറ്റോഫൈറ്റ്, ഇത്രയും ഭാഗത്തെ വിളിക്കുന്ന പേര് സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ് എന്താ ഉണ്ടാക്കുക? സ്പോർ ഉണ്ടാക്കുന്നവരാ സ്പോറോഫൈറ്റ്. ഗെമേറ്റ്, ബീജങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ആര്? ഗെമറ്റോഫൈറ്റ്. ബ്രയോഫൈറ്റിലെ റൂട്ട്സിന്റെ പേരെന്താ? റൈസോയിഡ്സ് എന്ന് വിളിക്കാം. ബ്രയോഫൈറ്റ്, അത് ലിവർ വോട്ട് ആയിക്കോട്ടെ മോസസ് ആയിക്കോട്ടെ, അവരുടെ റൂട്ടിന്റെ പേരെന്താ? വേരുകളുടെ പേരാണ് റൈസോയിഡ്സ്. എന്താ റൈസോയിഡ്സ് എന്ന് പറഞ്ഞാൽ സാറേ? ബ്രയോഫൈറ്റുകളുടെ റൂട്ടിന്റെ പേരാണ് ഏത്? ബ്രയോഫൈറ്റുകളുടെ റൂട്ടിന്റെ പേരാണ് മക്കളെ എന്ത്? റൈസോയിഡ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, റൈസോയിഡ്സ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇത് ലിവർ മോസുകളാണല്ലോ. ഫുനേറിയല്ലേ ഇത് ആരുടെ ചിത്രമാ? ഫുനേറിയന്റെ ചിത്രമാ. ഫുനേറിയ എന്തിന് എക്സാമ്പിളാ? മോസസുകൾക്ക് എക്സാമ്പിളാ. ഫുനേറിയയിൽ എന്തുണ്ട്? സ്പോറോഫൈറ്റും ഗെമറ്റോഫൈറ്റും ഉണ്ട്. അല്ലെങ്കിൽ മോസസ് എന്ന് വിളിക്കാം. ഫുനേറിയ എന്ന് പറഞ്ഞാൽ മോസസ് ആണല്ലോ. മോസസിന് ഗെമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും ഉണ്ട്. മോസസുകളുടെ ഗെമറ്റോഫൈറ്റിന് വേറൊരു പേരും കൂടെ ഉണ്ട്. എന്താ? പ്രോട്ടോണിമ. എന്താ വിളിക്കുക? പ്രോട്ടോണിമ. ഗെമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഗെമേറ്റ് ഉണ്ടാക്കുന്നവർ. ഏത് പ്ലാന്റ് എടുത്താലും ഗെമേറ്റ് ഉണ്ടാക്കുന്ന ഗെമറ്റോഫൈറ്റും വേണം, സ്പോർ ഉണ്ടാക്കുന്ന സ്പോറോഫൈറ്റും വേണം. ബ്രയോഫൈറ്റ് എടുത്തോ നിങ്ങൾ, അവർക്ക് ഗെമറ്റോഫൈറ്റ് ഉണ്ട്. ടെറിഡോഫൈറ്റ് എടുത്തോ നിങ്ങൾ, അവർക്ക് ഗെമറ്റോഫൈറ്റ് ഉണ്ട്. ബ്രയോഫൈറ്റ് എസ്പെഷ്യലി മോസസുകളുടെ ഗെമറ്റോഫൈറ്റിന്റെ പേരാണ് ഏത്? പ്രോട്ടോണിമ. എന്നാൽ ടെറിഡോഫൈറ്റുകളുടെ ഗെമറ്റോഫൈറ്റിന്റെ പേരെന്താ? പ്രോതാലസ്. രണ്ടും ഗെമറ്റോഫൈറ്റാ. ബ്രയോഫൈറ്റിന്റെ ഗെമറ്റോഫൈറ്റിന്റെ പേര് പ്രോട്ടോണിമ, ടെറിഡോഫൈറ്റിന്റെ ഗെമറ്റോഫൈറ്റിന്റെ പേര് പ്രോതാലസ്. കൺഫ്യൂഷൻ ആകില്ല കേട്ടോ. തല്ല് കിട്ടും എപ്പോഴാ? തെറി വിളിക്കുമ്പോൾ. ടെറിഡോഫൈറ്റിലെയാണ് പ്രോതാലസ്. തെറി വിളിക്കുമ്പോൾ തല്ല് കിട്ടും. അല്ലാതെ ടെറിഡോഫൈറ്റിന്റെ ഗെമറ്റോഫൈറ്റിന്റെ പേര് പ്രോട്ടോണിമയല്ല. ടെറിഡോഫൈറ്റിന്റെ ഗെമറ്റോഫൈറ്റിന്റെ പേര് പ്രോതാലസ് ആണ്. തല്ല് കിട്ടും തെറി വിളിക്കുമ്പോൾ. ടെറിഡോഫൈറ്റ് എന്താ മക്കളെ? ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സാ. ബ്രയോഫൈറ്റ് എങ്ങനെ? ആൽഗകൾ വെള്ളത്തിൽ മാത്രമേ കാണുള്ളൂ. ബ്രയോഫൈറ്റോ കരയിലും വെള്ളത്തിലും കാണും. എന്നാലോ ടെറിഡോഫൈറ്റോ ഫുള്ള് കരയിലേ കാണൂ. വെള്ളത്തിന്റെ ആവശ്യം അങ്ങനില്ല, നെല്ലായിട്ട് ആവശ്യമില്ല. ബ്രയോഫൈറ്റിന് അത്രയില്ല. ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റാ. കരയിലേക്ക് കയറി വന്ന് ജീവിച്ച ആദ്യത്തെ പ്ലാന്റ് ആണ് ഏത്? ടെറിഡോഫൈറ്റ്. ബ്രയോഫൈറ്റ് അങ്ങനല്ല, കരയോടും വെള്ളത്തിനോടും ചേർന്നിട്ടാ കാണുക. ഫുള്ള് കരയോട് ആണെന്നോ ഫുള്ള് വെള്ളത്തിനോടാണെന്നോ പറയാൻ പറ്റില്ല. എന്നാൽ ടെറിഡോഫൈറ്റോ കുറച്ചുകൂടെ കരയിലേക്ക് വന്ന് ജീവിച്ചവരാണ് ആര്? ടെറിഡോഫൈറ്റ് എന്ന് പറഞ്ഞാൽ. ടെറിഡോഫൈറ്റ് എവിടെ ജീവിക്കുക? മോയ്സ്റ്റ് ഷെയ്ഡി പ്ലേസസ്. മോയ്സ്റ്റ്, ഈർപ്പമുള്ള, തണലുള്ള, ഷെയ്ഡി ആയിട്ടുള്ള റീജിയൻസിലാണ് അവർ ജീവിക്കുക. ടെറിഡോഫൈറ്റ് എന്തുണ്ട്? ഏത് പ്ലാന്റ് എടുത്താലും ഗെമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റും ഉണ്ട്. സ്പോറോഫൈറ്റും ഉണ്ട് അവർക്ക്, ഗെമറ്റോഫൈറ്റും ഉണ്ട് അവർക്ക്. ഗെമറ്റോഫൈറ്റ് ഗെമേറ്റ് ഉണ്ടാക്കും, സ്പോറോഫൈറ്റ് സ്പോർ ഉണ്ടാക്കും. സ്പോറോഫൈറ്റിന് 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെ? റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്. റൂട്ടും സ്റ്റെമ്മും ലീഫും ചേർന്നാണ് എന്ത്? സ്പോറോഫൈറ്റ്. നിങ്ങൾ ഏത് പ്ലാന്റ് എടുത്താലും അത് എസ്പെഷ്യലി ടെറിഡോഫൈറ്റ്, ജിംനോസ്പെർമ, ആൻജിയോസ്പെർമ, ഈ 3 പേരുടെ സ്പോറോഫൈറ്റ് ആണ് ഇത്. റൂട്ടും സ്റ്റെമ്മും ലീഫും. അവരുടെ റൂട്ടും സ്റ്റെമ്മും ലീഫും ചേർത്ത് വിളിക്കുന്ന പേരാണ് ഇത് സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, റൂട്ടും സ്റ്റെമ്മും ലീഫും അടങ്ങിയതാണ് സ്പോറോഫൈറ്റ്. ഈ ലീഫിനെ വിളിക്കുന്ന വേറൊരു പേര് സ്പോറോഫിൽ എന്ന. ടെറിഡോഫൈറ്റിന്റെ ലീഫിനെ വിളിക്കുന്ന വേറൊരു പേരെന്താ? സ്പോറോഫിൽ എന്നാ വിളിക്കുക. ഈ ലീഫുകൾ ഇങ്ങനെ ഉണ്ടാവും. ഓരോ ലീഫുകൾ കണ്ടോ? ഇത് ഓരോ ലീഫാട്ടോ. ഓരോ ലീഫുകൾ ഇങ്ങനെ കൂടി ചേർന്ന് ഒരു കോൺ ഉണ്ടാകും. ഫോം കോൺസ് അല്ലെങ്കിൽ സ്റ്റൊബിലി എന്ന് വിളിക്കും. ലീഫുകൾ കൂടി ചേർന്നിട്ട് ഇങ്ങനെ കോണുകൾ ഉണ്ടാകും. ഇങ്ങനെ കോൺ ഫോം ചെയ്യും. എവിടെ? സെലാജിനെല്ല ഇക്വിസിറ്റം പോലുള്ള ടെറിഡോഫൈറ്റുകളിൽ അവരുടെ ലീഫിന്റെ പേര് സ്പോറോഫിൽ എന്ന. ആ ലീഫുകൾ കൂടി ചേർന്നിട്ട് ഒരു കോണായി മാറും, സ്റ്റൊബിലി ആയി മാറും. അങ്ങനെ മാറുന്നത് എവിടൊക്കെയാ? സെലാജിനെല്ല ഇക്വിസിറ്റം. പരീക്ഷയ്ക്ക് ചോദിക്കും, ഏതൊക്കെ ടെറിഡോഫൈറ്റിലാ കോണുകൾ കാണുക? സെലാജിനെല്ല ഇക്വിസിറ്റം. ഈ 2 ഇങ്ങനെ കോണുകൾ കാണുക. എന്നാൽ ബാക്കി എല്ലായിടത്തും എന്താ പ്രത്യേകത അറിയാമോ?
അവരുടെ ലീഫിന്റെ പേരെന്താ? ലീഫിന്റെ പേരാ മക്കളെ സ്പോറോഫിൽ. ലീഫിന്റെ പേര് സ്പോറോഫില്ല. ആ ലീഫിൽ ചില സ്ട്രക്ചറുകൾ ഉണ്ട്. അതിന്റെ പേരാണ് സ്പൊറാഞ്ചിയ. ലീഫിന്റെ പേര് സ്പോറോഫിൽ. ലീഫിൽ ചില സഞ്ചികളുണ്ട്. ലീഫിൽ നിൽക്കുന്ന സഞ്ചിയുടെ പേരെന്താ? സ്പൊറാഞ്ചിയ. ഈ സ്പൊറാഞ്ചിയന്റെ ഉള്ളിൽ ഒരു സെല്ലുണ്ട്, അതിന്റെ പേരെന്താ? സ്പോർ മദർ സെൽ. ലീഫിന്റെ പേര് സ്പോറോഫിൽ. ലീഫിൽ എന്തുണ്ട്? സ്പൊറാഞ്ചി ഉണ്ട്. സ്പൊറാഞ്ചിന്റെ ഉള്ളിലെ സെല്ലിന്റെ പേരെന്താ? സ്പോർ മദർ സെൽ. ആ സ്പോർ മദർ സെല്ല് മിയോസിസ് നടന്നിട്ട് എന്തുണ്ടാക്കും? സ്പോർ ഉണ്ടാക്കും. ടെറിഡോഫൈറ്റിന്റെ ലീഫിന്റെ പേരാ സ്പോറോഫിൽ. സെലാജിനിലയിലും മിക്കുസിറ്റത്തിലും ആ ലീഫ് കൂടിച്ചേർന്ന് എന്താകും? കോണായി മാറും. ബാക്കി ലീഫില് ബാക്കി എല്ലായിടത്തും ഇത് രണ്ടിലുമാണ് ഏകദേശം കോണ് കാണുക കേട്ടോ. കോണ് വൃത്തിക്ക് കാണുന്ന സെലാജിനിലെ ലിക്വിസെറ്റുമാ. നിങ്ങൾ അവരുടെ സ്പോറോഫിൽ നോക്ക്. സ്പോറോഫിൽ ചില സ്ട്രക്ചറുകൾ ഉണ്ട്, കുടമുണ്ട്. ആ കുടത്തിന്റെ പേരെന്താ? സ്പൊറാഞ്ചിയ എന്ന് വിളിക്കാം. ഈ സ്പൊറാഞ്ചിയുടെ ഉള്ളിൽ സെല്ലുകൾ ഉണ്ട്, അതിന്റെ പേരെന്താ? സ്പോർ മദർ സെൽ എന്ന് വിളിക്കുക. ആ സ്പോർ മദർ സെല്ലുകൾക്ക് മിയോസിസ് സംഭവിക്കുമ്പോൾ എന്തുണ്ടായിക്കോളും? സ്പോറുകൾ ഉണ്ടായിക്കോളും. ഈ സ്പോറുകൾ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് ഹോമോസ്പോസ്, ഒന്ന് ഹെട്രോസ്പോസ്. എല്ലാ സ്പോറും സെയിം സൈസ് ഉള്ളതാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഹോമോസ്പോസ് എന്ന് വിളിക്കുക. എന്നാൽ ഡിഫറെന്റ് ഷേപ്പുള്ള സ്പോർ ഉണ്ടായെങ്കിലോ നമ്മൾ ഹെട്രോസ്പോസ് എന്ന് വിളിക്കുക. ഒരു സ്പോർ ചെറുതായിരിക്കും, ഒന്ന് ലാർജ്. ഹോമോസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സ്പോറും സെയിം സൈസാ. ഹെട്രോസ്പോസിലോ ഒന്ന് ചെറുത് ഒന്ന് വലുത്. ചെറിയ സ്പോറുകളെ മൈക്രോസ്പോർസ് എന്നാ വിളിക്കുക, വലിയ സ്പോറുകളെ മെഗാസ്പോറുകൾ എന്നാ വിളിക്കുക. മൈക്രോസ്പോറുകളാണ് എന്തുണ്ടാക്കുക? പോളൻ ഉണ്ടാക്കുക. മെഗാസ്പോറാണ് എന്തുണ്ടാക്കുക? എംബ്രിയോസാക്ക് ഉണ്ടാക്കുക. മൈക്രോസ്പോറുകൾ എന്തായിട്ട് മാറും? പോളൻ ഗ്രെയിൻ ആയിട്ട് മാറും. മെഗാസ്പോർ എന്തായിട്ട് മാറും? എംബ്രിയോസാക്ക് ആയിട്ട് മാറും. പോളൻ ഗ്രെയിനെ വിളിക്കുന്ന വേറൊരു പേര് മെയിൽ ഗെമറ്റോഫൈറ്റ്, എംബ്രിയോസാക്കിനെ വിളിക്കുന്ന വേറൊരു പേര് ഫീമെയിൽ ഗെമറ്റോഫൈറ്റ്. ഈ ഹെട്രോസ്പോറുകൾ എല്ലാ ടെറിഡോഫൈറ്റും ഹോമോസ്പോറ ഉണ്ടാക്കുക, സെയിം സൈസ് ഉള്ള സ്പോറ ഉണ്ടാക്കുക. എന്നാൽ ഈ ഡിഫറെന്റ് ഷേപ്പുള്ള ഒന്ന് സ്മോൾ ഒന്ന് ലാർജ്, ഈ ഡിഫറെന്റ് ഷേപ്പുള്ള ഹെറ്ററോസ്പോർ ഉണ്ടാക്കുന്ന രണ്ട് ടെറിഡോഫൈറ്റേ ഉള്ളൂ, ഒന്ന് സെലാജിനെല്ല, സാൽവീനിയ. ഹെറ്ററോസ്പോറുകൾ ഉണ്ടാക്കുന്ന രണ്ട് ടെറിഡോഫൈറ്റേ ഉള്ളൂ എന്ന ഏതാ? സെലാജിനെല്ലയും സാൽവീനയും. സെലാജിനെല്ലയും സാൽവീനിയ മക്കൾ എന്തുണ്ടാക്കുക? ഹെറ്ററോസ്പോറുകൾ ഉണ്ടാക്കുക. സെലാജിനെല്ലയും സാൽവീനിയം എന്തുണ്ടാക്കുക? ഹെറ്ററോസ്പോറുകൾ ഉണ്ടാക്കുക മക്കളെ. ജിംനോസ്പോം. ജിംനോസ്പോം എന്ന് പറഞ്ഞാൽ എന്താ? നേക്കഡ് സീഡഡ് പ്ലാന്റ്. ആംഫീബിയസ് പ്ലാന്റ് കിങ്ഡം ബ്രയോഫൈറ്റ. ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ് ഏതാ? ടെറിഡോഫൈറ്റ. നേക്കഡ് സീഡഡ് പ്ലാന്റ് ഏതാ? സീഡുകൾക്ക് കവറിംഗ് ഇല്ല. നേക്കഡ് എന്ന് പറഞ്ഞാൽ കവറിംഗ് ഇല്ല. നേക്കഡ് എന്ന് പറഞ്ഞാൽ എന്താ? കവറിംഗ് ഇല്ല. കവറിംഗ് ഇല്ലാത്ത സീഡുള്ള പ്ലാന്റ്. സാധാരണ സീഡിന്റെ കവറിംഗ് ഏതാ? സീഡ് ഫ്രൂട്ടിന്റെ ഉള്ളിലല്ലേ കാണുക? സീഡ് എവിടെ കാണുക? ഫ്രൂട്ടിന്റെ ഉള്ളില്. അപ്പൊ സീഡിന്റെ കവറിംഗ് ഏതാ? ഫ്രൂട്ടാണ്. കവറിംഗ് ഇല്ലാത്ത സീഡുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രൂട്ട് ഇല്ലാത്ത പ്ലാന്റ്. സീഡിന്റെ കവറിംഗ് ആരാ? ഫ്രൂട്ടാ. സീഡിന്റെ കവറിംഗ് ഇല്ല എന്ന് പറയുമ്പോഴോ ഫ്രൂട്ട് ഇല്ല എന്നർത്ഥം. ഫ്രൂട്ട് ഇല്ലാത്ത പ്ലാന്റുകളാണ് ആര്? ജിംനോസ്പോം. ആ പ്ലാന്റുകളിൽ നേരെ അങ്ങ് സീഡ് ഉണ്ടാകും. സാധാരണ പ്ലാന്റുകളിലോ ഫ്രൂട്ട് ഉണ്ടാകും, ഫ്രൂട്ടിന്റെ ഉള്ളിൽ ആ സീഡ് കാണുക. എന്നാൽ ജിംനോസ്പോമുകളിലോ നേരെ കൊമ്പിന്റെ അറ്റത്ത് എന്തുണ്ടാകും? സീഡ് ഉണ്ടാകും, ഫ്രൂട്ട് ഒന്നുമില്ല. ഇവർക്കും എന്തുണ്ട് മക്കളെ? ഗെമറ്റോഫൈറ്റും ഉണ്ട്, സ്പോറോഫൈറ്റും ഉണ്ട്. സ്പോറോഫൈറ്റിന്റെ മൂന്ന് ഭാഗങ്ങൾ ഏതൊക്കെയാ? ലീഫ്, സ്റ്റെം, റൂട്ട്. ഇവിടെ ഏതൊക്കെയാ? ലീഫ്, സ്റ്റെം, റൂട്ട്. ടെറിഡോഫൈറ്റ് മുതൽ അല്ലെങ്കിൽ ബ്രയോഫൈറ്റ് മുതൽ സ്പോറോഫൈറ്റിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാ? റൂട്ട്, സ്റ്റെം, ലീഫ്. ഓക്കെ. റൂട്ട് ഏത് റൂട്ടാ? ടാപ്പ് റൂട്ടാണ് കാണുക. എവിടെ? ജിംനോസ്പോമിൽ ടാപ്പ് റൂട്ട് സിസ്റ്റമാ കാണുക. ഇവരുടെ റൂട്ട് ചിലപ്പോൾ ഫംഗസുമായിട്ട് ചേർന്നിരിക്കും. റൂട്ടും ഫംഗസും ഇതാണ് അവരുടെ റൂട്ട് എന്നിരിക്കട്ടെ. ആ റൂട്ടിൽ ആര് പറ്റിപ്പിടിക്കും? ഫംഗസുകൾ പറ്റിപ്പിടിക്കും. ഫംഗസ് റൂട്ടും ചേർന്നിരുന്നാൽ വിളിക്കുന്ന പേരാണ് ഏത്? മൈക്കോറൈസ. റൂട്ടിൽ ഫംഗസ് പറ്റിപ്പിടിച്ചിരുന്നാൽ ആ റൂട്ടിനെ ഫംഗസിനെ ചേർത്ത് വിളിക്കുന്ന പേര് മൈക്കോറൈസയ. ഇതെവിടെ കാണുക? പൈനസില കാണുക. ചില ജിംനോസ്പോമിന്റെ റൂട്ടില് ആരാ പറ്റിപ്പിടിക്കുക? ഫംഗസ് അല്ല. ചിലപ്പോൾ പറ്റിപ്പിടിക്കുന്ന ആരാ? സയാനോ ബാക്ടീരിയ പറ്റിപ്പിടിക്കുക. ചിലപ്പോൾ റൂട്ടിൽ ഫംഗസ് പറ്റിപ്പിടിക്കും. ഈ രണ്ടുപേരും കൂടെ ചേർത്ത് വിളിക്കുന്ന പേര് മൈക്കോറൈസ. ചിലപ്പോൾ റൂട്ടിൽ പറ്റിപ്പിടിക്കുന്ന ആരാ? സയാനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗകളാ പറ്റിപ്പിടിക്കുക. ഈ റൂട്ടിൽ ബ്ലൂ ഗ്രീൻ ആൽഗ പറ്റിപ്പിടിച്ചെന്നിരിക്കട്ടെ. ഈ ബ്ലൂ ഗ്രീൻ ആൽഗകൾ പറ്റിപ്പിടിക്കുന്ന റൂട്ടിന്റെ പേരാണ് ഏത്? കോറലോഡ് റൂട്ട്. റൂട്ടിനെ ഫംഗസിനെ ചേർത്ത് വിളിക്കുന്ന പേര് മൈക്കോറൈസ. ഈ രണ്ടിന്റെയും കൂടെ ഒരുമിച്ചുള്ള പേരാ മൈക്കോറൈസ. എന്നാൽ കോറലോഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ടിനെയും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരല്ല. സയാനോ ബാക്ടീരിയകൾ പറ്റിപ്പിടിച്ച റൂട്ടിന്റെ പേരാണ് ഏത്? കോറലോഡ് റൂട്ട്. റൂട്ടിന്റെ പേരാണ് ഏത്? കോറലോഡ് റൂട്ട്. എന്നാൽ ഇത് രണ്ടിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഏത്? മൈക്കോറൈസ. മൈക്കോറൈസ ഏതിന്റെ റൂട്ടിലാ? എവിടെ കാണാ? പൈനസിന്റെ റൂട്ടിലാ. കോറലോഡ് റൂട്ട് ആരുടെ റൂട്ടിലാ കാണുക? സൈക്കസിന്റെ റൂട്ടിലാണ് കോറലോഡ് റൂട്ട് കാണുക. എന്താ കോറലോഡ് റൂട്ട്? സയാനോ ബാക്ടീരിയകൾ പറ്റിപ്പിടിച്ച സൈക്കസിന്റെ റൂട്ട്.
സെം ഉണ്ട് മക്കളെ. സെം എന്താ? സെം ഒന്നെങ്കിൽ അൺബ്രാഞ്ചിഡാ, അല്ലെങ്കിലോ മക്കളെ സെം എന്തായിരിക്കും? ബ്രാഞ്ചിഡാ. അൺബ്രാഞ്ചിഡ് എവിടെ? സെക്വ സൈക്കസ്. അതിലേക്ക് എന്താ? അൺബ്രാഞ്ചിഡാ. ബ്രാഞ്ചിഡ് സെം എവിടെ കാണുക? പൈനസിലും സിട്രസിലും ഒക്കെ ബ്രാഞ്ചിഡ് സെമ്മ. ലീഫ് എങ്ങനെയാണെന്നറിയാം മക്കളെ? ജിംനോസ്പെർമുകളുടെ ലീഫുകൾ ഇങ്ങനെ കൂർത്തിട്ട കാണുക. ലീഫുകൾ ഇങ്ങനെ കൂർത്തിട്ട കാണുക, നീഡിൽ ലൈക്ക് ആയിരിക്കും. ആ ലീഫിനെ കവർ ചെയ്തുകൊണ്ട് ഒരു തിക്ക് കവറിങ് ഉണ്ട്. ആ കവറിങ്ങിന്റെ പേര് ക്യൂട്ടിക്കിൾ. തിക്ക് ക്യൂട്ടിക്കിൾ ആയിരിക്കും. നമ്മൾ പഠിച്ചല്ലോ, ലീഫിൽ കാണുന്ന കവറിങ് ആ ക്യൂട്ടിക്കിൾ. നീഡിൽ കൂർത്ത ലീഫുകളായിരിക്കും. തിക്ക് കട്ടിയുള്ള കവറിങ് തിക്ക് ക്യൂട്ടിക്കിൾ ആയിരിക്കും. അടുത്തെന്താ? സങ്കൻ സ്റ്റൊമാറ്റ. എന്താ സങ്കൻ സ്റ്റൊമാറ്റ? നോർമലി ലീഫിന്റെ സർഫസിലാണ് ആര് കാണുക? സ്റ്റൊമാറ്റ കാണുക. നോർമൽ സ്റ്റൊമാറ്റകൾ അങ്ങനെ കാണുക. എന്നാൽ എന്താ സാറേ സങ്കൻ സ്റ്റൊമാറ്റ? ലീഫിന്റെ മാർജിനിൽ നിന്ന്, ലീഫിന്റെ അറ്റത്തുനിന്ന് കുറച്ച് ഇറങ്ങിയിട്ടായിരിക്കും സ്റ്റൊമാറ്റ കാണുക. ലീഫിൽ നിന്ന് കുറച്ച് ഇറങ്ങിയിരിക്കുന്ന സ്റ്റൊമാറ്റയുടെ പേരാണ് ഏത്? സങ്കൻ സ്റ്റൊമാറ്റ. എന്താ വിളിക്കുക മക്കളെ? പറ. സങ്കൻ സ്റ്റൊമാറ്റ. ലീഫിന്റെ അറ്റത്തിരുന്നാൽ, ലീഫിന്റെ കറക്റ്റ് അറ്റത്തിരുന്നാൽ നോർമൽ സ്റ്റൊമാറ്റ. ലീഫിന്റെ അറ്റത്തുനിന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് കയറിയിട്ടായിരിക്കുക. ലീഫിന്റെ അറ്റത്തുനിന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് കയറിയിരിക്കും. ലീഫിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന സ്റ്റൊമാറ്റ സങ്കൻ സ്റ്റൊമാറ്റ. സങ്കൻ സ്റ്റൊമാറ്റ. ഈ 3 ചേഞ്ചുകളാണ് ജിംനോസ്പെർം ലീഫിൽ വരുത്തുക. എന്തിന്? വാട്ടർ ലോസ് കുറയ്ക്കാൻ. വാട്ടർ ലോസ് കുറയ്ക്കാൻ ജിംനോസ്പെർം എന്തൊക്കെ മാറ്റങ്ങൾ എടുക്കുക? നീഡിൽ കൂർത്ത ലീഫുകൾ, അതിനെ കവർ ചെയ്ത് തിക്ക് ക്യൂട്ടിക്കിൾ, സ്റ്റൊമാറ്റ ഒന്ന് ഇറങ്ങിയായിരിക്കുക. സങ്കൻ സ്റ്റൊമാറ്റ. ആൻജിയോസ്പെർമുകളാണ് മക്കളെ ഫ്ലവറിംഗ് പ്ലാന്റ്. ബാക്കി ഒരു പ്ലാന്റിന് ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റില്ല, ആൻജിയോസ്പെർമിന് മാത്രമേ പറ്റുള്ളൂ. ഏറ്റവും ചെറിയ ആൻജിയോസ്പെർമിന്റെ പേരാണ് വോൾഫിയ. ഏറ്റവും വലിയ ആൻജിയോസ്പെർമിന്റെ പേരെന്താ? യൂക്കാലിപ്റ്റസ്. ചെറുത് വോൾഫിയ, വലുത് യൂക്കാലിപ്റ്റസ്. 2 ടൈപ്പ് ആൻജിയോസ്പെർമുകൾ ഉണ്ട്. ഒന്ന് ഡൈക്കോട്ട്, മോണോക്കോട്ട്. ഡൈക്കോട്ട്, മോണോക്കോട്ട് ആണ് അതിന്റെ 2 ടൈപ്പുകൾ. ടെറിഡോഫൈറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതാ? ടീലോപ്സിഡ, ലൈക്കോപോഡിയം, ലൈക്കോപ്സിഡ, സ്പീനോസിഡ. കുറെ ടൈപ്പുകളും അതിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ബയോളജി ക്ലാസിഫിക്കേഷൻ ആക്ച്വലി അറിയുന്നതാണ് 3 മാർക്കാ വരുള്ളൂ മക്കളെ. 5 കിണ്ണ ക്ലാസിഫിക്കേഷനിൽ മൊണീറ, മൈക്കോപ്ലാസ്മി ബാക്ടീരിയ ഉണ്ട്. മൈക്കോപ്ലാസ്മി സെൽ വോൾ ഇല്ല, ഓക്സിൻ ഇല്ലെങ്കിലും ജീവിക്കും. ബാക്ടീരിയ, ആർക്കെ ബാക്ടീരിയ, യു ബാക്ടീരിയ. ആർക്കെ ഏതൊക്കെയാ? മെഥനോജൻസ് ഉണ്ട്, ഡെർമോ അസിഡോ ഫൈലുകൾ ഉണ്ട്, പിന്നെ ഏതാ? ഹാലോ ഫൈലുകൾ ഉണ്ട് മക്കളെ. ഈ 3 ടൈപ്പും പഠിച്ചു വെക്കാം. യു ബാക്ടീരിയയിലെ നോൺ സോക്കിന്റെ സ്ട്രക്ചർ നോക്കി വെക്കണം. നോൺ സോക്കിന്റെ സ്പെഷ്യൽ സെൽസിന്റെ പേരെന്താ? ഹെട്രോസിസ്. ഹെട്രോസിസിന്റെ പണി എന്താ? നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജനെ സൂക്ഷിച്ചു വെക്കുന്നു. പ്രോട്ടിസ്റ്റയിലെ ഡൈനോഫ്ലജേറ്റ്, യുഗ്ലിനോയിഡ്സ്, ക്രൈസോഫൈസ്, പ്രോട്ടോസോവൻസ് ലൈമൗണ്ട് ഉണ്ട്. ഡൈനോഫ്ലജേറ്റിൽ ആര് വരും? ഗോണിയോലെക്സ്. യുഗ്ലിനോയിഡ്സിൽ ആര് വരും? യുഗ്ലീന വരും. യുഗ്ലീനിന്റെ പ്രോട്ടീൻ കവറിങ്ങിന്റെ പേരെന്താ? പെല്ലിക്കൾ എന്ന് വിളിക്കുക. ക്രൈസോഫൈസിൽ ഡയാറ്റംസ് വരും. ഡയാറ്റംസിന്റെ യൂസുകൾ പഠിച്ചു വെക്കണം. പോളിഷിംഗ് ആൻഡ് ഫിൽട്രേഷൻ. പ്രോട്ടോസോവൻ 4 ടൈപ്പ്: അമീബോയ്ഡ്, ഫ്ലജലേറ്റഡ്, സ്പോറോസോവൻസ്, സീലിയേറ്റഡ്. അവർ എക്സാമ്പിൾ പഠിക്കണം. സ്ലീപ്പി സിക്നസ് ഉണ്ടാക്കുന്ന ആരാ? ട്രിപ്പനോസോമയ. സ്ലൈം മൗൾഡുകൾ ഒന്നിച്ച് ചേർന്നിട്ട് ഒരു സ്ട്രക്ചർ ആകും. അതിന്റെ പേര് പ്ലാസ്മോഡിയം. ഫംഗസുകൾ ഫൈക്കോ, അസ്കോ, ബെസിഡിയോ, ഡ്യൂട്രോ. അവരുടെ എക്സാമ്പിൾ നോക്കി വെക്കണം. സ്പോറുകളുടെ പേരും പഠിച്ചു വെക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫംഗസുകളിലെ അവരുടെ ഇരട്ടപ്പേരുണ്ട്. ഇതിന്റെ പേര് സാക് ഫഞ്ചൈ. ഇതിന്റെ പേരെന്താ? ഇംപെർഫെക്റ്റ് ഫഞ്ചൈ, ഡ്യൂട്രോമൈസസ്. ഇതിന്റെ പേരെന്താ? ബെസിഡിയോമൈസസിന്റെ പേരാണ് സാക് ഫഞ്ചൈ. ഫൈക്കോമൈസസ്, അസ്കോമൈസസ്, ബെസിഡിയോമൈസസ്, ഡ്യൂട്രോമൈസസ്. അവരുടെ വേറെ പേര് പഠിച്ചു വെക്കണം. അസ്കോമൈസസ് ആണ് സാക് ഫഞ്ചൈ. ബെസിഡിയോമൈസസിന് വേറെ പേര് ബ്രാക്കറ്റ് ഫഞ്ചൈ. ഡ്യൂട്രോമൈസസിന് വേറെ പേര് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ. അവരുടെ വേറെ പേര് പഠിക്കണം. എക്സാമ്പിൾ പഠിക്കണം. സ്പോറുകളുടെ പേരും പഠിച്ചു വെക്കണം മക്കളെ. വൈറസ് എന്താ? പ്രോട്ടീൻ കോട്ടും ന്യൂക്ലിക് ആസിഡും ഉള്ളവരാ വൈറസ്. ആ പ്രോട്ടീൻ കോട്ടിന്റെ പേരെന്താ? ക്യാപ്സിഡ് എന്നാ വിളിക്കുക. ന്യൂക്ലിക് ആസിഡ് ഒന്നെങ്കിൽ എന്താകാം? DNA ആകാം, അല്ലെങ്കിൽ എന്താകാം? RNA ആകാം. വൈറസ് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയാ? എയ്ഡ്സ് ഉണ്ട്, സ്മോൾ പോക്സ് ഉണ്ട്, മംസ് ഉണ്ട്. വൈറോഡുകൾ കണ്ടുപിടിച്ചതാരാ? T.O. ഡൈനർ കണ്ടുപിടിച്ചതാ മക്കളെ വൈറോഡുകൾ. അവരുണ്ടാക്കുന്ന അസുഖത്തിന്റെ പേരെന്താ? പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് എന്നാ വിളിക്കുക. പ്രിയോണുകൾ എന്താ? ന്യൂറോണുകളെ ബാധിക്കുക, തലേനെയാ ബാധിക്കുക, തലയിലെ ന്യൂറോണുകളെ ബാധിക്കുക. ഇവരെന്താ സത്യത്തിൽ? അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ. പ്രിയോണുകൾ എന്താ ചോദിക്കും. അപ്പൊ എന്താ എഴുതുക? അബ്നോർമലായിട്ട് ഫോൾഡ് ചെയ്ത പ്രോട്ടീൻ, അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ ആണ്. ഇവര് മനുഷ്യന്മാരെ ഉണ്ടാക്കുന്ന, ഹ്യൂമൻസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമുണ്ട്. അതിന്റെ പേരാ CR ജേക്കബ് ഡിസീസ്. മനുഷ്യന്മാരെ ഉണ്ടാക്കുന്ന അസുഖത്തിന്റെ പേരെന്താ? CR ജേക്കബ് ഡിസീസ്. ഇതേ പ്രിയോണുകള് പശുക്കള്, കാറ്റിൽ ഉണ്ടാക്കുന്ന അസുഖത്തിന്റെ പേരാണ് ഏത്? മാഡ് കൗ ഡിസീസ്. എന്താണ് അസുഖത്തിന്റെ പേര്? മാഡ് കൗ ഡിസീസ് എന്നാ വിളിക്കാം. പ്രിയോൺസ് മനുഷ്യന്മാരിൽ CR ജേക്കബ് ഡിസീസ് ഉണ്ടാക്കും. ആ പ്രിയോൺ തന്നെ പശുക്കളില് മാഡ് കൗ ഡിസീസ് ഉണ്ടാക്കും മക്കളെ. ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. വേറെ ഒന്നും അധികം പറയാനില്ല. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് മക്കളെ വിചാരിക്കുന്നത്. പഠിക്കണം. നിങ്ങൾ കണ്ടോ?
27 സ്ലൈഡ് ഉണ്ട്. 27 സ്ലൈഡ് ഓരോന്നും വേണ്ടത് ഇങ്ങനെ എഴുതി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എത്ര എഫേർട്ടാ ആലോചിച്ച് നോക്ക്. ഈ എഫേർട്ട് നിങ്ങൾ മാനിച്ചുകൊണ്ട് എൻ്റെ മക്കൾ പഠിക്കാൻ ശ്രമിക്കുക. ഒന്നും മിസ്സാക്കാതെ എൻ്റെ മക്കൾ പഠിക്കാൻ ശ്രമിക്കുക. എനിക്ക് അതേ പറയാനുള്ളൂ. ഒന്നും മിസ്സാക്കല്ലേടാ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ പഠിച്ചേക്കണേടാ. പഠിച്ചേക്കണേടാ. പറ്റിക്കല്ലേ. ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഞാൻ ബാക്കി ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കാൻ കുറേ എഫേർട്ട് ഇട്ട് കുറേ എഴുതാൻ തുടങ്ങിയതാ. ഈ സ്റ്റുഡിയോയിൽ കയറി കുറേ നേരിട്ട് ഞാൻ എഴുതുക. ഞാനിപ്പം ഈ വീഡിയോ അവസാനിപ്പിച്ച് മുമ്പ് 8:05. ഞാൻ ഇവിടെ വന്നത് എപ്പോഴാണെന്ന് അറിയാം നിങ്ങൾക്ക്? 3:30 വന്ന ആളാ. ഞാൻ പോകുന്നത് 8:05. അതിൽ എൻ്റെ ഫുഡ് കഴിക്കാൻ 3/4 മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ മക്കളെ. പഠിച്ചേക്കണേടാ. നിങ്ങൾ എനിക്കൊരു കമന്റ് ചെയ്യണം. മാഡ് കൗ ഡിസീസിന്റെ അനദർ നെയിം, മാഡ് കൗ ഡിസീസിന് വേറൊരു പേരും കൂടെ ഉണ്ട്. അതെന്താണെന്ന് കമന്റ് ചെയ്യണം. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ, എന്തെങ്കിലും അറിവ് കിട്ടിയോ, ഒന്നും പഠിക്കാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടോ എന്ന് കൂടെ നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഇതിന്റെ ഉത്തരം കൂടെ കമന്റ് ചെയ്യണം. മാഡ് കൗ ഡിസീസിന്റെ വേറൊരു പേരെന്താണ്? എന്റെ മുഞ്ചാരകളെ മൊഞ്ചത്തുകളെ തക്കുടുകളെ, ഇനി ഒരിക്കൽ കാണുമോന്നറിയില്ല. മോഡൽ എക്സാം എത്തിപ്പോയി മക്കളെ. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.